സഹകാരി റൈസ് പ്ലസിൻ്റെ ഇംഗ്ലീഷ് ക്ലാസ്സുകളിലേക്ക് ഏവർക്കും സ്വാഗതം. കുട്ടികളെ, നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് ആണ്. അപ്പോൾ PSC പരീക്ഷകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ആക്റ്റീവ് പാസീവ്. അപ്പോൾ നമ്മളിന്ന് പഠിക്കുന്നതിൽ ആക്റ്റീവ് പാസീവ് വളരെ എളുപ്പത്തിലാണ് പഠിക്കുന്നത്. ഒരു ചെറിയ 5 ഇക്വേഷൻസ്, 5 കാര്യങ്ങൾ വെച്ചിട്ട് എല്ലാ സെൻറ്റൻസിൻ്റെയും പാസീവ് എഴുതാനാണ് നമ്മൾ പോകുന്നത്, അല്ലേ? ഒരു ചെറിയ 5 ഇക്വേഷൻസ് അല്ലെങ്കിൽ 5 കാര്യങ്ങൾ ഒന്ന് കാണാതെ പഠിക്കുന്നു, എല്ലാ സെൻറ്റൻസുകളും അതനുസരിച്ച് അങ്ങ് തിരുത്തുന്നു. ഇത്രയുള്ള കാര്യം, അതോടെ ടോപ്പിക്ക് തീരും. അപ്പോൾ വളരെ എളുപ്പത്തിലാണ്, വളരെ വലിയൊരു ടോപ്പിക്കാണ്. നാം വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യും, പഠിച്ചങ്ങ് തീർക്കാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നോട്ടും പേനയും എടുത്തിട്ട് എന്ത് ചെയ്യുക, എന്നോടൊപ്പം തന്നെ നോട്ട് എഴുതി അങ്ങ് പഠിച്ചങ്ങ് പോവുക. ഇപ്പം തന്നെ എന്ത് ചെയ്യുക, നമ്മളൊരു ഓഫ്ലൈൻ ക്ലാസ്സിലിരിക്കുന്ന ലാഘവത്തിലിരുന്നിട്ട് ആ നോട്ടിൽ എഴുതി എന്നോടൊപ്പം റിപ്പീറ്റ് ചെയ്ത് എന്നോടൊപ്പം പഠിച്ചങ്ങ് പോവുക. ക്ലിയർ ആണല്ലോ? നോക്കിയേ, ആക്റ്റീവ് ആൻഡ് പാസീവ്. കുട്ടികളെ, എന്താണ് ഈ ആക്റ്റീവ്, എന്താണ് പാസീവ്? ആദ്യം അതൊന്ന് പറഞ്ഞേ, മലയാളത്തിൽ പറഞ്ഞാൽ മതി. എന്താണ് ആക്റ്റീവ്, എന്താണ് പാസീവ്? നോക്കിയേ, ഇത്രയേ ഉള്ളൂ. തന്നിരിക്കുന്ന സെന്റൻസിൽ സബ്ജക്റ്റിന് പ്രാധാന്യം കൊടുത്ത് എഴുതി കഴിഞ്ഞാൽ അതിന് പറയുന്ന പേരാണ് ആക്റ്റീവ്. ആ സെന്റൻസിൽ തന്നെ ഒബ്ജക്റ്റിനെ മുന്നിൽ കൊണ്ടുവന്ന് തിരുത്തി എഴുതുമ്പോഴത്തേക്ക് അതിന് പറയുന്നത് പാസീവ് വോയിസ്. അതായത് സബ്ജക്റ്റിന്റെ സ്ഥാനത്ത് ഒബ്ജക്റ്റിനെ കൊണ്ടുവന്ന് ആ സെന്റൻസ് തിരുത്തി എഴുതി കഴിഞ്ഞാൽ അതിന് പറയുന്ന പേര് പാസീവ് വോയിസ് എന്നാണ്. സബ്ജക്റ്റിന് പ്രാധാന്യം കൊടുത്ത് എഴുതിയാൽ ആക്റ്റീവ്, ഒബ്ജക്റ്റ് മുന്നിൽ എഴുതി ആ സെന്റൻസ് തിരുത്തി എഴുതി കഴിഞ്ഞാൽ പാസീവ് വോയിസ്. നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് മലയാളം പഠിച്ചിട്ടുള്ള ഓർക്കുന്നുണ്ടോ? നമ്മൾ രാമൻ രാവണനെ കൊന്നു, അതിൻ്റെ നമ്മൾ തിരുത്തി പറയുമ്പോഴത്തേക്കും രാവണൻ രാമനാൽ കൊല്ലപ്പെട്ടു. ഈ ഒരു സാധനത്തിന് പറയുന്ന പേരാണ് ആക്റ്റീവ് പാസീവ്. പരീക്ഷയിൽ ചോദ്യങ്ങൾ വരുന്ന രീതി എങ്ങനെയൊക്കെയാണ് കുട്ടികളെ? ഡയറക്റ്റ് ചേഞ്ച് ടു ആക്റ്റീവ് അല്ലെങ്കിൽ പാസീവ്. തന്നിരിക്കുന്ന സെന്റൻസിനെ ചേഞ്ച് ചെയ്ത് എഴുതുക. എന്തിലോട്ട്? ആക്റ്റീവിലോട്ട് മാറ്റി എഴുതുക, അല്ല എങ്കിൽ പാസീവിലോട്ട് മാറ്റി എഴുതുക. ആക്റ്റീവിലോട്ടോ പാസീവിലോട്ടോ ഒന്ന് മാറ്റി എഴുതുക. ഇങ്ങനത്തെ ചോദ്യങ്ങളാണ് കോമൺ ആയിട്ട് വരുന്നത്. രണ്ടാമത്തത് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ചോദ്യങ്ങൾ വരാറുണ്ട്. ഡാഷ് എന്നിട്ട് ഫില്ലപ്പ് ചെയ്യുന്ന ചോദ്യങ്ങൾ വരാറുണ്ട്. ആക്റ്റീവ് പാസീവ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. മൂന്നാമത്തത് നമുക്ക് വരുന്നത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു സെന്റൻസ് തന്നിട്ടുണ്ടായിരിക്കും, അതിൻ്റെ ശരിയായിട്ടുള്ള രൂപം ഏത്, തെറ്റായിട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ ശരിയായിട്ടുള്ള രൂപം ഏത്. താഴെ തന്നിരിക്കുന്ന 4 ഓപ്ഷനിൽ ആ സെന്റൻസിൻ്റെ ശരിയായിട്ടുള്ള രൂപം ഏത്. ആ തന്നിരിക്കുന്ന സെന്റൻസ് ചിലപ്പോൾ തെറ്റായിരിക്കും, അതിൻ്റെ ശരിയായ രൂപം ഏത്. അടുത്തത് ഒരു സെന്റൻസിനെ തന്നെ പാർട്ടാക്കി തിരിച്ചിട്ട് അത് ഫില്ല് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അതിൻ്റെ തെറ്റായിട്ടുള്ള പാർട്ട് സ്പോട്ട് ചെയ്യാൻ വേണ്ടി പറയും, സ്പോട്ട് ദ എറർ പാർട്ട്. ഇങ്ങനെയുള്ള പല തരത്തിലുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പം ആക്റ്റീവ് പാസീവ് പഠിക്കുന്നത് ആക്റ്റീവ് പാസീവ് ആണ്. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞ കാര്യം എപ്പോഴും ഓർമ്മയിലിരിക്കുക. ഒരു 5 പോയിന്റ് വെച്ചിട്ടാണ് എല്ലാ സെന്റൻസും നമ്മൾ മാറ്റി എഴുതുന്നത്. ആ 5 പോയിന്റ് നമ്മൾ ഇപ്പം തന്നെ കാണാതെ പഠിക്കുന്നു. എല്ലാ സെന്റൻസുകളും മാറ്റുന്ന ആ രീതിക്ക് തന്നെയാണ്. 5 പോയിന്റ് ഇനി നമ്മൾ പഠിക്കേണ്ടത് നമ്മളിപ്പോൾ തന്നെ പഠിക്കുന്നു. ഓക്കെ, ഇനി പിന്നീട് പഠിക്കാം എന്ന് പറയുന്ന സെറ്റപ്പ് ഇല്ല. ഇപ്പോൾ എന്നോടൊപ്പം പഠിക്കാമല്ലോ. അതിലെ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് സെന്റൻസുകളുടെ പാസീവ് വോയിസ് ആണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ പഠിക്കുന്ന 5 ഇക്വേഷൻസ് ഇതിനകത്ത് തന്നെ ഇപ്പം ഞാൻ പറഞ്ഞു തരും. നിങ്ങൾക്ക് സ്റ്റേറ്റ്മെന്റ് സെന്റൻസ് ആണെന്ന് നമുക്ക് പിന്നീട് സ്റ്റേറ്റ്മെന്റ് സെന്റൻസുകളെല്ലാം ചെയ്യുന്ന ഇക്വേഷൻസ് ആണ്. അതുപോലെ തന്നെ അത് ഇന്ററോഗേറ്റീവിലും ചെയ്യാം, അതുപോലെ ഇമ്പരേറ്റീവിലും എക്സ്ക്ലമേറ്ററിയിലും. എക്സ്ക്ലമേറ്ററിക്ക് എന്തില്ല? പാസീവ് വോയിസ് ഇല്ല. അപ്പോൾ 3 ടൈപ്പ് സെന്റൻസിനാണ് പാസീവ് ഉള്ളത്: സ്റ്റേറ്റ്മെന്റ്, ഇന്ററോഗേറ്റീവ്, അതുപോലെ ഏതുണ്ടേ നമ്മുടെ ഇമ്പരേറ്റീവ് സെന്റൻസ്. ഇതിന് 3നാണ് പാസീവ് വോയിസ് ഉള്ളത്. ഇതിലെ സ്റ്റേറ്റ്മെന്റ് സെന്റൻസുകളുടെ പാസീവാണ് നമ്മൾ ആദ്യം പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. നമ്മൾ ആദ്യത്തെ 5 ഇക്വേഷൻസ് ഒന്ന് പഠിക്കേ. ഒന്നാമത്തെ ഇക്വേഷൻ നോക്കിയേ. സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പഠിക്കുന്ന ഇക്വേഷൻ എല്ലാ സെന്റൻസിലും ഇത് തന്നെയാണ് ഉപയോഗിക്കുന്നത്, വേറെ ഒന്നുമില്ല. നമ്മൾ പഠിക്കുമ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് സെന്റൻസുകളുടെയാണ് പഠിക്കുന്നത് സെന്റൻസിൽ. നോക്കിയേ, പാസീവ് റൂള് ആദ്യത്തെ റൂളാണ്. എല്ലാ സെന്റൻസുകളും പാസീവ് വോയിസിലോട്ട് മാറ്റാനുള്ള ആദ്യത്തെ റൂള്. ഒന്നാമത്തെ നോക്കിയേ, തന്നിരിക്കുന്ന ചോദ്യത്തില് ഈസ്, ആം, ആർ ഏതൊക്കെ ഓക്സിലറീസ് കൂട്ടില്ലേ? ഈസ്, ആം, ആർ, അതുപോലെ വാസ്, വേർ. ഇതിലേതെങ്കിലും ഓക്സിലറി വരുന്ന ഒരു സെന്റൻസ് ആണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. ഏതൊക്കെ ഓക്സിലറി വരാൻ കുട്ടികളെ? ഈസ്, ആം, ആർ, വാസ്, വേർ വരുന്ന ഒരു ഓക്സിലറി അല്ലെങ്കിൽ ഓക്സിലറി വരുന്ന ഒരു സെന്റൻസ് ആണ് നിങ്ങൾക്ക് തരുന്നതെങ്കിൽ അതിന്റെ പാസീവ് വോയിസ് എഴുതാൻ പറഞ്ഞ ഒബ്ജക്റ്റ് പ്ലസ് ഓക്സിലറി വെർബ് ബീയിങ് പ്ലസ് V3. ഉറച്ചു പറഞ്ഞേ, ഒബ്ജക്റ്റ്, ഓക്സിലറി, ബീയിങ്, V3. അപ്പൊ ഏതൊക്കെ ഓക്സിലറി വരുന്ന സെന്റൻസുകളുടെ പാസീവാണ് ഞാൻ ഈ പറഞ്ഞത്? ഈസ്, ആം, ആർ,
വാസ് വെയർ വരുന്ന സെന്റൻസുകളുടെ പാസീവ് എഴുതാൻ പറഞ്ഞാൽ ഒബ്ജക്റ്റ് എഴുതുക, അത് കഴിഞ്ഞിട്ട് ആ തന്നിരിക്കുന്ന ഓക്സിലറി ഒബ്ജക്റ്റിന്റെ സിംഗുലാർ പ്ലൂറൽ അനുസരിച്ച് എഴുതുക, ബീയിങ് എഴുതിയതിനു ശേഷം വെർബിന്റെ V3 എഴുതുക. പാസീവായി തീർന്നു, കാര്യം കഴിഞ്ഞു. പറഞ്ഞേ, തന്നിരിക്കുന്ന ചോദ്യത്തിൽ ഈസ്, ആം, ആറ്, വാസ്, വെയർ വരുന്ന ചോദ്യങ്ങളാണെങ്കിൽ ഒബ്ജക്റ്റ്, ഓക്സിലറി വെർബ്, ബീയിങ്, V3. ഒബ്ജക്റ്റ്, ഓക്സിലറി, ബീയിങ്, V3. കുട്ടികളെ എപ്പോഴും പാസീവ് വോയിസ് നമ്മൾ നോക്കേണ്ട കാര്യം, നമ്മൾ ഇനി എങ്ങനെ ഒബ്ജക്റ്റ് കണ്ടെത്താം, എങ്ങനെ ഓക്സിലറി വെർബ് എഴുതാം, ഈ രണ്ട് കാര്യമേ പഠിക്കുന്നുള്ളൂ. ഒബ്ജക്റ്റ് ഏതൊരു സെന്റൻസിലും വെർബ് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് കിടക്കുന്ന വാക്കുകൾക്ക് പറയുന്ന പേരാണ് ഒബ്ജക്റ്റ്. വെർബ് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് വരുന്ന വാക്കുകൾക്ക് പറയുന്ന പേര് ഒബ്ജക്റ്റ്. വെർബിന്റെ തൊട്ടടുത്ത് വരുന്ന വാക്കുകൾക്ക് പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്, ഒബ്ജക്റ്റുകൾ എന്ന് പറയുന്നത്, അല്ലേ? അപ്പൊ അത് ഒരു പേരാണെങ്കിൽ അത് അതുപോലെ അങ്ങ് എടുത്തെഴുതുക. വല്ല പേരുകളൊക്കെ ആണെങ്കിൽ ലെറ്റർ എന്നോ, രാഹുൽ എന്നോ, മനു എന്നോ, അതേപോലെ ടേബിൾ എന്നോ, ലയൺ എന്നോ ഇങ്ങനെയുള്ള പേരുകളാണെങ്കിൽ അതുപോലെ അങ്ങ് എടുത്തെഴുതുക. ഇനി പ്രോനൗണിന്റെ ഒബ്ജക്റ്റ് രൂപമാണെങ്കിൽ, പ്രോനൗണിന്റെ ഒബ്ജക്റ്റ് രൂപം എന്ന് പറയുമ്പം ഐയുടെ ഒബ്ജക്റ്റ് രൂപം, പ്രൊനൗണുകളുടെ ഒബ്ജക്റ്റ് രൂപം പറഞ്ഞു നോക്കിയാണ് കൂട്ടില്ലേ. ഐ പ്രോനൗണുകളായിട്ട് ഉപയോഗിക്കുന്ന ഐ, വി, അതുപോലെ യു, ഐ വി യു, ഹി, ഷീ, ഇറ്റ്, ദേ, ഇതാണ് പ്രോനൗണുകളെന്ന്. ഇവിടെ ഒബ്ജക്റ്റ് രൂപം ഏതാ? ഐയുടെ ഒബ്ജക്റ്റ് രൂപം മീ, വി ആണെങ്കിൽ അസ്, യു ആണെങ്കിൽ യു തന്നെ, ഹി ആണെങ്കിൽ ഹിം, ഷീ ആണെങ്കിൽ ഹെർ, ഇറ്റ് ആണെങ്കിൽ ഇറ്റ് തന്നെ, ദേ ആണെങ്കിൽ ദം. ഇതാണ് പ്രോനൗണിന്റെ ഒബ്ജക്റ്റ് രൂപം. ഇത് ഒബ്ജക്റ്റ്, ഇത് സബ്ജക്റ്റ്. നമ്മൾ ഒബ്ജക്റ്റിന്റെ സ്ഥാനത്ത് ഇത്തരത്തില് പ്രോനൗണിന്റെ ഒബ്ജക്റ്റ് രൂപങ്ങളാണ് കിടക്കുന്നതെങ്കിൽ നമ്മൾ പാസീവ് വോയിസിൽ ഒബ്ജക്റ്റ് എടുത്തെഴുതുമ്പം അതിന്റെ സബ്ജക്റ്റ് രൂപം വേണം എഴുതാൻ. എന്ത്? ഇപ്പൊ മീ, ചോദ്യത്തിൽ ഇപ്പൊ മീ ആണ് ഒബ്ജക്റ്റ് കിടക്കുന്നത്. പാസീവ് എഴുതുമ്പം മീ എന്തായിട്ട് മാറ്റണം? ഐ ആക്കി എഴുതണം. ഇത്രയുള്ള കാര്യം. ഇപ്പൊ വെർബിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന വാക്കുകളാണ് ഒബ്ജക്റ്റ്, അത് അങ്ങോട്ട് എടുത്തെഴുതുക. ഇനി ഓക്സിലറി എങ്ങനെ എഴുതാം? തന്നിരിക്കുന്ന ചോദ്യത്തിൽ എന്ത് ചെയ്യും? ഒബ്ജക്റ്റിന്റെ സിംഗുലാർ പ്ലൂറൽ അനുസരിച്ചാണ് എപ്പോഴും പാസീവ് വോയിസിൽ ഓക്സിലറി എഴുതാൻ. അപ്പൊ ഒബ്ജക്റ്റിന്റെ സിംഗുലാർ പ്ലൂറൽ അനുസരിച്ച് ഓക്സിലറി വെർബ് എഴുതണം. ഒബ്ജക്റ്റ് സിംഗുലാർ ആണെങ്കിൽ നിങ്ങൾക്ക് തന്നിരിക്കുന്നതിൽ ഈസ് ഉള്ള സെന്റൻസ് ആണെങ്കിൽ ഈസ് തന്നെ എഴുതാം. ഒബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ ഈസിന്റെ പ്ലൂറൽ എന്താക്കണം? ആറാക്കണം. ഇത്രേ ഉള്ളൂ. ഒബ്ജക്റ്റിന്റെ സിംഗുലാർ പ്ലൂറൽ അനുസരിച്ചാണ് എപ്പോഴും ഓക്സിലറി വെർബ് പാസീവിൽ എഴുതാൻ. അപ്പൊ രണ്ട് കാര്യം മാത്രം ഓർമ്മയിൽ എഴുതാൽ മതി. വെർബിന്റെ തൊട്ടടുത്ത് വരുന്ന വാക്ക് ഒബ്ജക്റ്റ്, ആ ഒബ്ജക്റ്റ് അങ്ങോട്ട് എടുത്തെഴുതുക. ഒബ്ജക്റ്റിന്റെ സിംഗുലാർ പ്ലൂറൽ അനുസരിച്ച് വേണം എന്ത് എഴുതാൻ? പാസീവില് ഓക്സിലറി എഴുതാൻ. ഇനി ഒബ്ജക്റ്റ് സിംഗുലാറും പ്ലൂറലും എങ്ങനെ മനസ്സിലാക്കാം? എസ്സിൽ അവസാനിക്കുന്ന ഒബ്ജക്റ്റുകൾ വല്ലതും ആണെങ്കിൽ അത് പ്ലൂറലാണ്. എസ്സിൽ അവസാനിക്കുന്ന ഒബ്ജക്റ്റുകളാണെങ്കിൽ പ്ലൂറൽ, എസ്സിൽ അവസാനിക്കാത്ത സിംഗുലാർ. നമുക്ക് ബോയ് സിംഗുലാർ ആണ്, എസ്സിൽ അവസാനിച്ചിട്ടില്ല. ബോയ്സ് പ്ലൂറലാണ്, എസ്സിൽ അവസാനിച്ചിരിക്കുന്നു. ഇത്രയുള്ള കാര്യം. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യത്തെ പാസീവ് വോയിസിന്റെ ആദ്യത്തെ റൂൾ ഏത് പറഞ്ഞു കൂട്ടില്ലേ? ഈസ്, ആം, ആറ്, വാസ്, വെയർ വരുന്ന ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് തരുന്നതെങ്കിൽ അതിന്റെ പാസീവ് വോയിസ് എഴുതാൻ പറഞ്ഞ് എന്ത് ചെയ്യണം? ഒബ്ജക്റ്റ് പ്ലസ് ഓക്സിലറി വെർബ്, ബീയിങ്, V3. ഒബ്ജക്റ്റ് എങ്ങനെ എഴുതാം? വെർബിന്റെ തൊട്ടടുത്ത് വരുന്ന വാക്കാണ് ഒബ്ജക്റ്റ്, അതങ്ങോട്ട് എടുത്തെഴുതുക. ഓക്സിലറി ഒബ്ജക്റ്റിന്റെ സിംഗുലാർ പ്ലൂറൽ അനുസരിച്ച് ഓക്സിലറി വെർബ് എടുത്തെഴുതുക. ബീയിങ് ചേർത്ത് V3 എഴുതുക. എന്നാ ഓക്സിലറി സിംഗുലാറും പ്ലൂറലും ഒന്ന് പറഞ്ഞു നോക്കിയാണ് കുട്ടികളെ. ഓക്സിലറി വെർബ് സിംഗുലാർ, ഓക്സിലറി വെർബ് പ്ലൂറൽ ഒന്ന് പറഞ്ഞു നോക്കിയാണ് കുട്ടികളെ. ഓക്സിലറി സിംഗുലാർ, ഓക്സിലറി പ്ലൂറൽ. ഈസ്, ആമിന്റെ പ്ലൂറൽ ഏതാണ് കുട്ടികളെ? ഈസ്. അതുപോലെ ഈസ്, ആമിന്റെ പ്ലൂറൽ ഏതാണ്? ആറാണ് കേട്ടോ. ഈസ്, ആമിന്റെ പ്ലൂറൽ 6. വാസിന്റെ പ്ലൂറൽ ആണെങ്കിൽ കുട്ടികളെ, വാസിന്റെ പ്ലൂറൽ വെയർ ആണ്. വാസ് വെയർ ആണ് കേട്ടോ. ഹാസ് ആണെങ്കിൽ ഹാസ്, ഹാസിന്റെ പ്ലൂറൽ ഹാവ് ആണ് കേട്ടോ. ഹാഡ് ആണെങ്കിൽ കുട്ടികളെ, ഹാഡിന്റെ പ്ലൂറൽ ഹാഡ് തന്നെയാണ്. ഓക്കെ, ഇനി അതേപോലെ വില്ല് മുതൽ ഓട്ടിറ്റ് വരെ വരുന്ന ഓക്സിലറി ആണെങ്കിൽ, അതായത് മോഡൽ ഓക്സിലറി, വില്ല് മുതൽ ഓട്ടിറ്റ് വരെ വരുന്ന ഓക്സിലറി ആണെങ്കിൽ സെയിം അത് തന്നെ എഴുതിയാൽ മതി കേട്ടോ. അതായത് വില്ലാണെങ്കിൽ വില്ല് തന്നെ, വില്ലിന്റെ പ്ലൂറൽ വില്ലാണ് കേട്ടോ. വുഡ് ആണെങ്കിൽ വുഡ് തന്നെ. വില്ലിന്റെ പാസ്റ്റ് ആണ് വുഡ്. വില്ല് മുതൽ ഓട്ടിറ്റ് വരുന്ന ഏത് ഓക്സിലറിയും സിംഗുലാറും എന്ത് ചെയ്യുന്നുണ്ട്? സിംഗുലാറാണ്, പ്ലൂറലുമാണ്. അപ്പൊ ഈസ്, ആമിന്റെ പ്ലൂറലാണ് 6, വാസിന്റെ പ്ലൂറൽ വെയർ, ഹാസിന്റെ പ്ലൂറൽ ഹാവ്, ഹാഡിന്റെ പ്ലൂറൽ ഹാഡ് തന്നെയാണ്. വില്ല് മുതൽ ഓട്ടിറ്റ് വരെ വരുന്ന ഓക്സിലറി സിംഗുലാറുമാണ്, പ്ലൂറലാണ്. ഡു, ഡസ്, ഡിഡ് എന്തിൽ ഉപയോഗിക്കില്ല? പാസീവ് വോയിസിൽ നമ്മൾ ഓക്സിലറി ആയിട്ട് ഉപയോഗിക്കാറില്ല. ഇതേപോലെ പാസീവ് വോയിസ് എഴുതുന്നതിൽ ഉപയോഗിക്കാറില്ല. അതുകൊണ്ടാണ് അതിന്റെ സിംഗുലാറും പ്ലൂറലും നമ്മളിവിടെ പറയാത്തത്.
ഡസ് സിംഗുലാർ, ഡു പ്ലൂറലാണ്, ഡിഡ് സിംഗുലാറുമാണ് പ്ലൂറലാണ്. അത് നമുക്ക് പാസീവ് വോയിസിൽ വേണ്ട. അപ്പൊ നമ്മൾ പറഞ്ഞത് ആദ്യത്തെ ഇക്വേഷൻ എങ്ങനെ പറഞ്ഞു കൂട്ടലേ? പാസീവ് വോയിസിന്റെ ആദ്യത്തെ ഇക്വേഷൻ എങ്ങനെ പറഞ്ഞു? ഒന്ന് പറഞ്ഞേ. ഒന്നാമത്തെ ഇക്വേഷൻ നമ്മൾ എല്ലാ സെന്റൻസുകൾക്കും വേണ്ടിയിട്ടാണ്. ഒന്നാമത്തെ ഇക്വേഷൻ ഈസ്, ആം, ആറ്, വാസ്, വെയർ ഇതിൽ ഏതെങ്കിലും ഓക്സിലറി വരുന്ന സെന്റൻസുകളാണെങ്കിൽ പാസീവ് എഴുതുന്ന രീതി ഒബ്ജക്റ്റ് പ്ലസ് ഓക്സിലറി വെർബ് ബീയിങ് പ്ലസ് V3. ഓക്കെ, ക്ലിയർ ആണല്ലോ? ചോദ്യം നോക്കിയാണ്ടേ. ഒന്നാമത്തത് നിങ്ങൾ എന്നെ പറയണേ, ആദ്യം തന്നിരിക്കുന്ന സെന്റൻസിന്റെ പാർട്ട് എഴുതണം. തന്നിരിക്കുന്ന സെൻസ് എന്തൊക്കെയാണ് അതിന്റെ ഭാഗങ്ങൾ എഴുതണം, എന്നിട്ട് അതിന്റെ പാസീവ് അങ്ങോട്ട് എഴുതുക. ഹി ഈസ് റൈറ്റിംഗ് എ ലെറ്റർ. പാസീവ് നോക്കിയാണ് ഈസ് വരുന്ന സെന്റൻസ്. ഈസ് വരുന്ന സെന്റൻസ് ആണ് തന്നിരിക്കുന്നത്. ഷീ എന്ന് പറയുന്നത് ഉണ്ടായി സബ്ജക്ട്. ഷീ ഈസ് റൈറ്റിംഗ് എ ലെറ്റർ ആണ് കേട്ടോ. ഷീ സബ്ജക്റ്റ് ആണ്, ഈസ് ഓക്സിലറി വെർബ് ആണ്, റൈറ്റിംഗ് വെർബ് ആണ്, എ ലെറ്റർ ഒബ്ജക്റ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ പാസീവ് എങ്ങനെ എഴുതാം കുട്ടികളെ? എങ്ങനെ എഴുതാം പറഞ്ഞു നോക്കിയേ. എങ്ങനെ എഴുതാം? ആദ്യം ഒബ്ജക്റ്റ് എഴുതാം. അവിടെ കൊണ്ടാണ് ഒബ്ജക്റ്റ് എഴുതാൻ പറഞ്ഞു. ഒബ്ജക്റ്റ് ഏതാണ്? എ ലെറ്റർ. അത് എൻ്റെ എന്ത് എഴുതണം കുട്ടികളെ? ഓക്സിലറി വെർബ്. ഓക്സിലറി ഏതാണ്ട് ഈസ് ആണ്. ഓക്കെ, എ ലെറ്റർ സിംഗുലാർ അല്ലേ, എസിലൊന്നും അവസാനിച്ചിട്ടില്ല. അപ്പൊ നമുക്ക് ഈസ് തന്നെ എഴുതാം. അതുകൊണ്ട് നമ്മളിവിടെ എന്ത് എഴുതി? എ ലെറ്റർ ഈസ്. അത് കഴിഞ്ഞിട്ട് എന്ത് എഴുതാൻ പറഞ്ഞു കുട്ടികളെ? എ ലെറ്റർ ഈസ് കഴിഞ്ഞിട്ട് തൊട്ടടുത്തായിട്ട് എന്ത് എഴുതണം? നോക്ക്, ബീയിങ് ചേർക്കാൻ പറഞ്ഞു. നമ്മൾ എന്ത് ചേർത്തു? ബീയിങ്. എ ലെറ്റർ ഈസ് ബീയിങ്. അത് കഴിഞ്ഞിട്ട് എന്ത് ചേർക്കാൻ പറഞ്ഞു? V3 ഫോം. റൈറ്റിംഗിന്റെ V3 ഏതാണ്? റിട്ടൺ. കണ്ടാ, പാസീവായി. എ ലെറ്റർ ഈസ് ബീയിങ് റിട്ടൺ. വേണമെങ്കിൽ ലാസ്റ്റ് നമുക്ക് എന്ത് ചേർക്കാം? ബൈ ചേർത്തിട്ട് സബ്ജക്റ്റ് എടുത്ത് എഴുതുക. നോക്ക്, സബ്ജക്റ്റ് ഷീ ആണ്. ഷീ ഒബ്ജക്റ്റിന്റെ അടുത്തേക്ക് പോകുമ്പോഴത്തേക്ക്, ഒബ്ജക്റ്റ് ഇരുന്ന സ്ഥാനത്തേക്ക് പോകുമ്പോൾ അതിന്റെ ഒബ്ജക്റ്റീവ് ഏതാണ്? ഷീയുടെ ഒബ്ജക്റ്റീവ് ഏതാണ്? ബൈ ഹിം. ഇവിടെ വല്ല പേരാണെങ്കിൽ ബൈ ആ പേര് അതേപോലെ എഴുതിയാണ് കേട്ടോ. ഇപ്പൊ രാഹുൽ എന്ന പേരെന്നോ സീത എന്ന പേരെന്നോ ആണെങ്കിൽ ബൈ സീത. ഈ ബൈ പ്ലസ് ചേർത്ത് എഴുതുന്നത് അത്ര നിർബന്ധമുള്ള കാര്യമില്ല. അപ്പൊ നമ്മൾ പറഞ്ഞ എങ്ങനെയായിരുന്നു? എങ്ങനെ കിട്ടും നമുക്ക് ഉത്തരം? എ ലെറ്റർ ഈസ് ബീയിങ് റിട്ടൺ ബൈ ഹിം. എ ലെറ്റർ ഈസ് ബീയിങ് റിട്ടൺ ബൈ ഹിം അല്ല, ഹെർ. എന്ത് ചെയ്യുന്നുണ്ട്? എ ലെറ്റർ ഈസ് ബീയിങ് റിട്ടൺ ബൈ ഹെർ. ഷീ ആയതുകൊണ്ട് ഹെർ. അടുത്ത ചോദ്യം നോക്കിയാണ് കുട്ടികളെ. അടുത്ത ചോദ്യം, ഐ വാസ് ഡൂയിങ് മൈ ഹോംവർക്ക്. കണ്ടല്ലോ, ഐ വാസ് ഡൂയിങ് മൈ ഹോംവർക്ക്. വാസ് വരുന്ന സെൻസ്. ഈസ്, ആം, ആറ്, വാസ്, വെയർ വരുന്ന സെൻസ് ആണെങ്കിൽ പാസീവ് എങ്ങനെ എഴുതാം? ഒന്നാമത്തെ റൂള് ഒബ്ജക്റ്റ് പ്ലസ് ഓക്സിലറി വെർബ് ബീയിങ് പ്ലസ് V3. നോക്ക്, ഐ എന്താണ് കുട്ടികളെ? സബ്ജക്റ്റ്, വാസ് ഓക്സിലറി വെർബ്, ഡൂയിങ് വെർബ്, മൈ ഹോംവർക്ക് എന്ന് പറയുന്ന ഒബ്ജക്റ്റ്. അപ്പൊ നമ്മൾ ആദ്യം എന്ത് എഴുതി? ഒബ്ജക്റ്റ് ഏതാണ്? മൈ ഹോംവർക്ക്. അതിന്റെ എന്ത് എഴുതാൻ പറഞ്ഞു കൂട്ടല്ലേ? മൈ ഹോംവർക്ക് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ഓക്സിലറി വെർബ്. നോക്ക്, ഇവിടെ വാസ് ഓക്സിലറി ഉണ്ട്. ഇനി വാസ് തന്നെ എഴുതാൻ നമുക്ക് എങ്ങനെ നോക്കാം? മൈ ഹോംവർക്ക് സിംഗുലാർ ആണോ പ്ലൂറൽ ആണോ? സിംഗുലാർ. അപ്പൊ നമുക്ക് വാസ് തന്നെ എഴുതാം. മൈ ഹോംവർക്ക് വാസ്. അതിന്റെ എന്ത് ചേർക്കാൻ പറഞ്ഞു? ബീയിങ് ചേർക്കാൻ പറഞ്ഞു. മൈ ഹോംവർക്ക് വാസ് ബീയിങ്. ഓക്കെ, ഡൂയിങ്ങിന്റെ V3 ഏതാണ്? ഡൺ. ബൈ ആരാണ്ടായി? മീ. ഐ എന്തായിട്ട് മാറും കൂട്ടല്ലേ? ബൈ മീ. അപ്പൊ എങ്ങനെ എഴുതാം? മൈ ഹോംവർക്ക് വാസ് ബീയിങ് ഡൺ ബൈ മീ. മൈ ഹോംവർക്ക് വാസ് ബീയിങ് ഡൺ ബൈ മീ. അടുത്ത ചോദ്യം നോക്കിയേ. ദേ ആർ വാച്ചിങ് എ മൂവി. എല്ലാവരും ചോദ്യം എഴുതിയിട്ട് ഒന്ന് ഉത്തരം എഴുതി നോക്കിയേ. ദേ ആർ വാച്ചിങ് എ മൂവി. ദേ എന്ന് പറയുന്നത് സബ്ജക്റ്റ്, ആർ ഓക്സിലറി വെർബ്, വാച്ചിങ് എന്ന് പറയുന്ന വെർബ്, എ മൂവി എന്ന് പറയുന്നത് ഒബ്ജക്റ്റ്. പാസീവ് എങ്ങനെ എഴുതാം? ആറ് വരുന്ന സെന്റൻസിന്റെ പാസീവ് നമ്മൾ ആദ്യത്തെ റൂളാണ്. ഈസ്, ആം, ആർ, വാസ്, വെയർ വന്നു കഴിഞ്ഞാൽ ഒബ്ജക്റ്റ്, ഓക്സിലറി വെർബ്, ബീയിങ്, V3. ഒബ്ജക്റ്റ് ഏതാണ്? എ മൂവി. സിംഗുലാർ ആണ് അല്ലേ? മൂവീസ് എന്നല്ല, എസിലൊന്നും അവസാനിച്ചില്ല, സിംഗുലാർ. അപ്പൊ ആറ് എഴുതാൻ പറ്റുമോ കുട്ടികളെ? ഇല്ല, ആറ് പ്ലൂറലാണ്. ആറിന്റെ സിംഗുലർ രൂപം ഏതാണ്? ഈസ്. എ മൂവി ഈസ്. അതിന്റെ എന്ത് എഴുതാൻ പറഞ്ഞു? ബീയിങ്. എ മൂവി ഈസ് ബീയിങ്. അതിന്റെ എന്ത് എഴുതാൻ കൂട്ടല്ലേ? ബീയിങ്. വാച്ചിന്റെ മൂന്നാമത്തെ രൂപം വാച്ച്ഡ്. എന്ത് ചെയ്യും? വാച്ച്ഡ്. അത് കഴിഞ്ഞിട്ട് നോക്ക്, ബൈ. ദേ എന്തായിട്ട് മാറും കൂട്ടല്ലേ? ദം. ബൈ ദം. ഈ ബൈ ചേർത്ത് എഴുതുന്ന അത്ര നിർബന്ധമില്ല. ബൈ ദം. എ മൂവി ഈസ് ബീയിങ് വാച്ച്ഡ് ബൈ ദം. അടുത്ത ചോദ്യം നോക്കിയേ. ഹി ഈസ് ക്ലീനിങ് ദ റൂം.
ക്ലീനിങ് ദ റൂം. നോക്ക്, ഹി എന്ന് പറയുന്ന സബ്ജക്റ്റ് ആണ്, ഈസ് ഓക്സിലറി വേർബ് ആണ്, ക്ലീനിങ് എന്ന് പറയുന്ന വേർബ് ആണ്, ദ റൂം എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ആണ്. പാസീവ് എങ്ങനെ എഴുതാം കുട്ടികളെ? പാസീവ് എങ്ങനെ എഴുതാം? നോക്കിയേ, അവിടെ ഈസ് വരുന്ന സെൻസ് ആണ്, ഒബ്ജക്റ്റ് ഓക്സിലറി വെർബ് ബീയിങ് V3. ഒബ്ജക്റ്റ് ഏതാ? ദ റൂം. ദ റൂം. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? ഓക്സിലറി ദ റൂം സിംഗുലർ ആയതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം? ഈസ്. ദ റൂം ഈസ്. ക്ലീൻ എന്ത് ചെയ്യുന്നുണ്ട്? അത് കഴിഞ്ഞിട്ട് ബീയിങ് ചേർക്കണം. ബീയിങ് ക്ലീൻഡ് ബൈ ആരാണ്? ഹിം. ബൈ ഹിം. എങ്ങനെ കിട്ടും നോട്ടില്ലേ? ദ റൂം ഈസ് ബീയിങ് ക്ലീൻഡ് ബൈ ഹിം. എ റൂം ഈസ് ബീയിങ് ക്ലീൻഡ് ബൈ ഹിം. അവിടെ ഉത്തരമായിട്ട് വരുന്നു. അടുത്ത ചോദ്യം നോക്കിയേ. ഷീ ഈസ് ഡ്രിങ്കിങ് കോഫി. ഷീ ഈസ് ഡ്രിങ്കിങ് കോഫി. ഷീ എന്ന് പറയുന്നത് സബ്ജക്റ്റ്, ഈസ് ഓക്സിലറി വേർബ്, ഡ്രിങ്കിങ് എന്ന് പറയുന്നത് വേർബ്, കോഫി എന്ന് പറയുന്നത് ഒബ്ജക്റ്റ്. എങ്ങനെ പാസീവ് പറയാം? നമുക്ക് ഒബ്ജക്റ്റ് എഴുതി കോഫി. അത് കഴിഞ്ഞിട്ട് കോഫി സിംഗുലർ ആയതുകൊണ്ട് ഈസ്. കോഫി ഈസ് ബീയിങ് ഡ്രങ്ക് ബൈ ആരാണ്? ഹെർ. ബൈ ഹെർ. കോഫി ഈസ് ബീയിങ് ഡ്രങ്ക് ബൈ ഹെർ. കോഫി ഈസ് ബീയിങ് ഡ്രങ്ക് ബൈ ഹെർ. അവിടെ ഉത്തരമായിട്ട് വരുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞത് പാസീവ് വോയിസിന്റെ ആദ്യത്തെ റൂൾ ഏതാണെന്ന് കുട്ടികളെ പറഞ്ഞത് ഒന്ന് ഉറച്ചു പറഞ്ഞേ. ഇനി പഠിക്കാൻ നിൽക്കരുത്. ഈസ്, ആം, ആർ അല്ലെങ്കിൽ വാസ്, വെയർ. ഈസ്, ആം, ആർ, വാസ്, വെയർ വരുന്ന സെന്റൻസുകളുടെ പാസീവ് എങ്ങനെ പറയാം? ഓബ്ജക്ട് പ്ലസ് ഓക്സിലറി വെർബ് ബീയിങ് V3. ഒബ്ജക്റ്റ് ഓക്സിലറി ബീയിങ് V3 ഇല്ലേ? വെർബിന്റെ തൊട്ടടുത്ത് വരുന്ന വാക്കാണ് ഒബ്ജക്റ്റ്. അതുപോലെ ഓക്സിലറി വെർബ് എഴുതുമ്പം ഒബ്ജക്റ്റിന്റെ സിംഗുലാർ പ്ലൂറൽ അനുസരിച്ച് വേണം എഴുതാൻ. ഓക്കെ ആണല്ലോ? അടുത്ത് നോക്കിയേ, പാസീവ് റൂൾ രണ്ടാമത്തതാണ്. നമ്മൾ രണ്ടാമത്തെ റൂള് എല്ലാ സെന്റൻസുകൾക്കും വേണ്ടിയിട്ടുള്ള രണ്ടാമത്തെ റൂളാണ്. അപ്പോൾ പഠിച്ചേ, രണ്ടാമത്തെ റൂൾ ഇത്രയേ ഉള്ളൂ. ഹാസ്, ഹാവ്, ഹാഡ്. നമ്മൾ നേരത്തെ ഈസ്, ആം, ആർ, വാസ്, വെയർ ആണ് പറഞ്ഞത്. ഇനി അടുത്ത ഓക്സിലറി ഏതൊക്കെ? ഹാസ്, ഹാവ്, ഹാഡ് വരുന്നൊരു ചോദ്യമാണ് തന്നിരിക്കുന്നത്. ഹാസ്, ഹാവ്, ഹാഡ് വരുന്നൊരു ചോദ്യമാണ് തരുന്നതെങ്കിൽ എൻ്റെ പാസീവ് എഴുതാൻ പറഞ്ഞ ഒബ്ജക്റ്റ് ഓക്സിലറി വെർബ് ബീൻ പ്ലസ് V3. പറഞ്ഞ കുട്ടികളെ, ഒബ്ജക്റ്റ് ഓക്സിലറി വെർബ് ബീൻ പ്ലസ് V3. നേരത്തെ നമ്മൾ ബീങ് പറഞ്ഞിടത്ത് ഇപ്പൊ എന്ത് മാറ്റുന്നു? ബീൻ ആക്കുന്നു. അപ്പൊ ഹാസ്, ഹാവ്, ഹാഡ് വരുന്ന സെന്റൻസുകളുടെ പാസീവ് എഴുതാൻ പറഞ്ഞാൽ ഒബ്ജക്റ്റ് എഴുതുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒബ്ജക്റ്റ്, വെർബിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന വാക്ക് ഒബ്ജക്റ്റ്, അത് എഴുതുക. അത് കഴിഞ്ഞിട്ട് ഓക്സിലറി വേർബ് എഴുതുക. അത് കഴിഞ്ഞിട്ട് ബീൻ, BEN, ബീൻ ചേർക്കുക. വെർബിന്റെ മൂന്നാമത്തെ രൂപം എഴുതുക. ഒബ്ജക്റ്റ് ഓക്സിലറി വെർബ് ബീൻ പ്ലസ് V3. ഒബ്ജക്റ്റിന്റെ സിംഗുലാർ പ്ലൂറൽ അനുസരിച്ച് തന്നെ വേണം എന്ത് എഴുതാൻ? ഓക്സിലറി വെർബ് എഴുതാൻ. ഓക്കെ ആണല്ലോ? രണ്ടാമത്തെ റൂള്. ചോദ്യം നോക്കാം. ചോദ്യം നോക്കിയേ. ഹി ഹാസ് റിട്ടൺ ആൻ എക്സാം. ഹി ഹാസ് റിട്ടൺ ആൻ എക്സാം. നിങ്ങൾ പറഞ്ഞു നോക്കിയേ. ഹി എന്ന് പറയുന്നത് സബ്ജക്റ്റ് ആണ്, ഹാസ് ഓക്സിലറി വേർബ് ആണ്, റിട്ടൺ എന്ന് പറയുന്നത് വേർബ് ആണ്, വെർബിന്റെ തൊട്ടടുത്ത് വരുന്ന വാക്ക് ഒബ്ജക്റ്റ് ആണ്. അപ്പൊ അതിന്റെ പാസീവ് എങ്ങനെ എഴുതാം? ആദ്യം ഒബ്ജക്റ്റ് എഴുതുക. ഒബ്ജക്റ്റ് ഏതാണ് കുട്ടികളെ? ആൻ എക്സാം. ആൻ എക്സാം. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? ഓക്സിലറി. ആൻ എക്സാം സിംഗുലാർ ആണ് അല്ലെ? എക്സാംസ് എസ്സിൽ വല്ല അവസാനിച്ചത് പ്ലൂറൽ, എസ്സിൽ അവസാനിച്ചിട്ടില്ലെങ്കിൽ സിംഗുലാർ. ആൻ എക്സാം സിംഗുലാർ ആണ്, ഹാസ് സിംഗുലാറും ആണ്. അതുകൊണ്ട് ഹാസ് നമുക്ക് എഴുതാം. ആൻ എക്സാം ഹാസ്. അതിന്റെ എന്ത് ചേർക്കാൻ പറഞ്ഞു? ബീൻ. ആൻ എക്സാം ഹാസ് ബീൻ. റിട്ടൺ തന്നെയാണ് V3. റിട്ടൺ ബൈ ആരാണ്? ബൈ ഹിം. എങ്ങനെ കിട്ടുന്നു കൂട്ടില്ലേ? ആൻ എക്സാം ഹാസ് ബീൻ റിട്ടൺ ബൈ ഹിം. ആൻ എക്സാം ഹാസ് ബീൻ റിട്ടൺ ബൈ ഹിം. ആൻ എക്സാം ഹാസ് ബീൻ റിട്ടൺ ബൈ ഹിം. ക്ലിയർ ആണല്ലോ? അടുത്ത ചോദ്യം നോക്കിയേ. ദേ ഹാഡ് സങ് എ സോങ്. ദേ ഹാഡ് സങ് എ സോങ്. ദേ സബ്ജക്റ്റ് ആണ്, ഹാഡ് ഓക്സിലറി വേർബ് ആണ്, സങ് എന്ന് പറയുന്ന വേർബ് ആണ്, എ സോങ് എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ആണ്. കണ്ടോ? ദേ ഹാഡ് സങ് എ സോങ്. ഇതിന്റെ പാസീവ് എങ്ങനെ എഴുതാം കുട്ടികളെ? ഇതിന്റെ പാസീവ് എങ്ങനെ എഴുതാം നോക്കിയേ. അപ്പൊ എ സോങ് നമ്മൾ എഴുതി. എ സോങ്. എ സോങ് സിംഗുലാർ ആണ്, ഹാഡ് സിംഗുലാർ ആയിട്ട് ഉപയോഗിക്കാം, പ്ലൂറൽ ആയിട്ട് ഉപയോഗിക്കാം. അപ്പൊ നമുക്ക് ഹാഡ് എഴുതാം. എ സോങ് ഹാഡ്. ഹാഡ് കഴിഞ്ഞാൽ എന്ത് ചേർക്കണം? ബീൻ. എ സോങ് ഹാഡ് ബീൻ. സങ് തന്നെയാണ് മൂന്നാമത്തെ രൂപം, സങ്. എ സോങ് ഹാഡ് ബീൻ സങ് ബൈ ആരാണ് കുട്ടികളെ? ദം. ഇത്രേ ഉള്ളൂ. പാസീവായി. വളരെ എളുപ്പമല്ലേ? നോക്ക്. അപ്പൊ ഹാസ്, ഹാവ്, ഹാഡ് വരുന്ന സെന്റൻസുകളുടെ പാസീവ് പറയാൻ പറഞ്ഞു. എങ്ങനെ എഴുതണമെന്ന് പറഞ്ഞു? ഒബ്ജക്റ്റ് പ്ലസ് ഓക്സിലറി വെർബ് ബീൻ പ്ലസ് V3. അടുത്ത ചോദ്യം നോക്കിയേ.
he has written a book. He has written a book. He സബ്ജക്റ്റ് ആണ്, ഹാസ് ഓക്സിലറി വെർബ് ആണ്, റിട്ടൺ വെർബ് ആണ്, എ ബുക്ക് എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ആണ്. പാസീവ് പറഞ്ഞേ ആദ്യം ഒബ്ജക്റ്റ് എ ബുക്ക്. എ ബുക്ക് സിംഗുലാർ ആണ്, അതുകൊണ്ട് ഹാസിന് എഴുതാം. ഇപ്പൊ ബുക്സ് എന്നായിരുന്നെങ്കിൽ എന്തായിരുന്നേ ഹാസ് എഴുതാൻ പറ്റൂട്ടല്ലേ. ഇവിടെ ബുക്സ് എന്നാണ് ഒബ്ജക്റ്റ് ഇടുന്നെങ്കിൽ ഹാസ് എഴുതാൻ പറ്റുമോ? ഇല്ല. ഹാസിന്റെ പ്ലൂറൽ ഏത് എഴുതി കൊടുക്കുക? ഹാവ് എഴുതുക. ഇത്രയുള്ള കാര്യം. എ ബുക്ക് ഹാസ്, എ ബുക്ക് ഹാസ്. അത് കഴിഞ്ഞിട്ട് എന്ത് ചേർക്കണം? ബീൻ പ്ലസ് V3. V3 ഏതാ? റിട്ടേൺ ബൈ ആരാണ്ടായി? ഹിം. എന്ത് കിട്ടുന്നു? എ ബുക്ക് ഹാസ് ബീൻ റിട്ടേൺ ബൈ ഹിം. എ ബുക്ക് ഹാസ് ബീൻ റിട്ടേൺ ബൈ ഹിം. അടുത്ത ചോദ്യം നോക്കിയേ. ഷീ ഹാസ് കംപ്ലീറ്റഡ് ദ പ്രോജക്റ്റ്. ഷീ ഹാസ് കംപ്ലീറ്റഡ് ദ പ്രോജക്റ്റ്. കണ്ടല്ലോ, ഷീ എന്ന് പറയുന്ന സബ്ജക്റ്റ് ആണ്, ഹാസ് ഓക്സിലറി വെർബ് ആണ്, കംപ്ലീറ്റഡ് എന്ന് പറയുന്ന വെർബ് ആണ്, ദ പ്രോജക്റ്റ് എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ആണ്. പാസീവ് പറഞ്ഞു കുട്ടികളെ. പാസീവ് ദ പ്രോജക്റ്റ്. ഇനി ദ പ്രോജക്റ്റ് സിംഗുലാർ ആയതുകൊണ്ട് ഹാസ് എഴുതാം. ഹാസ് ബീൻ, ഹാസ് കഴിഞ്ഞ് പറഞ്ഞ ബീൻ, ഹാസ് ബീൻ കംപ്ലീറ്റഡ് ബൈ ആരാണ്? ഹർ. ക്ലിയർ ആയില്ലേ? ദ പ്രോജക്റ്റ് ഹാസ് ബീൻ കംപ്ലീറ്റഡ് ബൈ ഹർ. അടുത്ത ചോദ്യം നോക്കിയേ. വി ഹാവ് ബിൽറ്റ് എ ഹൗസ്. വി ഹാവ് ബിൽറ്റ് എ ഹൗസ്. ബി എന്ന് പറയുന്നത് സബ്ജക്റ്റ്, ഹാവ് ഓക്സിലറി വെർബ്, ബിൽറ്റ് എന്ന് പറയുന്ന വെർബ്, എ ഹൗസ് എന്ന് പറയുന്ന ഒബ്ജക്റ്റ്. പാസീവ് പറഞ്ഞ് ആദ്യം ഒബ്ജക്റ്റ് എഴുതി. ഏതാണ്? എ ഹൗസ്. അത് കഴിഞ്ഞിട്ട് എന്ത് എഴുതണം കൂട്ടില്ലേ? എ ഹൗസ് കഴിഞ്ഞ ഉടനെ ഓക്സിലറി വെർബ് എഴുതണം. നമുക്ക് ഇവിടെ ഹാവ് എന്ന് പറയുന്ന പ്ലൂറലാണ്, എ ഹൗസ് എന്ന് പറയുന്ന സിംഗുലർ ആണ്. അപ്പൊ ഹാവ് എഴുതാൻ പറ്റുമോ? ഇല്ല. ഹാവിന്റെ സിംഗുലർ രൂപം ഏതാണ്? ഹാസ് എഴുതി. എ ഹൗസ് ഹാസ്. അത് കഴിഞ്ഞ ഉടനെ എന്ത് ചേർക്കാൻ പറഞ്ഞു? ബീൻ ബിൽറ്റ് ബൈ ആരാണ്? അസ്. ബൈ അസ്. വിയുടെ ഒബ്ജക്റ്റ് രൂപം അസ്. എ ഹൗസ് ഹാസ് ബീൻ ബിൽറ്റ് ബൈ അസ്. വി എന്തായിട്ട് മാറുന്നു? അസ് ആയിട്ട് മാറുന്നു. ഓക്കെ, ക്ലിയർ ആണോ? അപ്പോൾ പാസീവ് റൂള്. ഓക്കെ, അപ്പോൾ 2 റൂളാണ് നമ്മൾ പഠിച്ചത്. നമ്മൾ ഞാൻ അങ്ങോട്ട് എല്ലാ സെൻറ്റൻസും ഇതേപോലെയാണ് ചെയ്യുന്നത് അല്ലേ. ഒന്നാമത്തെ റൂൾ ഏതായിരുന്നു കൂട്ടല്ല? ഇനിയിപ്പോൾ ഇൻ്ററോഗേറ്റീവ് പഠിക്കും, അതും ഇതേ റൂള് തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇമ്പരേറ്റീവ് പഠിക്കും. അതിനകത്ത് നമ്മളൊരു ഇക്വേഷൻ വെച്ചിട്ട് അങ്ങ് ചെയ്തു പോകുന്നു. നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? ഈസ്, ആം, ആറ്, അതുപോലെ വാസ്, വെയർ വരുന്ന സെനൻസുകളുടെ പാസീവ് വോയിസ് പറയാൻ പറഞ്ഞ് എങ്ങനെ പറയാൻ കുട്ടികൾ? ഉറച്ചു പറഞ്ഞ് ഒബ്ജക്റ്റ് പ്ലസ് ഓക്സിലറി വെർബ് ബീയിങ് V3. രണ്ടാമത്തതോ ഹാസ്, ഹാവ്, ഹാഡ് വരുന്ന സെനൻസുകളുടെ പാസീവ് പറയാൻ പറഞ്ഞാൽ ഒബ്ജക്റ്റ് പ്ലസ് ഓക്സിലറി വെർബ് ബീൻ പ്ലസ് V3. മൂന്നാമത്തെ റൂളാണ് അടുത്ത് നോക്കുന്നത്. നോക്കിയേ. വില്ല് മുതൽ ഓട്ടിട്ട് വരെ വരുന്ന ഓക്സിലറി വരുന്ന സെന്റൻസ് ആണ്. വില്ല് മുതൽ ഒട്ട് വരെ വരുന്ന ഓക്സിലറീസ് ഏതെങ്കിലും വരുന്ന ഒരു സെന്റൻസ് ആണ് നിങ്ങൾക്ക് തരുന്നതെങ്കിൽ അതിന്റെ പാസീവ് എഴുതാൻ പറഞ്ഞ ഒബ്ജക്റ്റ് പ്ലസ് ഓക്സിലറി വെർബ് ബി പ്ലസ് V3. എന്താ എഴുതാൻ കൂട്ടേ? ഒബ്ജക്റ്റ് ഓക്സിലറി വെർബ് ബി പ്ലസ് V3. ഓക്കെ, വില്ല് മുതൽ ഒട്ടിലുള്ള ഓക്സിലറി എന്ന് പറഞ്ഞ് ഏതൊക്കെയായിരുന്നു? വില്ല്, അതുപോലെ ഉഡ്, വില്ല് ഉഡ്, അതുപോലെ ഷാളാണെങ്കിലോ ഷാള് ഷുഡ്, ഷാള് ഷുഡ്, ക്യാൻ ആണെങ്കിലോ ക്യാൻ കുഡ്, ക്യാൻ കുഡ്, മേ ആണെങ്കിലോ മേ, മൈറ്റ് മസ്റ്റ്, മേ മൈറ്റ് മസ്റ്റ്. അടുത്താണെങ്കിലോ യൂസ്ഡ് ടു, യൂസ്ഡ് ടു, ഡെയർ, നീഡ്, ഔട്ട് ടു, ഓട്ട് ടു. വാക്കുകൾ ഏതൊക്കെ ഉണ്ടായി? വില്ല് ഏതൊക്കെ ഓക്സിലറീസ് വരുന്ന സെൻസ്? അതാണ് വില്ല് മുതൽ ഓട്ടിറ്റ് വരെ വരുന്ന സെൻസ്. കണ്ടോ? വില്ല് ടു ഓട്ടിറ്റ് വരുന്ന സെൻസ് ഏതൊക്കെയാണ്? വില്ല് അറിഞ്ഞൂടാത്ത എഴുതിയെടുത്തേ. വില്ല്, ഉഡ്, ഷാള്, ഷുഡ്, ക്യാൻ, കുഡ്, മേ, മൈറ്റ്, മസ്റ്റ്, MUST മസ്റ്റ്, യൂസ്ഡ് ടു, ഡെയർ, നീഡ്, ഓട്ട് ടു, യൂസ്ഡ് ടു, ഡെയർ, നീഡ്, ഓട്ട് ടു. ഇതാണ് വില്ല് മുതൽ ഓട്ട് ടു വരെ വരുന്ന ഓക്സിലറി. അപ്പൊ ഇതിലേതെങ്കിലും ഓക്സിലറി വരുന്ന ഒരു സെനൻസ് ആണ് നിങ്ങൾക്ക് തരുന്നതെങ്കിൽ എന്ത് ചെയ്യുക? അതിന്റെ പാസീവ് എങ്ങനെ എഴുതാം? ഒബ്ജക്റ്റ് പ്ലസ് ഓക്സിലറി വെർബ് ബി പ്ലസ് V3. ഒബ്ജക്റ്റ് ഓക്സിലറി ബി പ്ലസ് V3. ഒബ്ജക്റ്റ് ഓക്സിലറി ബി പ്ലസ് V3. നോക്കിയേ, ചോദ്യം നോക്കിയേ. രാജു വിൽ സിംഗ് എ സോങ്. രാജു വില്ല് സിംഗ് എ സോങ്. രാജു എന്ന് പറയുന്നത് സബ്ജക്റ്റ് ആണ്, വില്ല് എന്ന് പറയുന്നത് ഓക്സിലറി വെർബ് ആണ്, സിംഗ് എന്ന് പറയുന്ന വെർബാണ്,
എ സോങ് എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ആണ്. പാസീവ് എങ്ങനെ എഴുതാൻ കുട്ടികളെ? നിങ്ങൾ പറഞ്ഞു നോക്കിയാൽ ആദ്യം എന്ത് എഴുതുക? ഒബ്ജക്റ്റ് ഏതാണ്? എ സോങ് അതുപോലെ എഴുതി എ സോങ്. അത് കഴിഞ്ഞിട്ട് ഓക്സിലറി വില്ല്, കാരണം വില്ലൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത് മുതൽ ഇതുവരെയുള്ള ഏത് ഓക്സിലറി എന്നാലും അത് തന്നെ എഴുതാം, കാരണം അത് സിംഗുലാറും ആണ് പ്ലൂറലും ആണ്, അപ്പോൾ മാറ്റേണ്ട കാര്യമില്ല. എ സോങ് വില്ല് കഴിഞ്ഞിട്ട് എന്ത് ചേർക്കണം? ബി, വിൽ ബി. സിംഗിന്റെ മൂന്നാമത്തെ രൂപ അത് സങ്. എ സോങ് വിൽ ബി സങ് ബൈ ആരാണ്ടേ? രാജു. ബൈ രാജു. ഇങ്ങനെ ഇട്ടു നോട്ടില്ലേ? എ സോങ് വിൽ ബി സങ് ബൈ രാജു. എ സോങ് വിൽ ബി സങ് ബൈ രാജു. അടുത്ത ചോദ്യം നോക്കിയേ. ദേ ഷാൾ റൈറ്റ് എ നോവൽ. ദേ ഷാൾ റൈറ്റ് എ നോവൽ. ദേ സബ്ജക്റ്റ് ആണ്, ഷാൾ ഓക്സിലറി വെർബ് ആണ്, റൈറ്റ് എന്ന് പറയുന്ന വെർബ് ആണ്, എ നോവൽ എന്ന് പറയുന്ന ഒബ്ജക്റ്റ്. പാസീവ് എങ്ങനെ പറയാടെ? ആദ്യം ഒബ്ജക്റ്റ് ഏതാ? എ നോവൽ. എ നോവൽ. നീ ഷാൾ ഓക്സിലറി, എ നോവൽ ഷാൾ. അത് കഴിഞ്ഞിട്ട് എന്ത് ചേർക്കണം? ബി. നീ റൈറ്റിന്റെ മൂന്നാമത്തെ രൂപം റിട്ടൺ. ബൈ ആരാണ് കുട്ടികളെ? ബൈ ദം. കണ്ടോ ഇങ്ങനെ? എ നോവൽ ഷാൾ ബി റിട്ടൺ ബൈ ദം. എ നോവൽ ഷാൾ ബി റിട്ടൺ ബൈ ദം. അടുത്ത ചോദ്യം നോക്കിയേ. ഹി മേ സോൾവ് ദ പ്രോബ്ലം. ഹി മേ സോൾവ് ദ പ്രോബ്ലം. ഹി എന്ന് പറയുന്നത് സബ്ജക്റ്റ് ആണ്, മേ ഓക്സിലറി വെർബ് ആണ്, സോൾവ് എന്ന് പറയുന്ന വെർബ് ആണ്, ദ പ്രോബ്ലം എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ആണ്. പാസീവ് പറഞ്ഞ കുട്ടികളെ ഇങ്ങനെ പറയാം. ദ പ്രോബ്ലം. ദ പ്രോബ്ലം. അത് കഴിഞ്ഞിട്ട് എന്ത് ചേർക്കണം? ഓക്സിലറി വെർബ് എഴുതണം. ഓക്സിലറി ഏതാ? മേ. ദ പ്രോബ്ലം മേ. അത് കഴിഞ്ഞിട്ട് എന്ത് ചേർക്കാം? ബി ഇ ബി ചേർക്കാൻ മതി. മേ ബി. മേ ബി. സോൾവിന്റെ മൂന്നാമത്തെ രൂപ ഏതാ? സോൾവ്ഡ്. ബൈ ആരാണ്ടേ? സോൾവ്ഡ് ബൈ ആരാ? ഹിം. ബൈ സോൾവ്ഡ് ബൈ ഹിം. എങ്ങനെ ഇട്ടു കുട്ടികളെ? ദ പ്രോബ്ലം മേ ബി സോൾവ്ഡ് ബൈ ഹിം. ദ പ്രോബ്ലം മേ ബി സോൾവ്ഡ് ബൈ ഹിം. അവിടെ ഉത്തരമായിട്ട് വരുന്നു. അടുത്ത ചോദ്യം നോക്കിയേ. He will examine the case in detail. He will examine the case in detail. പാസീവ് പറഞ്ഞേ. ഹി എന്ന് പറയുന്ന സബ്ജക്റ്റ് ആണ്, വിൽ എന്ന് പറയുന്ന ഓക്സിലറി വെർബ് ആണ്, എക്സാമിൻ എന്ന് പറയുന്നത് വെർബ് ആണ്, ദ കേസ് എന്ന് പറയുന്ന ഒബ്ജക്റ്റ്. കണ്ട ഈ വെർബിന്റെ തൊട്ടടുത്ത് വരുന്ന വാക്കാണ് ഒബ്ജക്റ്റ്. അതൊരു നൗൺ ആയിരിക്കും, അത് ഒബ്ജക്റ്റ്. അത് കഴിഞ്ഞിട്ട് ഈ ഒബ്ജക്റ്റ് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഭാഗം അവശേഷിക്കുന്നുണ്ടാന്ന് നോക്കണം. ഒബ്ജക്റ്റ് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഭാഗം സെന്റൻസിൽ വന്നിട്ടുണ്ടാന്ന് നോക്കണം. ആ ഭാഗത്തിന് പറയുന്ന പേര് റിമൈനിങ് പാർട്ട് ഓഫ് സെന്റൻസ് ആണ് കേട്ടോ. റിമൈനിങ് പാർട്ട് ഓഫ് സെന്റൻസ്. ഇതേപോലെ റിമൈനിങ് പാർട്ട് വല്ലതും വന്നിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമില്ല കുട്ടികളെ. V3 വരെ നമ്മൾ എഴുതി നിർത്തിക്കില്ലേ, അത് കഴിഞ്ഞിട്ട് അതും കൂടെ അങ്ങ് എടുത്ത് എഴുതി കൊടുത്താൽ മതി. V3 കഴിഞ്ഞിട്ട് ആ റിമൈനിങ് പാർട്ട് അതുപോലെ അങ്ങ് എടുത്തെഴുതുക. അത് കഴിഞ്ഞിട്ട് വേണം ബൈ ചേർത്തിട്ട് സബ്ജക്റ്റ് എഴുതാൻ. അപ്പോൾ V3ക്ക് ശേഷം അതങ്ങ് എഴുതി കൊടുത്താൽ മാത്രം മതി. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? നിങ്ങൾ തന്നെ പറ. ദ കേസ് ആണ് ഒബ്ജക്റ്റ്. ദ കേസ് എഴുതി. ഇനി അതിന്റെ വില്ല് ഓക്സിലറി വില്ല് കഴിഞ്ഞിട്ട് എന്ത് ചേർക്കാൻ പറഞ്ഞു? ബി. എക്സാമിന്റെ V3 ഏതാണ്? എക്സാമിൻഡ്. ഇനി നോക്കുക, നമ്മൾ V3 വരെ എഴുതി നിർത്തി. ഇനി RPS ആയിട്ട് ഇൻ ഡീറ്റെയിൽ കിടക്കുകയാണ്. അത് അതിന്റെ കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കുക. ഇൻ ഡീറ്റെയിൽ ബൈ എന്താണ് കുട്ടികളെ? ഹിം. ബൈ ഹിം. എന്തെന്ന് കിട്ടുന്നു? ദ കേസ് വിൽ ബി എക്സാമിൻഡ് ഇൻ ഡീറ്റെയിൽ ബൈ ഹിം. അവിടെ ഉത്തരമായിട്ട് വരുന്നു. അടുത്ത ചോദ്യം നോക്കിയേ. They should complete the work. They should complete the work. They സബ്ജക്റ്റ്, should ഓക്സിലറി വെർബ് ആണ്, കംപ്ലീറ്റ് എന്ന് പറയുന്ന വെർബ് ആണ്, ദ വർക്ക് എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ആണ്. എങ്ങനെ നമുക്ക് പാസീവ് പറയാം? ദ വർക്ക്. ദ വർക്ക് ഷുഡ്. ദ വർക്ക് ഷുഡ് ബി കംപ്ലീറ്റഡ്. അത് കഴിഞ്ഞ് ബി ചേർത്തു. ഷുഡ് ബി. കംപ്ലീറ്റിന്റെ മൂന്നാമത്തെ രൂപം കംപ്ലീറ്റഡ് ബൈ ആരാണ്ടായി? ദം. ബൈ ദം. എങ്ങനെ ഇടുന്നു? ദ വർക്ക് ഷുഡ് ബി കംപ്ലീറ്റഡ് ബൈ ദം. കണ്ടല്ലോ. അപ്പൊ നമ്മൾ 3 റൂളാണ് പഠിച്ചത് പാസീവ് വോയിസിന്. അപ്പൊ നമ്മൾ ആദ്യത്തെ റൂൾ ഏതാണ് കുട്ടികളെ പറഞ്ഞത്? അപ്പൊ നോക്കിയേ. ഈസ്, ആം, ആറ്, വാസ്, വെയർ വരുന്ന സെന്റൻസുകളുടെ പാസീവ് വോയിസ് എഴുതുന്ന റൂൾ എങ്ങനെയാണ് പറഞ്ഞേ? എങ്ങനെ പറഞ്ഞു? ഒബ്ജക്റ്റ് പ്ലസ് ഓക്സിലറി വെർബ് ബീയിങ് പ്ലസ് V3. ഇനി ഹാസ്, ഹാവ്, ഹാഡ് വരുന്ന സെന്റൻസുകളുടെ പാസീവ് എങ്ങനെ പറഞ്ഞു? ഒബ്ജക്റ്റ് പ്ലസ് ഓക്സിലറി വെർബ് ബീൻ പ്ലസ് V3. വില്ല് മുതൽ ഓട്ടിറ്റ് വരെ വരുന്ന ചോദ്യങ്ങളുടെ പാസീവ് എങ്ങനെ എഴുതാന്ന് പറഞ്ഞു? ഒബ്ജക്റ്റ് പ്ലസ് ഓക്സിലറി വെർബ് ബി പ്ലസ് V3. ക്ലിയർ ആണല്ലോ. അടുത്ത് 2 റൂളും കൂടെ പഠിച്ച പാസീവ് വോയിസ് കംപ്ലീറ്റ്. പിന്നെ ചോദ്യങ്ങൾ അങ്ങോട്ട് ചെയ്താൽ മതിയല്ലോ. 4ാമത്തെ റൂളാണേ. നോക്കിയേ കുട്ടികളെ, ഓക്സിലറി ഒന്നും ഇല്ലാത്തൊരു സെന്റൻസ് ആണ് തരുന്നത്.
അതായത് സിമ്പിൾ പ്രസന്റ് വെർബ് V1 വരുന്ന സെനൻസ് അല്ലെങ്കിൽ എസ്സിൽ അവസാനിക്കുന്ന വെർബുകളായിരിക്കും. വെർബ് V1 അല്ലെങ്കിൽ എസ്സിൽ അവസാനം. ഇപ്പൊ വാക്ക് അല്ലെങ്കിൽ റൈറ്റ് അല്ലെങ്കിൽ സിങ് ഇങ്ങനെയുള്ള വെർബ് V1 വരുന്നു. അല്ലെങ്കിൽ വാക്സ്, റൈറ്റ്സ്, സിങ്സ് എസ്സിൽ അവസാനിക്കുന്ന വെർബ് വരുന്നു. അല്ലെങ്കിൽ ഡു അല്ലെങ്കിൽ ഡെസ് വരുന്ന സെനൻസ്. എന്ത് വരുന്ന സെനൻസ്? ഡു അല്ലെങ്കിൽ ഡെസ് വരുന്ന സെനൻസ് സിമ്പിൾ പ്രസന്റ്. ഡു വാക്ക്, ഡു റൈറ്റ്, ഡു സിങ് ഇങ്ങനെയുള്ള വെർബുകൾ വരുന്ന സെനൻസ് വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പാസീവ് എഴുതാൻ പറഞ്ഞാൽ ഒബ്ജക്റ്റ് പ്ലസ് ഓക്സിലറി ആയിട്ട് ഏതൊക്കെ എഴുതണം? ഈസ്, ആം, ആർ പ്ലസ് V3 പറഞ്ഞേ. അപ്പൊ V1 അല്ലെങ്കിൽ എസ്സിൽ അവസാനിക്കുന്ന വെർബ് ഡു അല്ലെങ്കിൽ ഡെസ് വരുന്ന ഒരു സെന്റൻസ് ആണെങ്കിൽ പാസീവ് എങ്ങനെ എഴുതാം? ഒബ്ജക്റ്റ് പ്ലസ് ഈസ്, ആം, ആർ പ്ലസ് V3. ഒബ്ജക്റ്റ് ഈസ്, ആം, ആർ പ്ലസ് V3. നോക്കി ഇത് 3 എഴുതി വയ്ക്കാൻ പറ്റുമോ ഓക്സിലറി ആയിട്ട് പാസീവില്? ഇല്ല, ഏതെങ്കിലും ഒന്നേ എഴുതാൻ പറ്റും. എങ്ങനെ എഴുതാം? ഒബ്ജക്റ്റ് നോക്കണം. ഒബ്ജക്റ്റ് സിംഗുലാർ ആണെങ്കിൽ ഈസ് എഴുതി കൊടുക്കുക, ഒബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ ആർ എഴുതുക, ഒബ്ജക്റ്റ് ആയി വന്നാൽ ആം എഴുതുക പ്ലസ് V3. ഓക്കെ, ഒന്നും കൂടെ പറഞ്ഞ ഇക്വേഷൻ. V1 അല്ലെങ്കിൽ എസ്സിൽ അവസാനിക്കുന്ന വെർബ് അല്ലെങ്കിൽ ഏതൊക്കെ ഓക്സിലറി വരാം? ഡു അല്ലെങ്കിൽ ഡെസ് വരുന്ന സെനൻസുകളാണെങ്കിൽ അതിന്റെ പാസീവ് എങ്ങനെ എഴുതാൻ കുട്ടികളെ? ഒബ്ജക്റ്റ് പ്ലസ് ഓക്സിലറി വെർബ്. ഓക്സിലറി ആയിട്ട് ഏതൊക്കെ എടുക്കാം? ഈസ്, ആം, ആർ പ്ലസ് V3. ഒബ്ജക്റ്റ് ഈസ്, ആം, ആർ പ്ലസ് V3. നോക്കിയേ, ചോദ്യത്തിലൂടെ പരിചയപ്പെടാം. ചോദ്യം നോക്കിയേ. ഷീ റൈറ്റ്സ് എ നോവൽ. നിങ്ങൾ നോക്കിയാണ്ട് ഷീ എന്ന് പറയുന്നത് സബ്ജക്റ്റ്, റൈറ്റ്സ് കണ്ട എസ്സിൽ അവസാനിക്കുന്നു. അപ്പൊ നമുക്ക് ഈസ്, ആം, ആർ. അതിന്റെ മുകളിൽ ആ ഓക്സിലറി എഴുതി വെച്ചാൽ നമുക്ക് തെറ്റൂല. ഈസ് എഴുതാം, ആം എഴുതാം, ആർ എഴുതാം. ഇനി എ നോവൽ എന്ന് പറഞ്ഞ ഒബ്ജക്റ്റ് ആണ്. പാസീവ് പറ കുട്ടികളെ. ആദ്യം ഒബ്ജക്റ്റ് എഴുതുക. ഒബ്ജക്റ്റ് എ നോവൽ. ഇനി എ നോവൽ സിംഗുലാർ ആണ് പ്ലൂറൽ ആണോ? ഉറച്ചു പറഞ്ഞേ. അപ്പൊ നമുക്ക് സിംഗുലാർ ഈസ്, ആം, ആറിൽ ഏത് എഴുതാം കുട്ടികളെ? ഓക്കെ, ഈസ് എഴുതാം. എ നോവൽ ഈസ്, എ നോവൽ ഈസ്. അത് കഴിഞ്ഞിട്ട് നോക്ക് എന്ത് ചേർക്കണം? V3. V3 ഏതാ? റൈറ്റിന്റെ മൂന്നാമത്തെ രൂപം റിട്ടൺ. എങ്ങനെ കിട്ടുന്നു? എ നോവൽ ഈസ് റിട്ടൺ ബൈ ആരാണ്? ബൈ ആരെഴുതണം കുട്ടികളെ? ബൈ ഹർ. ബൈ ഹർ. എ നോവൽ ഈസ് റിട്ടൺ ബൈ ഹർ. എ നോവൽ ഈസ് റിട്ടൺ ബൈ ഹർ. അടുത്ത ചോദ്യം നോക്കിയാണ്ടേ. ദേ ലവ് റൊമാൻറ്റിക് സോങ്സ്. ദേ ലവ് റൊമാൻറ്റിക് സോങ്സ്. ദേ എന്ന് പറയുന്നത് സബ്ജക്റ്റ് ആണ്. ലവ് എന്ന് പറയുന്നത് V1. ഏതൊക്കെ ഓക്സിലറി V1 വന്നു കഴിഞ്ഞാൽ ഈസ് എടുക്കാം, ആം എടുക്കാം, ആർ എടുക്കാം. മോളങ്ങ് എഴുതി വെച്ച്. ഇനി റൊമാൻറ്റിക് സോങ്സ് എന്ന് പറയുന്ന ഒബ്ജക്റ്റ്. പാസീവ് പറഞ്ഞാണ് ആദ്യം ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റ് ഏതാണ്? റൊമാൻറ്റിക് സോങ്സ്. റൊമാൻറ്റിക് സോങ്സ് സിംഗുലാർ ആണ് പ്ലൂറൽ ആണ്? എസ്സിലാണ് അവസാനിച്ചിരിക്കുന്നത്, പ്ലൂറൽ ആണ്, അതുകൊണ്ട് ആർ എടുക്കാം. റൊമാൻറ്റിക് സോങ്സ് 6. അതിന്റെ എന്ത് എഴുതണം കുട്ടികളെ? V3. V3 ഏതാ? ലവിന്റെ മൂന്നാമത്തെ രൂപം ഏതാ? ലവ്ഡ്. ബൈ ആരാണ്? ദം. ബൈ ദം. ഉത്തരമായിട്ട് വരുന്നത് എങ്ങനെ ഇടുന്നൂടെ? റൊമാൻറ്റിക് സോങ്സ് ആർ ലവ്ഡ് ബൈ ദം. റൊമാൻറ്റിക് സോങ്സ് ആർ ലവ്ഡ് ബൈ ദം. അടുത്ത ചോദ്യം നോക്കിയേ. ദേ സിങ്. നോക്കിയേ, ദേ സിങ് എ സോങ്. ദേ സിങ് എ സോങ്. പാസീവ് പറഞ്ഞേ. ദേ എന്ന് പറയുന്നത് സബ്ജക്റ്റ് ആണ്, സിങ് എന്ന് പറയുന്നത് വെർബാണ്, എ സോങ് എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ആണ്. കണ്ടല്ലോ, സിങ് V1 ആണ്. അപ്പൊ നമുക്ക് ഏതൊക്കെ ഓക്സിലറി വരാം? ഈസ്, ആം, ആർ വരാം. ഞാനാണ് ഈ പാസീവ് പറഞ്ഞേ. എ സോങ്. എ സോങ് സിംഗുലാർ ആയതുകൊണ്ട് ഏതെടുക്കാൻ കിട്ടൂലേ? ഈസ്. എ സോങ് ഈസ്. ഇനി V3. വെർബിന്റെ V3 ഏതാ? സിങ്ങിന്റെ സങ്. ബൈ ആരാണ് കുട്ടികളെ? ദം. എന്തെന്ന് കിട്ടി? എ സോങ് ഈസ് സങ് ബൈ ദം. എ സോങ് ഈസ് സങ് ബൈ ദം. അടുത്ത ചോദ്യം നോക്കിയേ. ദേ ലവ് ദെയർ ദേ സോൾവ് ദെയർ പ്രോബ്ലം. ദേ സോൾവ് ദെയർ പ്രോബ്ലം. കണ്ടല്ലോ, ദേ സോൾവ് ദെയർ പ്രോബ്ലം. നോക്ക്, ദേ സബ്ജക്റ്റ് ആണ്, സോൾവ് എന്ന് പറയുന്ന വെർബാണ്, ദെയർ പ്രോബ്ലം എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ആണ്. കണ്ടോ, പാസീവ് എങ്ങനെ എഴുതാം? ഇനി നോക്ക് എങ്ങനെയാ? ഒബ്ജക്റ്റ് ആദ്യം എഴുതി, ദെയർ പ്രോബ്ലം. ഇനി സോൾവ് എന്നുകൊണ്ട് ഏതൊക്കെ ഓക്സിലറി എടുക്കാം? V1 ആണ് സോൾവ് എന്ന് പറയുന്നത്. V1 വരുന്ന സെൻസിന്റെ പാസീവിന്റെ ഇക്വേഷൻ എങ്ങനെയാ? ഒബ്ജക്റ്റ് ഈസ്, ആം, ആർ പ്ലസ് V3. അപ്പൊ ദെയർ പ്രോബ്ലം എന്ന് പറയുന്നത് സിംഗുലാർ ആണ്, അതുകൊണ്ട് ഈസ് എടുക്കാം. ദെയർ പ്രോബ്ലം ഈസ് സോൾവ്ഡ് ബൈ ആരാണ്ടേ? ദം. എങ്ങനെ പറയാം? ദെയർ പ്രോബ്ലം ഈസ് സോൾവ്ഡ് ബൈ ദം. ഓക്കെ, ക്ലിയർ ആണോ? അടുത്ത ചോദ്യം നോക്കിയേ. ദേ സ്റ്റാർട്ട് എ ന്യൂ ജോബ്. ദേ സ്റ്റാർട്ട് എ
ന്യൂ ജോബ്. ദേ എന്ന് പറയുന്നത് എന്തോ സബ്ജക്റ്റ് സ്റ്റാർട്ട് V1 ആണ്. ന്യൂ ജോബ് എ ന്യൂ ജോബ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റ്. നോക്കുക V1 എന്ന് പറഞ്ഞാൽ പാസീവ് എങ്ങനെ എഴുതാം? ഒബ്ജക്റ്റ് പ്ലസ് ഈസ് ആം ആർ പ്ലസ് V3. എങ്ങനെ എഴുതാം കുട്ടികളെ? എ ന്യൂ ജോബ്, എ ന്യൂ ജോബ്. സിംഗുലാർ ആയതുകൊണ്ട് ഏതെഴുതാം കുട്ടികളെ? ഈസ്. എ ന്യൂ ജോബ് ഈസ് സ്റ്റാർട്ടഡ് ബൈ എന്താണ്? ദം. എ ന്യൂ ജോബ് ഈസ് സ്റ്റാർട്ടഡ് ബൈ ദം. അപ്പൊ നമ്മൾ പറഞ്ഞ 4 ഇക്വേഷൻസ് ഒന്ന് പറഞ്ഞു കുട്ടികളെ. ഒന്നാമത്തെ ഏതാ? പാസീവ് വോയിസിന്റെ ഒന്നാമത്തെ ഇക്വേഷൻ ഏതാ? ഈസ്, ആം, ആറ്, വാസ്, വേർ വരുന്ന സെന്റൻസുകളാണെങ്കിൽ പാസീവ് വോയിസിൽ എങ്ങനെ എഴുതാം? ഒബ്ജക്റ്റ് പ്ലസ് ഓക്സിലറി വെർബ് ബീയിങ് പ്ലസ് V3. രണ്ടാമത്തേതാണെങ്കിലോ ഹാസ്, ഹാവ്, ഹാഡ് വരുന്ന സെന്റൻസുകളാണെങ്കിൽ പാസീവ് എങ്ങനെ എഴുതാം കുട്ടികളെ? ഒബ്ജക്റ്റ് ഓക്സിലറി വെർബ് ബീൻ പ്ലസ് V3. മൂന്നാമത്തേതാണെങ്കിലോ വില്ല് മുതൽ ഓട്ട് വരെ വരുന്ന ചോദ്യങ്ങളാണെങ്കിൽ പാസീവ് എങ്ങനെ എഴുതാം? ഒബ്ജക്റ്റ് ഓക്സിലറി വെർബ് ബി പ്ലസ് V3. V1 അല്ലെങ്കിൽ എസ്സിൽ അവസാനിക്കുന്ന വെർബ് അല്ലെങ്കിൽ ഡു അല്ലെങ്കിൽ ഡെസ് വരുന്ന സെന്റൻസുകളാണെങ്കിൽ എങ്ങനെ പാസീവ് എഴുതാൻ കുട്ടികളെ? ഒബ്ജക്റ്റ് ഓക്സിലറി വെർബായിട്ട് ഏതാക്കുക? ഈസ്, ആം, ആർ പ്ലസ് V3. ഒബ്ജക്റ്റ് ഈസ്, ആം, ആർ പ്ലസ് V3. ലാസ്റ്റത്തെ റൂള് പാസീവ് വോയിസിന്റെ ലാസ്റ്റത്തെ റൂള് പഠിച്ചേ. 5ാമത്തെ റൂളാണ് പറയുന്നത്. വെർബ് V2 വരാം അല്ലെങ്കിൽ ഡിഡ് വരാം. അതായത് സിമ്പിൾ പാസ്റ്റ് വെർബ് V2 അല്ലെങ്കിൽ ഡിഡ് വരുന്ന ഒരു സെന്റൻസ് ആണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. പാസീവ് എഴുതാൻ പറഞ്ഞാൽ ഒബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വെയർ പ്ലസ് V3. ഒബ്ജക്റ്റ് പ്ലസ് വാസ് അല്ലെങ്കിൽ വെയർ പ്ലസ് V3. ഒബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വെയർ പ്ലസ് V3. പറഞ്ഞേ, വെർബ് V2 അല്ലെങ്കിൽ ഡിഡ് വരുന്ന ഒരു സെന്റൻസ് ആണ് നിങ്ങൾക്ക് തരുന്നതെങ്കിൽ എന്റെ പാസീവ് എഴുതാൻ പറഞ്ഞ എങ്ങനെ എഴുതാം? ഒബ്ജക്റ്റ് പ്ലസ് വാസ് അല്ലെങ്കിൽ വെയർ പ്ലസ് V3. ഒബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വെയർ പ്ലസ് V3. ഓക്കെ, നോക്കിയേ ചോദ്യം നോക്കിയേ. ദേ സ്റ്റാർട്ടഡ് എ ജോബ്. ദേ സ്റ്റാർട്ടഡ് എ ജോബ്. ദേ സബ്ജക്റ്റ് ആണ്. സ്റ്റാർട്ടർ എന്ന് പറഞ്ഞാൽ V2. അപ്പം വാസ് ഓർ വെയർ പ്ലസ് V3 വരണം. എ ജോബ് എന്ന് പറഞ്ഞ ഒബ്ജക്റ്റ്. പാസീവ് പറഞ്ഞേ ആദ്യം എന്താ? ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റ് ഏതാ? എ ജോബ്. എ ജോബ് സിംഗുലാർ അല്ലേ കുട്ടികളെ? സിംഗുലാർ ആയതുകൊണ്ട് വാസ് വെയറിൽ ഏതെഴുതാം? വാസ് എഴുതാം. എ ജോബ് വാസ്. ഇനി എന്താ? V3. സ്റ്റാർട്ടഡിന്റെ V3 സ്റ്റാർട്ടഡ് തന്നെയാണ്. സ്റ്റാർട്ടഡ് എങ്ങനെ കിട്ടുന്നു? എ ജോബ് വാസ് സ്റ്റാർട്ടഡ് ബൈ ആരാണ്ടേ? ദം. ബൈ ദം. ബൈ ദം. എ ജോബ് വാസ് സ്റ്റാർട്ടഡ് ബൈ ദം. അടുത്ത നോക്കിയേ ചോദ്യം. ഹി ലവ്ഡ് റൊമാൻറ്റിക് സോങ്സ്. ഹി ലവ്ഡ് റൊമാൻറ്റിക് സോങ്സ്. പറഞ്ഞു നോക്കിയേ. ഹി എന്ന് പറയുന്ന സബ്ജക്റ്റ് ആണ്. ലവ്ഡ് എന്ന് പറയുന്നത് വെർബാണ്. V2 ആണ്. റൊമാൻറ്റിക് സോങ്സ്. റൊമാൻറ്റിക് സോങ്സ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ആണ്. പാസീവ് എങ്ങനെ പറയാം കുട്ടികളെ? നമുക്ക് അപ്പൊ ഏതൊക്കെ ഓക്സിലറി വരാം? വാസും വരാം, വേറും വരാം. അപ്പൊ നമ്മൾ എങ്ങനെ പാസീവ് എഴുതാം? ഒബ്ജക്റ്റ് പ്ലസ് ഒബ്ജക്റ്റ് ഏതാ? റൊമാൻറ്റിക് സോങ്സ്. നീ റൊമാൻറ്റിക് സോങ്സ് എന്ന് പറയുന്നത് സിംഗുലാർ ആണ്, പ്ലൂറൽ ആണ്? എസ്സിൽ അവസാനിക്കുന്നതാണ്. നമുക്ക് പ്ലൂറൽ ആണ്. അപ്പൊ നമുക്ക് വാസ് വേറിൽ ഏതെഴുതാം? വെയർ. റൊമാൻറ്റിക് സോങ്സ് വെയർ. അത് കഴിഞ്ഞിട്ട് എന്ത് എഴുതാൻ പറഞ്ഞു? V3. ഇത് ലവിന്റെ മൂന്നാമത്തെ ഒരു രൂപ ഏതാ? ലവ്ഡ് തന്നെയാണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടുന്നു? റൊമാൻറ്റിക് സോങ്സ് വെയർ ലവ്ഡ് ബൈ ആരാണ്ടോ? ഹിം. ബൈ ഹിം. അടുത്ത ചോദ്യം നോക്കിയേ. ഹി സോൾവ്ഡ് ദ പ്രോബ്ലം. ഹി സോൾവ്ഡ് ദ പ്രോബ്ലം. ഹി എന്ന് പറയുന്ന സബ്ജക്റ്റ് ആണ്. സോൾവ്ഡ് എന്ന് പറയുന്ന വെർബാണ്. V2 ആണ്. ദ പ്രോബ്ലം എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ആണ്. പാസീവ് പറഞ്ഞേ ആദ്യം ഒബ്ജക്റ്റ് ഏതാ? ദ പ്രോബ്ലം. ദ പ്രോബ്ലം. ദ പ്രോബ്ലം എന്ന് പറയുന്നത് സിംഗുലാർ ആണ്, പ്ലൂറൽ ആണ്? സിംഗുലാർ. നമുക്ക് V2 വരുന്ന സെൻസിൽ ഏതൊക്കെ ഓക്സിലറി എടുക്കാം? വാസ് അല്ലെങ്കിൽ വേർ കഴിഞ്ഞിട്ട് V3 എഴുതുക. അപ്പൊ നമുക്ക് ദ പ്രോബ്ലം സിംഗുലാർ ആയതുകൊണ്ട് വാസ്. ദ പ്രോബ്ലം വാസ് സോൾവ്ഡ് ബൈ ആരാണ്? ബൈ ഹിം. ബൈ ഹിം. ഇങ്ങനെ കിട്ടുന്നു. ദ പ്രോബ്ലം വാസ് സോൾവ്ഡ് ബൈ ഹിം. അടുത്ത ചോദ്യം നോക്കിയാൽ കുട്ടികളെ. ദേ ഡിഡ് റൈറ്റ് ആൻ എക്സാം. ദേ ഡിഡ് റൈറ്റ് ആൻ എക്സാം. ദേ എന്ന് പറയുന്ന സബ്ജക്റ്റ് ആണ്. ഡിഡ് എന്ന് പറയുന്ന ഓക്സിലറി വെർബ്. കണ്ട, ഓക്സിലറി ഡിഡ് വരുന്ന സെന്റൻസിന്റെ പാസീവ് എങ്ങനെ എഴുതും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഡിഡ് വന്നു കഴിഞ്ഞാൽ ഏതൊക്കെ എടുക്കാന്ന് പറഞ്ഞു? വാസ് ഓർ വെയർ. റൈറ്റ് എന്ന് പറയുന്ന വെർബാണ്. ആൻ എക്സാം എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ആണ്. അപ്പൊ V2 അല്ലെങ്കിൽ ഡിഡ് വരുന്ന സെന്റൻസുകൾ, ഡിഡ് വരുന്ന സെന്റൻസ് ആണ് വന്നു കഴിഞ്ഞാൽ പാസീവ് എങ്ങനെയാണ് കുട്ടികളെ? ഒബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വെയർ പ്ലസ് V3. ഒബ്ജക്റ്റ് ഏതാണ്? ആൻ എക്സാം. ആൻ എക്സാം. ഇനി നോക്ക്, ആൻ എക്സാം സിംഗുലാർ ആയതുകൊണ്ട് വാസ് വെയറിൽ ഏതെഴുതാം? വാസ്.
നമുക്ക് വാസ്, ആൻ എക്സാം വാസ്, റൈറ്റിന്റെ മൂന്നാമത്തെ രൂപ ഏതാ? റിട്ടൺ. ആൻ എക്സാം വാസ് റിട്ടൺ ബൈ ദം. പാസീവായി. ആൻ എക്സാം വാസ് റിട്ടൺ ബൈ ദം. അടുത്ത ചോദ്യം നോക്കിയേ. ഷീല റോട്ട് എ നോവൽ. ഷീല റോട്ട് എ നോവൽ. ഷീല എന്ന് പറയുന്നത് സബ്ജക്റ്റ്, റോട്ട് എന്ന് പറയുന്നത് വെർബ് V2 ആണ്, എ നോവൽ എന്ന് പറയുന്നത് ഒബ്ജക്റ്റ്. പാസീവ് പറഞ്ഞ കുട്ടികളെ, പാസീവ് പറഞ്ഞേ. എങ്ങനെ പറയാം? ആദ്യം ഒബ്ജക്റ്റ് എ നോവൽ, എ നോവൽ. ഇനി എ നോവൽ സിംഗുലർ ആയതുകൊണ്ട് നമുക്ക് ഏതൊക്കെ എടുക്കാം? വാസ് അല്ലെങ്കിൽ വേറല്ലേ വരുന്നത്? V2 വരുന്ന സെൻസിന്റെ പാസീവ് എങ്ങനെയാണ്? ഒബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വേർ പ്ലസ് V3. അപ്പൊ എ നോവൽ സിംഗുലർ ആയതുകൊണ്ട് വാസ്, വാസ്. അത് കഴിഞ്ഞിട്ട് എന്ത് എഴുതണം കൂട്ടലെ? റൈറ്റിന്റെ മൂന്നാമത്തെ രൂപം റിട്ടൺ ബൈ ആരാണ്ട്? ഷീല. പേരാണെങ്കിൽ അതുപോലെ എഴുതാം, ബൈ ഷീല. നമുക്ക് എത്രയേ ഉള്ളൂ. ക്ലിയർ ആണോ? അവിടെ സ്റ്റേറ്റ്മെന്റ് സെന്റൻസുകളാണ് നമ്മളിപ്പോൾ ചെയ്തു പോയത് കേട്ടോ. എല്ലാം നൗൺ അല്ലെങ്കിൽ പ്രൊനൗണിൽ തുടങ്ങുന്ന സെന്റൻസുകളാണ്. അപ്പോൾ ഇതിന്റെ എല്ലാത്തിനും റൂൾ ഒന്ന് തന്നെയാണ്. ഈ റൂള് തന്നെയാണ് നമ്മൾ അടുത്തതിലും പറയുന്നത്. അപ്പോൾ ഈ 5 പാസീവ് റൂൾ എന്ന് പറഞ്ഞാൽ കൂട്ടലെ, 5 പാസീവ് റൂൾ എന്ന് പറഞ്ഞാണ്. 5 പാസീവ് റൂൾ എന്ന് പറഞ്ഞേ. ഒന്നാമത്തെ റൂൾ ഏതാ പറഞ്ഞത്? തന്നിരിക്കുന്ന സെന്റൻസില് എന്തുവാ? ഈസ്, ആം, ആർ പറഞ്ഞ് പാസീവ് റൂൾ ഒന്ന് എഴുതി പഠിച്ചോണേ. ഇത്രയുള്ള കാര്യം. പാസീവ് റൂളാണ് നമ്മൾ പറഞ്ഞത്. പാസീവ് റൂള് ഏതായിരുന്നു? തന്നിരിക്കുന്ന ചോദ്യത്തിനകത്ത് ഈസ്, ആം, ആറ്, അതുപോലെ വാസ്, വേർ വരുന്ന ചോദ്യങ്ങളാണെങ്കിൽ പാസീവ് റൂൾ എങ്ങനെയാണ്? ഒബ്ജക്റ്റ് പ്ലസ് ഓക്സിലറി വെർബ് പ്ലസ് ബീയിങ് പ്ലസ് V3 പ്ലസ് ബീയിങ് പ്ലസ് V3 ഒന്നാമത്തെ. രണ്ടാമത്തെ ആണെങ്കിലോ ഹാസ്, അതുപോലെ ഹാവ്, ഹാഡ് വരുന്ന സെന്റൻസുകളാണെങ്കിൽ പാസീവ് എങ്ങനെ എഴുതാം? ഒബ്ജക്റ്റ് പ്ലസ് ഓക്സിലറി വെർബ് ബീൻ പ്ലസ് V3 ബീൻ പ്ലസ് V3. മൂന്നാമത്തെ ആണെങ്കിലോ വില്ല് മുതൽ ഓട്ടിറ്റ് വരെ വരുന്ന ചോദ്യങ്ങളാണെങ്കിലോ, വില്ല് മുതൽ ഓട്ടിറ്റ് വരെ വരുന്ന ചോദ്യങ്ങളാണെങ്കിലോ പാസീവ് എങ്ങനെ എഴുതാം? ഒബ്ജക്റ്റ് പ്ലസ് ഓക്സിലറി വെർബ് ബി പ്ലസ് V3 ബി പ്ലസ് V3. ഇനി അതേപോലെ V1 അല്ലെങ്കിൽ എസ്സിൽ അവസാനിക്കുന്ന വെർബ് അല്ലെങ്കിൽ ഡു അല്ലെങ്കിൽ ഡെസ് വരുന്ന സെൻസുകളാണെങ്കിൽ പാസീവ് എങ്ങനെ എഴുതാം? ഒബ്ജക്റ്റ് പ്ലസ് ഈസ്, ആം, ആർ. ഈസ്, ആം, ഈസ്, ആം, ആർ. ഈസ്, ആം, ആർ പ്ലസ് ഈസ്, ആം, ആർ പ്ലസ് ഏതാണ്ടേ? ഈസ്, ആം, ആർ പ്ലസ് V3. ഇനി മൂന്നാമത്തെ ലാസ്റ്റത്തെ റൂൾ ഏതാ? V2 അല്ലെങ്കിൽ ഡിഡ് വരുന്ന സെന്റൻസുകളാണ് വരുന്നതെങ്കിൽ അതിന്റെ പാസീവ് എങ്ങനെ എഴുതാം? ഒബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വെയർ, വാസ് ഓർ വെയർ പ്ലസ് V3 വാസ് ഓർ വെയർ പ്ലസ് V3. ഒബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വെയർ പ്ലസ് V3. ഈ 5 റൂളാണ് പാസീവ് റൂൾ. ഇത് വെച്ചിട്ടാണ് നമ്മൾ എല്ലാ സെന്റൻസും ചെയ്തത്. അപ്പോൾ നമ്മളൊരു സ്റ്റേറ്റ്മെന്റ് സെന്റൻസ് ആണ് അത് വെച്ചിട്ട് അത്രയും ചെയ്തത്. സ്റ്റേറ്റ്മെന്റ് സെന്റൻസുകളുടെ പാസീവ് വോയിസ് ആണ് നമ്മളിപ്പോൾ പറഞ്ഞു നിർത്തത്. ക്ലിയർ ആണല്ലോ കുട്ടികളെ? നമ്മൾ പറഞ്ഞു നിർത്തിയത് പാസീവ് റൂളാണ്. ക്ലിയർ ആണല്ലോ? പാടുണ്ടോ? കുഴപ്പമില്ല. ഓക്കെ. അപ്പോൾ ഒബ്ജക്റ്റ് എങ്ങനെ കണ്ടെത്താം? വെർബിന്റെ തൊട്ടടുത്ത് വരുന്ന വാക്കുകളാണ് ഒബ്ജക്റ്റ്. ഇനി അത് കഴിഞ്ഞിട്ട് ഓക്സിലറി വെർബ് ആണെങ്കിലോ ഒബ്ജക്റ്റിന്റെ സിംഗുലാർ പ്ലൂറൽ അനുസരിച്ച് വേണം ഓക്സിലറി വെർബ് എഴുതാൻ. ഓക്കെ. ഓക്കെ. അടുത്ത് നമ്മൾ നോക്കുന്നത് ഇന്ററോഗേറ്റീവ് സെന്റൻസുകളുടെ പാസീവ് വോയിസ് ആണ്. നമ്മൾ നേരത്തെ പഠിച്ച അതേ ഇക്വേഷൻ വെച്ചിട്ടാണ് ഇന്ററോഗേറ്റീവ് എഴുതുന്നത്. അപ്പോൾ ആ ഇക്വേഷൻ എങ്ങനെയായിരുന്നു കുട്ടികളെ? തന്നിരിക്കുന്ന സെന്റൻസുകളിൽ ഈസ്, ആം, ആർ, വാസ്, വെയർ ഉണ്ടെങ്കിൽ എന്ത് ചേർക്കുക? പാസീവ് വോയിസിലെ ഒബ്ജക്റ്റ് പ്ലസ് ഓക്സിലറി വെർബ് ബീയിങ് പ്ലസ് V3. ഇനി അതേപോലെ ഹാസ്, ഹാവ്, ഹാഡ് വരുന്ന സെന്റൻസുകളാണെങ്കിൽ ഒബ്ജക്റ്റ് പ്ലസ് ഓക്സിലറി വെർബ് ആയിട്ട് ഓക്സിലറി വെർബ് ബീൻ പ്ലസ് V3. വില്ല് മുതൽ ഓട്ടിറ്റ് വരെ വരുന്ന ഓക്സിലറീസ് വരുന്ന സെന്റൻസ് ആണെങ്കിലോ ഒബ്ജക്റ്റ് പ്ലസ് ഓക്സിലറി വെർബ് ബി പ്ലസ് V3. സിമ്പിൾ പ്രസന്റ് ആണെങ്കിലോ V1 അല്ലെങ്കിൽ എസ്സിൽ അവസാനിക്കുന്ന വെർബ് ഡു അല്ലെങ്കിൽ ഡസ് വരുന്ന സെന്റൻസുകളാണെങ്കിൽ പാസീവ് വോയിസ് എഴുതുമ്പോഴത്തേക്കും ഒബ്ജക്റ്റ് ഈസ്, ആം, ആർ പ്ലസ് V3. സിമ്പിൾ പാസ്റ്റ് അല്ലെങ്കിൽ V2 അല്ലെങ്കിൽ ഡിഡ് വരുന്ന സെന്റൻസ് ആണെങ്കിൽ ഒബ്ജക്റ്റ് ഓക്സിലറി വെർബായിട്ട് ഏത് ഉപയോഗിക്കാം? ഓക്സിലറി ആയിട്ട് വാസ് ഓർ വെയർ പ്ലസ് V3 ഉപയോഗിക്കണം. വാസ് ഓർ വെയർ പ്ലസ് V3. ക്ലിയർ ആണല്ലോ? ഇനി നമ്മൾ ഇന്ററോഗേറ്റീവ് ആണ് അടുത്ത് നോക്കുന്നത്. ഓക്കെ. തന്നിരിക്കുന്ന സെന്റൻസ് ഇന്ററോഗേറ്റീവ് ആണെന്ന് എങ്ങനെ മനസ്സിലാക്കാം കുട്ടികളെ? ക്വസ്റ്റ്യൻ വേർഡിലോ അല്ല എങ്കിൽ ഓക്സിലറി വെർബിലോ തുടങ്ങി ക്വസ്റ്റ്യൻ മാർക്കിൽ അവസാനിക്കുന്ന സെന്റൻസുകളാണ് ഇന്ററോഗേറ്റീവ്. ക്വസ്റ്റ്യൻ വേർഡിലോ ഓക്സിലറി വെർബിലോ തുടങ്ങി എന്തിൽ അവസാനിക്കുന്നു? ക്വസ്റ്റ്യൻ മാർക്കിൽ അവസാനിക്കുന്ന സെന്റൻസുകളാണ് ഇന്ററോഗേറ്റീവ്. നോക്കിയേ എക്സാമ്പിൾ നോക്കിയേ. ഹൗ ഈസ് ഷീ സിംഗിങ് എ സോങ്. എന്ത് തുടങ്ങിയിരിക്കുന്നു കുട്ടികളെ? ഹൗ എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ വേർഡാണ്. ക്വസ്റ്റ്യൻ വേർഡ് തുടങ്ങിയോണ്ട് അതിന് എന്തെന്ന് പറയാം? ഇന്ററോഗേറ്റീവ് എന്ന് പറയാം. ക്വസ്റ്റ്യൻ മാർക്കിൽ അവസാനിക്കുന്നു. കണ്ടല്ലോ? അടുത്ത് നോക്കിയേ. ആർ ദേ സിംഗിങ്
എ സോങ്. ആർ ദേ സിംഗിങ് എ സോങ്. ആർ എന്ന് പറയുന്നത് ഓക്സിലറി വേർബാണ്. ഓക്സിലറി വേർബിൽ തുടങ്ങി എന്തിൽ അവസാനിക്കുന്നു? ക്വസ്റ്റ്യൻ മാർക്കിൽ അവസാനിച്ചിരിക്കുന്നു. എന്ത് ടൈപ്പ് സെന്റൻസ് ആണ്? ഇന്ററോഗേറ്റീവ് സെന്റൻസ് ആണ്. എന്ത് ചെയ്യും? ക്വസ്റ്റ്യൻ വേർഡ് തുടങ്ങി അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഓക്സിലറി വെർബിൽ തുടങ്ങി ക്വസ്റ്റ്യൻ മാർക്കിൽ അവസാനിക്കുന്ന സെന്റൻസുകൾക്ക് പറയുന്ന പേര് ഇന്ററോഗേറ്റീവ് സെന്റൻസുകൾ. ക്ലിയർ ആണല്ലോ? നോക്കിയേ, ഇത്തരം സെന്റൻസുകളുടെ പാസീവ് വോയിസ് എഴുതുന്ന ഇക്വേഷൻ ആണ് നമ്മൾ അടുത്ത് പഠിക്കുന്നത്. ഇത്തരം സെന്റൻസുകൾ എങ്ങനെ പാസീവ് വോയിസ് എഴുതാം എന്നതിനെ കുറിച്ചാണ് നോക്കുന്നത്. ഒരു ചെറിയ ഇക്വേഷൻ പഠിക്കുക. നമ്മൾ നേരത്തെ റൂളൊക്കെ തന്നെയാണ്. അതിന്റെ ഫ്രണ്ടിൽ ഒരു ക്വസ്റ്റ്യൻ വേർഡും കൂടി ചേർക്കണം. റൂള് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ നമ്മളെ ഇക്വേഷൻ എങ്ങനെയാണ്? പ്ലസ് ഓർ മൈനസ് ക്വസ്റ്റ്യൻ വേർഡ്. പറഞ്ഞ കൂട്ടളെ, പ്ലസ് ഓർ മൈനസ് ക്വസ്റ്റ്യൻ വേർഡ് പ്ലസ് ഓക്സിലറി വെർബ് പ്ലസ് ഒബ്ജക്റ്റ് പ്ലസ് പാസീവ് റൂൾ. ഇക്വേഷൻ പറഞ്ഞേ എങ്ങനെ എഴുതുമെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. പ്ലസ് ഓർ മൈനസ് ക്വസ്റ്റ്യൻ വേർഡ്, അത് കഴിഞ്ഞിട്ട് എന്ത് ചേർക്കണം? പ്ലസ് ഓക്സിലറി വെർബ്, അത് കഴിഞ്ഞിട്ട് പ്ലസ് ഒബ്ജക്റ്റ് പ്ലസ് പാസീവ് റൂൾ. ഒന്നും കൂടെ പറഞ്ഞേ, പ്ലസ് ഓർ മൈനസ് ക്വസ്റ്റ്യൻ വേർഡ് പ്ലസ് ഓക്സിലറി വെർബ് പ്ലസ് ഒബ്ജക്റ്റ് പ്ലസ് പാസീവ് റൂള്. നോക്കിയേ, പ്ലസ് ഓർ മൈനസ് ക്വസ്റ്റ്യൻ വേർഡ് എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന ചോദ്യത്തില് ഹൂ ഒഴികെ ഏത് ക്വസ്റ്റ്യൻ വേർഡ് വന്നാലും നിലനിർത്തുക, എടുത്തെഴുതുക. തന്നിരിക്കുന്ന ചോദ്യത്തില് ഹൂ ഒഴികെ ഏത് ക്വസ്റ്റ്യൻ വേർഡ് വന്നാലും അത് അതുപോലെ അങ്ങ് എഴുതുക. പാസീവ് വോയിസ് എഴുതുമ്പം അതുപോലെ എഴുതുക. എന്നാ ഹൂ വരികയാണെങ്കിൽ ബൈ ഹൂമിൽ തുടങ്ങുക. ഹൂ വരികയാണെങ്കിൽ എന്ത് തുടങ്ങണം കൂട്ടല്ലേ? ബൈ ഹൂമിൽ തുടങ്ങണം. ഹൂ വരികയാണെങ്കിൽ ബൈ ഹൂമിൽ തുടങ്ങുക. പറഞ്ഞേ, ഹൂ ഒഴികെ ഏത് ക്വസ്റ്റ്യൻ വേർഡ് വന്നാലും അത് നിലനിർത്തുക. ഹൂ ആണ് വരുന്നതെങ്കിൽ ബൈ ഹൂമിൽ തുടങ്ങുക. ഹൂ വന്നു കഴിഞ്ഞാൽ എന്ത് തുടങ്ങണം? ബൈ ഹൂമിൽ തുടങ്ങണം. ഓക്കെ, രണ്ടാമത്തെ നോക്കിയേ, ഓക്സിലറി വെർബ്. തന്നിരിക്കുന്ന ചോദ്യത്തില് നമ്മൾ അടുത്ത് എന്താണ് എഴുതേണ്ടത്? ഓക്സിലറി ആണ്. നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ് കേട്ടോ. ഈ ഓക്സിലറി വെർബ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഒബ്ജക്റ്റ് എഴുതുന്നത്. അപ്പൊ നമ്മള് ചോദ്യത്തില് പാസീവില് ഓക്സിലറി എഴുതുമ്പം ഒബ്ജക്റ്റിന്റെ സിംഗുലാർ പ്ലൂറൽ അനുസരിച്ച് വേണം ഓക്സിലറി മുന്നിൽ എടുത്ത് എഴുതാൻ. അതെപ്പോഴും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒബ്ജക്റ്റിന്റെ സിംഗുലാർ പ്ലൂറൽ അനുസരിച്ച് എന്ത് എഴുതുക? ഓക്സിലറി മുന്നിൽ എഴുതുക. നമ്മൾ നേരത്തെ പറഞ്ഞപ്പം ഓക്സിലറി അത് കഴിഞ്ഞിട്ട് എന്ത് എഴുതണം കൂട്ടളെ? ഒബ്ജക്റ്റ് ആദ്യം എഴുതുക, പിന്നെയാണ് ഓക്സിലറി വന്നത്. അപ്പൊ നമ്മൾ ഇവിടെ പറയണത് ഒബ്ജക്റ്റ് ആദ്യം എഴുതി കൊടുക്കും. ഒബ്ജക്റ്റ് ആദ്യം എഴുതി കൊടുക്കുക, അല്ലെങ്കിൽ സോറി, ഒബ്ജക്റ്റ് ഓക്സിലറിക്ക് ശേഷം എഴുതി കൊടുക്കണം. ഓക്സിലറി വെർബാണ് ആദ്യം എഴുതി കൊടുക്കേണ്ടത്. അതായത് ഇന്ററോഗേറ്റീവ് സെന്റൻസുകളിൽ എപ്പോഴും ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഓക്സിലറി വെർബ് കഴിഞ്ഞിട്ടാണ് സബ്ജക്റ്റ് വരുന്നത്. അതുകൊണ്ടാണ് ഓക്സിലറി കഴിഞ്ഞിട്ട് ഒബ്ജക്റ്റ് എഴുതുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ഒബ്ജക്റ്റിന് അനുസരിച്ച് വേണം ഓക്സിലറി വെർബ് എഴുതാൻ. ഒബ്ജക്റ്റ് സിംഗുലാർ ആണെങ്കിൽ ഓക്സിലറി സിംഗുലാർ എഴുതുക, ഒബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ പ്ലൂറൽ എഴുതുക. അത് കഴിഞ്ഞ ഉടനെ എന്ത് എഴുതുക? ഒബ്ജക്റ്റ് എഴുതുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെർബിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന വാക്കാണ് ഒബ്ജക്റ്റ്. അത് കഴിഞ്ഞിട്ട് പാസീവ് റൂൾ എഴുതുക. പാസീവ് റൂൾ നമ്മൾ നേരത്തെ പഠിച്ചത് ഈസ്, ആം, ആറ്, വാസ്, വെയർ വരുന്ന സെന്റൻസുകളാണെങ്കിൽ അതിന്റെ പാസീവ് എങ്ങനെ എഴുതാം? ഒബ്ജക്റ്റ് പ്ലസ് ഓക്സിലറി വെർബ്. നമ്മൾ ഒബ്ജക്റ്റ് ഓക്സിലറിയും കഴിഞ്ഞു, ഇനി എന്തേ ഉള്ളൂ? ബീയിങ് പ്ലസ് V3. അപ്പൊ ബീയിങ് കഴിഞ്ഞിട്ട് V3 എഴുതി കൊടുക്കാം. ഇനി ഹാസ്, ഹാവ്, ഹാർഡ് വരുന്ന സെന്റൻസ് ആണെങ്കിൽ എങ്ങനെ പാസീവ് ആണ്? ഒബ്ജക്റ്റ് പ്ലസ് ഓക്സിലറി വെർബ് ബീൻ പ്ലസ് V3. ഒബ്ജക്റ്റും ഓക്സിലറി നമ്മൾ എഴുതി കഴിഞ്ഞു, ഇനി എന്തേ ഉള്ളൂ? ബീന് കഴിഞ്ഞിട്ട് V3 എഴുതുക. അത് ആ ഭാഗത്ത് എഴുതി കൊടുക്കുക. ബീൻ കഴിഞ്ഞിട്ട് V3 എഴുതുക. ഇനി വില്ല് മുതൽ ഓട്ടിട്ട് വരെ വരുന്ന ചോദ്യങ്ങളാണെങ്കിലാ ഒബ്ജക്റ്റ് പ്ലസ് ഓക്സിലറി വെർബ് ബി പ്ലസ് V3. ഒബ്ജക്റ്റും ഓക്സിലറി നമ്മൾ എഴുതി കഴിഞ്ഞു, പിന്നെ അത് കഴിഞ്ഞിട്ട് എന്തേ ഉള്ളൂ? ബി കഴിഞ്ഞിട്ട് V3. അതവിടെ എഴുതി കൊടുക്കാം. V1 അല്ലെങ്കിൽ എസ്സിൽ അവസാനിക്കുന്ന വെർബ് ഡു അല്ലെങ്കിൽ ഡെസ് വരുന്ന സെൻസ് എങ്ങനെ പാസീവ് എഴുതാം? ഒബ്ജക്റ്റ് പ്ലസ് ഈസ്, ആം, ആറ് പ്ലസ് V3. ഓക്കെ, ഒബ്ജക്റ്റും ഓക്സിലറി എഴുതി, ഇനി എന്തേ അതിനകത്തുള്ളൂ? V3 മാത്രമേ ഉള്ളൂ. അതവിടെ എഴുതി കൊടുക്കുക. V2 അല്ലെങ്കിൽ ഡിഡ് വരുന്ന സെൻസ് പാസീവ് എങ്ങനെ എഴുതാം? ഒബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വെയർ പ്ലസ് V3 അല്ലേ? അപ്പൊ ഒബ്ജക്റ്റും ഓക്സിലറി എഴുതി കഴിയും, വാസ്, വെയർ അതിൽ ഏതെങ്കിലും ഓക്സിലറി എഴുതി, ഇനി എന്തേ ഉള്ളൂ? V3 ഉള്ളൂ. V3 അവിടെ എഴുതുക. ഓക്കെ, ഇപ്പൊ ഇന്ററോഗേറ്റീവ് സെന്റൻസിന്റെ പാസീവ് വോയിസ് എന്ന് പറഞ്ഞാൽ കൂട്ടിൽ എങ്ങനെ ഇക്വേഷൻ പറഞ്ഞു? പ്ലസ് ഓർ മൈനസ് ക്വസ്റ്റ്യൻ വേർഡ് പ്ലസ് ഓക്സിലറി വെർബ് പ്ലസ് ഒബ്ജക്റ്റ് പ്ലസ് പാസീവ് റൂൾ. ഒരു തവണയും കൂടെ പ്ലസ് ഓർ മൈനസ് ക്വസ്റ്റ്യൻ വേർഡ്. ഇനി ക്വസ്റ്റ്യൻ വേർഡ് ഇല്ലാത്ത സെന്റൻസ് ആണ്, ഓക്സിലറി വെർബിൽ തുടങ്ങുന്നതാണ്. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ വേർഡ് എഴുതണ്ട, അടുത്ത ഓക്സിലറി തൊട്ട് തുടങ്ങി പോയാൽ മതി. ഒബ്ജക്റ്റിനനുസരിച്ച് ഓക്സിലറി എഴുതുക, അതിനുശേഷം ഒബ്ജക്റ്റ് എഴുതുക, പാസീവ് റൂൾ പാലിക്കാം. അത്രയും മാത്രം എഴുതിയാൽ മതി. ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇടണം. നമുക്ക് പ്ലസ് ക്വസ്റ്റ്യൻ മാർക്ക് കേട്ടോ, പ്ലസ് ക്വസ്റ്റ്യൻ മാർക്കാണേ, അവസാനം ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇടണം. ക്ലിയർ ആണല്ലോ? ഹൂ ഒഴികെ ഏത് ക്വസ്റ്റ്യൻ വേർഡ് വന്നാലും അത് എഴുതാം. ഹൂ വന്നു കഴിഞ്ഞാൽ എന്ത് തുടങ്ങാം? ബൈ ഹൂമിൽ തുടങ്ങാം. ഹൂ വന്നു കഴിഞ്ഞാൽ ബൈ ഹൂമിൽ തുടങ്ങാം. നോക്കി എക്സാമ്പിൾ നോക്കാം. അപ്പൊ നമുക്ക് പെട്ടെന്ന് കിട്ടും. ഹൗ ഈസ് ഷീ സിംഗിങ് എ സോങ്.
ഏത് ചോദ്യം വന്നാലും നിങ്ങൾ എല്ലാവരും എന്നോടൊപ്പം ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ കുട്ടികളെ. ഇതിൻ്റെയൊക്കെ പാർട്ട് എഴുതണം കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ക്വസ്റ്റ്യൻസ് സിംപ്ലിഫൈ ആവും. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് എഴുതാൻ വേണ്ടി പറ്റും. എന്നിട്ട് ഇക്വേഷൻ കൂടെ ഓർത്താൽ മതി. ഹൗ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ വേർഡാണ്, ഈസ് എന്ന് പറയുന്ന ഓക്സിലറി വെർബാണ്, ഷീ എന്ന് പറയുന്ന സബ്ജക്റ്റ് ആണ്, സിംഗിങ് എന്ന് പറയുന്ന വെർബാണ്, എ സോങ് എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ആണ്. എ സോങ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ആണ്. പാസീവ് പറഞ്ഞേ പ്ലസ് ഓർ മൈനസ്. ഇക്വേഷൻ എങ്ങനെയാണ് പറഞ്ഞത്? പ്ലസ് ഓർ മൈനസ് ക്വസ്റ്റ്യൻ വേർഡ് പ്ലസ് ഓക്സിലറി വെർബ് പ്ലസ് ഒബ്ജക്റ്റ് പ്ലസ് പാസീവ് റൂള് പ്ലസ് ക്വസ്റ്റ്യൻ മാർക്ക്. എങ്ങനെ പറയാം? ക്വസ്റ്റ്യൻ വേർഡ് ഏതാണ് എഴുതുന്നത്? ഹൗ ആണ്. ഹൂ ഒഴികെ ഏത് വന്നാലും നിലനിർത്താം. അപ്പോൾ നമുക്ക് ഹൗ അതേപോലെ എഴുതാം, ഹൗ. അത് കഴിഞ്ഞിട്ട് എന്ത് എഴുതണം കുട്ടികളെ? ഓക്സിലറി വെർബ്. ഓക്സിലറി ഏതാണ്? ഓക്സിലറി ആയിട്ട് ഈസ് ആണ് കിടക്കുന്നത്. ഈസ് എഴുതുന്നതിന് മുമ്പേ നമ്മൾ ആദ്യം നോക്കേണ്ടത് എന്താ? ഒബ്ജക്റ്റ്. എ സോങ്. എ സോങ് എന്ന് പറയുന്നത് എന്തുവാണ്? സിംഗുലാർ ആണോ പ്ലൂറൽ ആണോ? സിംഗുലാർ. അപ്പൊ നമുക്ക് ഈസിനെ എഴുതിക്കൂടെ? അപ്പൊ നമ്മൾ എഴുതി ഈസ്. ഹൗ ഈസ്. അതിന്റെ ഒബ്ജക്റ്റ് എ സോങ്. ഹൗ ഈസ് എ സോങ്. അതിന്റെ എന്ത് എഴുതണം കൂട്ടല്ലേ? ഹൗ ഈസ് എ സോങ്. നോക്കുക. അത് കഴിഞ്ഞിട്ട് ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റ് ഏതാ? ഒബ്ജക്റ്റ് എഴുതി. ഇനി അത് കഴിഞ്ഞിട്ട് പാസീവ് റൂൾ ആണ്. ഈസ് വരുന്ന സെന്റൻസിൽ ഇനി എന്ത് എഴുതാണ്ട്? ബാലൻസ്. ഓക്സിലറിയും കഴിഞ്ഞു, ഒബ്ജക്റ്റും കഴിഞ്ഞു. ഈ ബാലൻസ് കിടക്കുന്നതാണ് ബീയിങ് പ്ലസ് V3. അപ്പൊ നമ്മൾ ബീയിങ് ചേർത്തിട്ട് ബീയിങ്. സിംഗിന്റെ മൂന്നാമത്തെ രൂപം ഏതാ? സങ്. ബീയിങ് സങ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ മാർക്ക്. എങ്ങനെ ഇടുന്നു? ഹൗ ഈസ് എ സോങ് ബീയിങ് സങ്. ഹൗ ഈസ് എ സോങ് ബീയിങ് സങ്. പാസീവായിട്ട് മാറി. അടുത്ത ചോദ്യം നോക്കിയേ. ആർ ദേ സിംഗിങ് എ സോങ്. ആർ ദേ സിംഗിങ് എ സോങ്. പാസീവ് പറഞ്ഞേ. ആർ എന്ന് പറയുന്നത് ഓക്സിലറി വെർബാണ്, ദേ എന്ന് പറയുന്നത് സബ്ജക്റ്റ് ആണ്, സിംഗിങ് എന്ന് പറയുന്ന വെർബാണ്, എ സോങ് എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ആണ്. പാസീവ് പറഞ്ഞു നോക്കിയാണ് കൂട്ടലെ. പാസീവ് പറഞ്ഞു നോക്കിയേ. എങ്ങനെ പറയാം? നോക്കുക. ഈസ് അവിടെ ഓക്സിലറി. നോക്ക്. ആർ ഓക്സിലറി. നമ്മൾ ആദ്യം ക്വസ്റ്റ്യൻ വേർഡ് ഇല്ല. ഈ പ്ലസ് ഓർ മൈനസ് ഇട്ട് പറയുന്നത് ക്വസ്റ്റ്യൻ വേർഡ് ഉണ്ടെങ്കിൽ എഴുതിയാൽ മതി, ഇല്ലെങ്കിൽ എഴുതണ്ട. അതുകൊണ്ടാണ് പ്ലസ് ഓർ മൈനസ് ഇട്ട് പറയുന്നത്. നോക്കിയാൽ ക്വസ്റ്റ്യൻ വേർഡ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അടുത്ത ഓക്സിലറി തൊട്ട് തുടങ്ങിയാൽ മതി. ഓക്സിലറി ഏതാണ്? ആറാണ് കിടക്കുന്നത്. ആറ് തന്നെ അവിടെ എഴുതുമെന്ന് എങ്ങനെ നോക്കാം? ഒബ്ജക്റ്റ് നോക്കി. എ സോങ്. എ സോങ് സിംഗുലാർ ആണോ പ്ലൂറൽ ആണോ? സിംഗുലാർ. അപ്പൊ ആറ് എഴുതാൻ പറ്റുമോ? ഇല്ല. ആറിന്റെ സിംഗുലാർ രൂപം ഏതാ? ഈസ്. അപ്പൊ നമുക്ക് ഈസ്. അതിന്റെ എന്ത് എഴുതണം കൂട്ടല്ലേ? ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റ് ഏതാ? എ സോങ്. ഈസ് എ സോങ്. അതിന്റെ എന്താണ്? പാസീവ് റൂൾ. ഈസ് ഒക്കെ വരുന്ന സെൻസ്, ആറൊക്കെ വരുന്ന സെൻസിന്റെ പാസീവ് റൂളിൽ ഏത് വരുന്നു? ബാലൻസ് എന്ത് വരുന്നു? എന്തേ? ബീയിങ്. ബീയിങ്. സിംഗിന്റെ മൂന്നാമത്തെ രൂപം സങ്. ബീയിങ് സങ്. ബീയിങ് സങ്. ബൈ ആരാണ്? സബ്ജക്റ്റ് ഏതാണ് കൂട്ടല്ലേ? ബൈ. നമുക്ക് എന്ത് പറയാം? എന്ത് ചെയ്യും? ബൈ ദം. ഇവിടെയും ഉണ്ട് കേട്ടോ. ഇവിടെയും സബ്ജക്റ്റ് ഉണ്ട്. ബൈ ആരാണ്? ഹെർ. ക്വസ്റ്റ്യൻ മാർക്ക്. ബൈ ഹെർ. ഓക്കെ. ഇവിടെ ബൈ ദം. അപ്പൊ എങ്ങനെ പറയാം? ഈസ് എ സോങ് ബീയിങ് സങ് ബൈ ദം. ഈസ് എ സോങ് ബീയിങ് സങ് ബൈ ദം. അടുത്ത ചോദ്യം നോക്കിയേ. ഹാസ് ഹി ഡ്രോൺ 2 പിക്ചേഴ്സ്. ഹാസ് ഹി ഡ്രോൺ 2 പിക്ചേഴ്സ്. പാസീവ് പറഞ്ഞേ. ഹാസ് ഓക്സിലറി ആണ്, ഹി സബ്ജക്റ്റ് ആണ്, ഡ്രോൺ വെർബ് ആണ്, 2 പിക്ചേഴ്സ് ഒബ്ജക്റ്റ് ആണ്. പാസീവ് എങ്ങനെ പറയാം കുട്ടികളെ? എങ്ങനെ പറയാം? നമുക്ക് ആദ്യം ഓക്സിലറി ആണ് എഴുതേണ്ടത്, ക്വസ്റ്റ്യൻ വേർഡ് ഇല്ലാത്തതുകൊണ്ട്. ഹാസ് എഴുതുമെന്ന് എങ്ങനെ തീരുമാനിക്കാം? 2 പിക്ചേഴ്സ് നോക്കി. 2 പിക്ചേഴ്സ് എന്തുകൊണ്ടേ? പ്ലൂറൽ ഒബ്ജക്റ്റ് ആണ്. അപ്പൊ ഹാസ് എഴുതാൻ പറ്റുമോ? ഇല്ല. ഹാവ് എഴുതുക. അപ്പൊ നമുക്ക് ഹാവ് 2 പിക്ചേഴ്സ്. ഹാവ് 2 പിക്ചേഴ്സ്. ഇനി നോക്ക്. ഹാസ്, ഹാവ്, ഹാഡ് വരുന്ന സെൻസിന്റെ പാസീവ് റൂളിൽ ബാലൻസ് വരുന്ന ഭാഗം എന്താണ്? ഏത് വരുന്നു? നമ്മൾ ഓക്സിലറി എഴുതി, ഒബ്ജക്റ്റ് എഴുതി. ബാലൻസ് എന്ത് വരുന്നു? ബീൻ പ്ലസ് V3 ആണ് വരുന്നത്. അപ്പൊ നമ്മൾ ബീൻ ചേർത്തു. ബീൻ. അത് കഴിഞ്ഞിട്ട് എന്ത് ചേർക്കണം കൂട്ടലെ? V3 ഏതാണ്? ഡ്രോൺ തന്നെയാണ്. ആരാ സബ്ജക്റ്റ്? ബൈ ഹിം. എന്തെന്ന് വരുന്നു ഇവിടെ? have 2 pictures been drawn by him. Have 2 pictures been drawn by him. അവിടെ ഉത്തരമായിട്ട് വരുന്നു. ഓക്കെ. അടുത്ത ചോദ്യം നോക്കിയാണ്ടേ. Who solves the problem? Who solves the problem? കണ്ടല്ലോ. Who solves the problem? Who എന്ന് പറയുന്നത് സബ്ജക്റ്റ് ആണ്, സോറി ക്വസ്റ്റ്യൻ വേർഡ് ആണ്. സോൾവ്സ് എന്ന് പറയുന്നത് വെർബ് ആണ്. ദ പ്രോബ്ലം എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ആണ്. പാസീവ് പറഞ്ഞു നോക്കിയാണ് കുട്ടികളെ. എങ്ങനെ നമുക്ക് പാസീവ് പറയാം? നോക്കിയേ. ഹൂവിൽ തുടങ്ങി കഴിഞ്ഞാൽ എന്ത് തുടങ്ങാൻ പറഞ്ഞു? ബൈ ഹൂമിൽ തുടങ്ങാൻ പറഞ്ഞു. ബൈ ഹൂം. ബൈ ഹൂം. അത് കഴിഞ്ഞിട്ട് എന്ത് എഴുതണം? ബൈ ഹൂം കഴിഞ്ഞ ഉടനെ നോക്കിയേ ഓക്സിലറി ആണ് എഴുതേണ്ടത്. ഓക്സിലറി നമുക്കില്ല. നോക്ക്. വെർബ് എസ്സിൽ അവസാനിക്കുന്ന വെർബാണ് കിടക്കുന്നത്. എസ്സിൽ അവസാനിക്കുന്ന വെർബിന്റെ പാസീവ് വോയിസ് എന്ത് പഠിച്ചു നമ്മള്? V1 എസ്സിൽ അവസാനിക്കുന്ന വെർബൊക്കെ ഒന്ന് പാസീവ് വോയിസ് എന്ത് പഠിച്ചു കൂട്ടികളെ?
ഒബ്ജക്റ്റ് പ്ലസ് ഓക്സിലറി വെർബ്. ഓക്സിലറി ഏതൊക്കെയാണ്? വാസ് അല്ലെങ്കിൽ ഈ V1 അല്ലേ എസിൽ അവസാനിക്കുന്നത്. ഈസ് ആം ആർ. ഒബ്ജക്റ്റ് പ്ലസ് ഈസ് ആം ആർ പ്ലസ് V3 ആണ്. അപ്പൊ നമുക്ക് സോൾസിന് മണ്ടൽ വേണമെങ്കിൽ എഴുതി വെക്കാം ഈസ് ആം ആർ എന്ന്. ഇനി നോക്ക്, ദ പ്രോബ്ലം എന്ന് പറയുന്ന ഒബ്ജക്റ്റ്. ദ പ്രോബ്ലത്തിനനുസരിച്ചാണ് ഇവിടെ ഏതെങ്കിലും ഓക്സിലറി എഴുതാൻ. ദ പ്രോബ്ലം സിംഗുലർ ആയതുകൊണ്ട് നമുക്ക് ഏതെഴുതാം? ഈസ് എഴുതാം. ബൈ ഹൂം ഈസ് ദ പ്രോബ്ലം. ദ പ്രോബ്ലം ബൈ ഹൂം ഈസ് ദ പ്രോബ്ലം. ഇനി നോക്ക്, പാസീവ് റൂളിലാണ് നമ്മൾ എന്ത് എഴുതണം? നമുക്ക് ഈസ് ആം ആറ് കഴിഞ്ഞിട്ട് എന്ത് ചേർത്ത് കൊടുക്കാം? V3 അല്ലേ എഴുതേണ്ടത്. അതായത് V1 എസിൽ അവസാനിക്കുന്ന വെർബോ വരുന്ന സെന്റൻസുകളാണെങ്കിൽ ഒബ്ജക്റ്റ് പ്ലസ് ഈസ് ആം ആർ പ്ലസ് V3. ഒബ്ജക്റ്റും എഴുതി ഈസും എഴുതി, എന്ത് ചെയ്യും? ഓക്സിലറി എഴുതി. ഇനി V3 ഉള്ളൂ. അപ്പൊ നമുക്ക് സോൾവിന്റെ മൂന്നാമത്തെ രൂപം സോൾവ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ മാർക്ക്. ഇതിനകത്ത് സബ്ജക്റ്റ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടു. ബൈ ഹൂം ഈസ് ദ പ്രോബ്ലം സോൾവ്. അടുത്ത ചോദ്യം നോക്കിയേ. ഹാസ് ഹി ആൻസേർഡ് ഹാസ് ഷീ ആൻസേർഡ് ദ ക്വസ്റ്റ്യൻസ്. ഹാസ് ഷീ ആൻസേർഡ് ദ ക്വസ്റ്റ്യൻസ്. കണ്ടല്ലോ, ഹാസ് ഓക്സിലറി തുടങ്ങുന്നു. ഹാസ് ഓക്സിലറി വെർബാണ്. ഷീ സബ്ജക്റ്റ് ആണ്. ആൻസേർഡ് എന്ന് പറയുന്ന വെർബാണ്. പിന്നെ അതേപോലെ ദ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ആണ്. ദ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ സിംഗുലാർ ആണ് പ്ലൂറൽ ആണ് കൂട്ടല്ലേ? പ്ലൂറൽ ആണ്. ഹാസ് എഴുതാൻ പറ്റുമോ? ഇല്ല. ഹാസിന്റെ പ്ലൂറൽ ഏതാ? ഹാവ്. അപ്പൊ നമുക്ക് ഹാവ് തുടങ്ങാം. അപ്പൊ നമുക്ക് എങ്ങനെ തുടങ്ങി? ഹാവ്. അതിന്റെ എന്ത് എഴുതാണ് കൂട്ടല്ലേ? ഒബ്ജക്റ്റ് ഏതാണ്? ദ ക്വസ്റ്റ്യൻസ്. ദ ക്വസ്റ്റ്യൻസ്. അതിന്റെ എന്ത് എഴുതണം? പാസീവ് റൂൾ. പാസീവ് റൂൾ എന്താണ്? ഹാസ് ഹാവ് ഹാഡ് വരുന്ന സെൻസിന്റെ പാസീവ് റൂൾ എന്താ? ഒബ്ജക്റ്റ് പ്ലസ് ഓക്സിലറി വെർബ് ബീൻ പ്ലസ് V3. ഒബ്ജക്റ്റും ഓക്സിലറി എഴുതി. ഇനി എന്തേ ഉള്ളൂ? ബീൻ പ്ലസ് V3 ഉള്ളൂ. ഇപ്പൊ ബീൻ ചേർത്തു. ബീൻ ആൻസേർഡ് ബൈ ആരാണ്ടായി? ഹർ. ക്വസ്റ്റ്യൻ മാർക്ക്. എങ്ങനെ അറിയാം? ഹാവ് ദ ക്വസ്റ്റ്യൻസ് ബീൻ ആൻസേർഡ് ബൈ ഹർ. ഹാവ് ദ ക്വസ്റ്റ്യൻസ് ബീൻ ആൻസേർഡ് ബൈ ഹർ. അടുത്ത ചോദ്യം നോക്കിയേ. ഹൗ വിൽ ഷീ റൈറ്റ് ആൻ എക്സാം. ഹൗ വിൽ ഷീ റൈറ്റ് ആൻ എക്സാം. ഹൗ എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ വേർഡ് ആണ്. വിൽ എന്ന് പറയുന്ന ഓക്സിലറി വെർബ് ആണ്. ഷീ എന്ന് പറയുന്ന സബ്ജക്റ്റ് ആണ്. റൈറ്റ് എന്ന് പറയുന്ന വെർബ് ആണ്. ആൻ എക്സാം എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ആണ്. പാസീവ് പറഞ്ഞാണ് കുട്ടികളെ. എങ്ങനെ പറയാം? ഹൗ ക്വസ്റ്റ്യൻ വേർഡ് തുടങ്ങിയതുകൊണ്ട് ക്വസ്റ്റ്യൻ വേർഡ് അതുപോലെ എഴുതുക. ഹൗ. അതിന്റെ ഓക്സിലറി വെർബ് ഏതാണ് കുട്ടികളെ? വില്ല്. വില്ല് അതുപോലെ എഴുതുക. കാരണം വില്ല് സിംഗുലാറും ആണ് പ്ലൂറലും ആണ്. അതുകൊണ്ട് നമുക്ക് ഡൗട്ട് ഇല്ല. ആൻ എക്സാം എഴുതി. ആൻ ഒബ്ജക്റ്റ് ആൻ എക്സാം. അതിന്റെ എന്ത് എഴുതാൻ പറഞ്ഞു? പാസീവ് റൂള്. വില്ല് വരുന്ന സെൻസിൽ ബാലൻസ് എന്തുകൊണ്ട് കുട്ടികളെ? ഓക്സിലറിയും ഒബ്ജക്റ്റും കഴിഞ്ഞാൽ ബി പ്ലസ് V3. ബി ചേർത്തിട്ട് V3. V3 ഏതാ? റൈറ്റിന്റെ മൂന്നാമത്തെ രൂപം റിട്ടൺ ബൈ ആരാണ്ടായി? ഹർ. എങ്ങനെ ഇടുന്നു? ഹൗ വിൽ ആൻ എക്സാം ബി റിട്ടൺ ബൈ ഹർ. ഹൗ വിൽ ആൻ എക്സാം ബി റിട്ടൺ ബൈ ഹർ. അടുത്ത ചോദ്യം നോക്കിയേ. ഡിഡ് ദേ കംപ്ലീറ്റ് ദ വർക്ക്. ഡിഡ് ദേ കംപ്ലീറ്റ് ദ വർക്ക്. ഇപ്പൊ ഡിഡ് വരുന്ന സെന്റൻസ് ആണ്. ഡിഡ് വരുന്ന സെന്റൻസിന്റെ പാസീവില് ഒബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വെയർ പ്ലസ് V3 ആണ്. ഇതുണ്ട് വാസ് ഓർ വെയർ പ്ലസ് V3. ഇപ്പൊ ഡിഡ് തുടങ്ങിയോണ്ട് അതൊരു ഇന്ററോഗേറ്റീവ് സെന്റൻസും ആണ്. അപ്പൊ നമ്മൾ എന്ത് തുടങ്ങുന്ന പറയാം? ഡിഡ് വരുന്ന സെൻസിൽ നമുക്ക് ഏതൊക്കെ എടുക്കാം? വാസ് അല്ലെങ്കിൽ വെയർ ആണ് വരേണ്ട ഓക്സിലറി. അപ്പൊ നമ്മൾ അതിന്റെ പാസീവ് എങ്ങനെ എഴുതാം? അപ്പൊ ഇത് രണ്ടിൽ ഏതെങ്കിലും ഓരോ ഓക്സിലറി എഴുതണം. അതായത് V2 അല്ലെങ്കിൽ ഡിഡ് വരുന്ന സെൻസ് ആണെങ്കിൽ വാസ് ഓർ വെയർ പ്ലസ് V3 ആണ് പാസീവ് വരേണ്ടത്. ഒബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വെയർ പ്ലസ് V3. ഇന്ററോഗേറ്റീവ് സെൻസ് ആയതുകൊണ്ട് ഓക്സിലറി വെർബ് തുടങ്ങണം. അപ്പൊ നമ്മൾ നോക്കി, ദ വർക്ക് എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ആണ്. കംപ്ലീറ്റ് എന്ന് പറയുന്ന വെർബ് ദേ സബ്ജക്റ്റ് ആണ്. എങ്ങനെ പാസീവ് പറയാൻ കൂട്ടല്ലേ? ദ വർക്ക് സിംഗുലർ ആയതുകൊണ്ട് വാസ് തുടങ്ങാം. വാസ് ദ വർക്ക്. വാസ് ദ വർക്ക്. വാസ് ദ വർക്ക്. അത് കഴിഞ്ഞിട്ട് എന്ത് എഴുതണം കൂട്ടല്ലേ? വാസ് ദ വർക്ക്. നോക്ക്, നീ പാസീവ് റൂൾ ആണ് എഴുതേണ്ടത്. പാസീവ് റൂൾ ഏതാണ്? V3 ആണ്. കാരണം V2 അല്ലെങ്കിൽ ഡിഡ് വരുന്ന സെൻസ് ആണെങ്കിൽ പാസീവ് വോയിസിൽ ഒബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വെയർ പ്ലസ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? V3 ആണ് എഴുതേണ്ടത്. ഇവിടെ ഒബ്ജക്റ്റും ഓക്സിലറിയും കഴിഞ്ഞ് V3 എഴുതണം. അപ്പൊ V3 കംപ്ലീറ്റിന്റെ മൂന്നാമത്തെ രൂപം കംപ്ലീറ്റഡ് ബൈ ആരാണ്? എങ്ങനെ കിട്ടുന്നു? വാസ് ദ വർക്ക് കംപ്ലീറ്റഡ് ബൈ ദം. അടുത്ത ചോദ്യം നോക്കിയേ. ഡസ് ഷീ സോൾവ് ദ പ്രോബ്ലം. ഡസ് ഷീ സോൾവ് ദ പ്രോബ്ലം. കണ്ട, ഡസ് ഓക്സിലറി, ഷീ സബ്ജക്റ്റ്, സോൾവ് എന്ന് പറയുന്ന വെർബ്, ദ പ്രോബ്ലം എന്ന് പറയുന്ന ഒബ്ജക്റ്റ്. ഡസ് വരുന്ന സെന്റൻസിന്റെ പാസീവ് വോയിസ് എങ്ങനെ എഴുതാന്ന് പഠിച്ചു നമ്മൾ റൂൾ അനുസരിച്ച്. ഒബ്ജക്റ്റ് പ്ലസ് ഈസ് ആം ആർ പ്ലസ് V3. കണ്ട, ഡസ് വന്നു കഴിഞ്ഞാൽ ഏതൊക്കെ ഓക്സിലറി എടുക്കാം? ഈസ് ആം ആർ പ്ലസ് V3 എന്നാണ് പഠിച്ചത്.
അപ്പം നമ്മൾ ആദ്യം ഇൻറ്ററോഗേറ്റീവ് സെന്റൻസ് ആയതുകൊണ്ട് എന്ത് തുടങ്ങണം? ഓക്സിലറി തുടങ്ങണം. ക്വസ്റ്റ്യൻ വേർഡില്ലാത്തതുകൊണ്ട് ഓക്സിലറി തുടങ്ങാം. ഓക്സിലറി ആയിട്ട് നമ്മൾ കണ്ടെത്തി വെച്ചിട്ടുണ്ടെങ്കിൽ ഈസ് ആം ആറാണ്. ദ പ്രോബ്ലം സിംഗുലാർ ആണ്. അപ്പൊ നമുക്ക് ഏത് ഓക്സിലറി എടുക്കാം? ഈസ് ദ പ്രോബ്ലം. ഈസ് സിംഗുലാർ ആയതുകൊണ്ടാണ് എടുത്തത്. ഈസ് ദ പ്രോബ്ലം. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? പാസീവ് റൂൾ. പാസീവ് റൂൾ ഏതാണ്? സോൾവിന്റെ മൂന്നാമത്തെ രൂപം സോൾവ്. കാരണം എന്താണ് കുട്ടികളെ? തന്നിരിക്കുന്ന ചോദ്യത്തില് വെർബ് V1 അല്ലെങ്കിൽ എസ്സിൽ അവസാനിക്കുന്ന വെർബ് ഡു അല്ലെങ്കിൽ ഡെസ് വരുന്ന സെന്റൻസുകളാണെങ്കിൽ ഒബ്ജക്റ്റ് എഴുതുക ഈസ് ആം ആർ പ്ലസ് V3. ഈസ് ആം ആർ പ്ലസ് V3. നമ്മൾ ഒബ്ജക്റ്റും ഈസും എഴുതി. ഇനി V3 ഉള്ളൂ. അതാണ് പാസീവ് റൂളിൽ V3 എഴുതിയത്. ബൈ ആരാണ്ടായി? ബൈ ഹെർ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ മാർക്ക്. ബൈ ഹെർ ക്വസ്റ്റ്യൻ മാർക്ക്. ക്ലിയർ ആണോ? അടുത്ത ചോദ്യം നോക്കിയേ. ഹൗ ക്യാൻ ഷീ സിംഗ് എ സോങ്? ഹൗ ക്യാൻ ഷീ സിംഗ് എ സോങ്? ഹൗ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ വേർഡ് ആണ്. ക്യാൻ എന്ന് പറയുന്നത് ഓക്സിലറി വെർബ് ആണ്. ഷീ എന്ന് പറയുന്ന സബ്ജക്റ്റ് ആണ്. സിംഗ് എന്ന് പറയുന്നത് വെർബാണ്. എ സോങ് എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ആണ്. പാസീവ് പറഞ്ഞാണ് കുട്ടികളെ. എങ്ങനെ പറയാം? ആദ്യം ക്വസ്റ്റ്യൻ വേർഡ് എഴുതി, ഹൗ അതേപോലെ എഴുതി ഹൗ. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? ഓക്സിലറി ക്യാൻ, ഹൗ ക്യാൻ. അത് കഴിഞ്ഞിട്ട് ഒബ്ജക്റ്റ് എ സോങ്, ഹൗ ക്യാൻ എ സോങ്. അത് കഴിഞ്ഞിട്ട് എന്ത് ചേർക്കുക? പാസീവ് റൂള്. ക്യാനൊക്കെ വരുന്ന സെൻസിൽ ബാലൻസ് എന്ത് ചെയ്യണം? വില്ല് മുതൽ ഓട്ടിട്ട് വരുമെന്ന് കഴിഞ്ഞാൽ ഒബ്ജക്റ്റ് ഓക്സിലറി വെർബ് ബി പ്ലസ് V3. ഇനി ബി ഉള്ളൂ. ബി പ്ലസ് V3. ബി കഴിഞ്ഞിട്ട് V3 എഴുതുക. സിംഗിന്റെ മൂന്നാമത്തെ രൂപം സങ്. എന്ത് ചെയ്യും? ഇനി സബ്ജക്റ്റ് നമുക്ക് എങ്ങനെ ആക്കാം? ബൈ ഹെർ. ക്വസ്റ്റ്യൻ മാർക്ക്. എങ്ങനെ ഇടുന്നോടെ? ഹൗ ക്യാൻ എ സോങ് ബി സങ് ബൈ ഹെർ? ഹൗ ക്യാൻ എ സോങ് ബി സങ് ബൈ ഹെർ? അടുത്ത ചോദ്യം നോക്കിയേ. ഈസ് ഹി കംപ്ലീറ്റിംഗ് ദ വർക്ക്? ഈസ് ഹി കംപ്ലീറ്റിംഗ് ദ വർക്ക്? ഈസ് ഹി കംപ്ലീറ്റിംഗ് ദ വർക്ക്? നോക്ക്, ഈസ് ഓക്സിലറി ആണ്. ഹി സബ്ജക്റ്റ് ആണ്. കംപ്ലീറ്റിംഗ് എന്ന് പറയുന്ന വെർബ് ആണ്. ദ വർക്ക് എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ആണ്. അപ്പൊ ഈസ് വരുന്ന സെന്റൻസിന്റെ പാസീവ് എങ്ങനെയാണ്? ഒബ്ജക്റ്റ് പ്ലസ് ഓക്സിലറി വെർബ് ബീയിങ് പ്ലസ് V3. അപ്പം പാസീവ് റൂളിൽ ബീയിങ് പ്ലസ് V3 ആണ് എഴുതേണ്ടത്. ഇനി ഇന്ററോഗേറ്റീവ് സെന്റൻസ് ആണെങ്കിലാ ക്വസ്റ്റ്യൻ വേർഡ് ഉണ്ടെങ്കിൽ എഴുതുക, അല്ലെങ്കിൽ ഓക്സിലറി തൊട്ട് തുടങ്ങാം. നമുക്കിപ്പോൾ ഓക്സിലറി തൊട്ട് തുടങ്ങിയാൽ മതി, കാരണം ക്വസ്റ്റ്യൻ വേർഡ് ഇല്ല. അപ്പൊ ഈസ് തന്നെ എഴുതാമെന്ന് എങ്ങനെ നോക്കാം? ദ വർക്ക് സിംഗുലാർ ആയതുകൊണ്ട് ഈസിന് എഴുതാം. ദ വർക്ക് ദ ഈസ് ദ വർക്ക്. അത് കഴിഞ്ഞിട്ട് പാസീവ് റൂളാണ്. എന്ത് ചെയ്യുന്നൂടെ? ഈസ് ദ വർക്ക്. നീ ബാലൻസ് എന്താണ് കിടക്കുന്നത് പിള്ളേരെ? ഈസ് ആം ആറ് വരുന്ന സെന്റൻസുകളാണെങ്കിൽ ഒബ്ജക്റ്റ് പ്ലസ് ഓക്സിലറി വെർബ് ബീയിങ് പ്ലസ് V3. ബീയിങ്. കംപ്ലീറ്റിന് മൂന്നാമത്തെ രൂപ ഏതാ? കംപ്ലീറ്റഡ്. ബൈ ആരാണ്? ഹിം. ബൈ ഹിം. പാസീവായിട്ട് മാറി. എങ്ങനെയായിട്ട്? ഈസ് വർക്ക് ബീയിങ് കംപ്ലീറ്റഡ് ബൈ ഹിം. ഈസ് വർക്ക് ബീയിങ് കംപ്ലീറ്റഡ് ബൈ ഹിം. പാസീവായിട്ട് മാറി. നമ്മൾ പറഞ്ഞത് പാസീവ് വോയിസിൽ എന്ത് ചെയ്യുന്നു? ഇന്ററോഗേറ്റീവ് സെന്റൻസിന്റെ പാസീവ് ആണ് പറഞ്ഞത്. ഇന്ററോഗേറ്റീവ് സെന്റൻസ് എങ്ങനെ കണ്ടാൽ തിരിച്ചറിയാം കുട്ടികളെ? എങ്ങനെ കണ്ടാൽ തിരിച്ചറിയാം? ക്വസ്റ്റ്യൻ വേർഡിലോ ഓക്സിലറി വെർബിലോ തുടങ്ങി ക്വസ്റ്റ്യൻ മാർക്കിൽ അവസാനിക്കുന്ന സെന്റൻസുകളാണ് ഇന്ററോഗേറ്റീവ്. പാസീവ് വോയിസ് എഴുതുന്ന ഇക്വേഷൻ പ്ലസ് ഓർ മൈനസ് ഒബ്ജക്റ്റ് പ്ലസ് ഓക്സിലറി വെർബ് പ്ലസ് ഏത് എഴുതണം? ഒബ്ജക്റ്റ് പ്ലസ് പാസീവ് റൂൾ. ഓക്കെ. ഇനി ഒബ്ജക്റ്റിനനുസരിച്ച് വേണം എന്തെഴുതാൻ? ഓക്സിലറി വെർബ് ഒബ്ജക്റ്റിന്റെ മുന്നിൽ എടുത്തെഴുതാൻ. അതുപോലെ ഹൂ ഒഴികെ ഏത് ക്വസ്റ്റ്യൻ വേർഡ് വന്നാലും എടുത്തെഴുതുക. പാസീവ് റൂൾ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ റൂളാണ്. ഏതായിരുന്നു പാസീവ് റൂള്? ഈസ് ആം ആർ വാസ് വെയർ വരുന്ന സെന്റൻസുകളാണെങ്കിൽ ഒബ്ജക്റ്റ് പ്ലസ് ഓക്സിലറി വെർബ് ബീയിങ് പ്ലസ് V3. ഹാസ് ഹാവ് ഹാഡ് ആണെങ്കിൽ ഒബ്ജക്റ്റ് പ്ലസ് ഓക്സിലറി വെർബ് ബീയിങ് പ്ലസ് V3. വില്ല് മുതൽ ഓട്ടിട്ട് വരികയാണെങ്കിൽ ഒബ്ജക്റ്റ് പ്ലസ് ഓക്സിലറി വെർബ് ബി പ്ലസ് V3. V1 അല്ലെങ്കിൽ എസ്സിൽ അവസാനിക്കുന്ന വെർബ് ഡു അല്ലെങ്കിൽ ഡെസ് വരുന്ന സെന്റൻസുകളാണെങ്കിൽ ഒബ്ജക്റ്റ് പ്ലസ് ഏതൊക്കെ ഓക്സിലറി? ഈസ് ആം ആറ്. എന്ത് ചെയ്യുന്നൂടെ? വില്ല് മുതൽ ഒട്ടിട്ട് വരികയാണ്, അത് പറഞ്ഞു അല്ലേ? V1 അല്ലെങ്കിൽ എസ്സിൽ അവസാനിക്കുന്ന വെർബ് ഡു അല്ലെങ്കിൽ ഡെസ് വരുന്ന സെന്റൻസുകളാണെങ്കിൽ ഒബ്ജക്റ്റ് പ്ലസ് അതുപോലെ ഈസ് ആം ആർ പ്ലസ് V3. ലാസ്റ്റ് V2 അല്ലെങ്കിൽ ഡിഡ് വരുന്ന സെന്റൻസുകളാണെങ്കിൽ ഒബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വെയർ പ്ലസ് V3. ക്ലിയർ ആണല്ലോ? സ്റ്റേറ്റ്മെന്റ് ആൻഡ് ഇന്ററോഗേറ്റീവ് സെന്റൻസുകളുടെ റിപ്പോർട്ടിംഗ്. ഓക്കെ. അടുത്ത് നോക്കിയേ. നമ്മൾ അടുത്ത് പഠിക്കുന്നത് ഇമ്പരേറ്റീവ് സെന്റൻസുകളുടെ പാസീവ് വോയിസ് ആണ് പഠിക്കുന്നത്. ഇമ്പരേറ്റീവ് സെന്റൻസുകളുടെ പാസീവ് വോയിസ്. അപ്പൊ ഇമ്പരേറ്റീവ് സെന്റൻസിനെ എങ്ങനെ നമുക്ക് പാസീവ് വോയിസ് എഴുതാം എന്നതിനെ കുറിച്ചാണ് നോക്കുന്നത്. നോക്കിയേ. അപ്പൊ എന്താണ് ഇമ്പരേറ്റീവ് സെന്റൻസ് എന്ന് ആദ്യം മനസ്സിലാക്കുക. വെർബിലോ പ്ലീസ്, കൈൻഡ്ലി, ബി, ഡോണ്ട്. ഡോണ്ട് ആണ് ഓർ ഡോണ്ട്. വെർബിലോ പ്ലീസ്, കൈൻഡ്ലി, ബി, ഡോണ്ട് മുതലായ വാക്കിൽ ഡോണ്ട്, അതുപോലെ ലെറ്റ്
മുതലായ വാക്കിൽ തുടങ്ങുന്ന സെന്റൻസുകൾക്ക് പറയുന്ന പേര് ഇമ്പരേറ്റീവ്. ഏതൊക്കെ വാക്കിൽ തുടങ്ങാം? ഒരു സെന്റൻസ് വെർബിലാണ് തുടങ്ങിയിരിക്കുന്നത്. വെർബ് എന്ന് പറഞ്ഞാൽ പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന വാക്ക്. അല്ലെങ്കിൽ പ്ലീസ് എന്ന് പറയുന്ന വാക്കിലായിരിക്കാം, അല്ലെങ്കിൽ കൈൻഡ്ലി എന്ന വാക്കിലായിരിക്കാം, അല്ലെങ്കിൽ ബി, അല്ലെങ്കിൽ ഡോണ്ട്. മുതലായ വാക്കിൽ തുടങ്ങുന്ന സെന്റൻസിനെ എല്ലാം നമുക്ക് എന്നാന്ന് പറയാൻ കുട്ടികളെ? അല്ലെങ്കിൽ ലെറ്റ്, ഏറ്റവും അവസാനം ലെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അത്തരം വാക്കുകളിലാണ് ഒരു സെന്റൻസ് തുടങ്ങുന്നതെങ്കിൽ അതിന് പറയുന്ന പേര് ഇമ്പരേറ്റീവ്. നിങ്ങൾക്ക് ഇതിനകത്ത് സ്റ്റേറ്റ്മെന്റ് എന്ത് കണ്ടെത്താം? നമ്മുടെ സെന്റൻസുകൾ ഏത് ടൈപ്പാണെന്നും കൂടെ കണ്ടെത്താൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പൊ നോക്കി, ഇത്തരം സെന്റൻസുകൾക്ക് പറയുന്ന പേരാണ് ഇംപെരേറ്റീവ് സെന്റൻസുകൾ എന്ന് പറയുന്നത്. ഇംപെരേറ്റീവ് സെന്റൻസ് വെർബിൽ തുടങ്ങാം, പ്ലീസ്, കൈൻഡ്ലി, ബി, ഡോണ്ട്, അല്ലേ? അതുപോലെ ലെറ്റ് മുതലായ വാക്കിൽ തുടങ്ങുന്ന സെന്റൻസിന് പറയുന്ന പേര് ഇംപെരേറ്റീവ്. മറക്കൂലല്ലോ, ഇംപെരേറ്റീവ് സെന്റൻസ്. ഇത്തരം സെന്റൻസിന്റെ പാസീവ് എങ്ങനെ എഴുതാം അതാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ഓക്കെ, അതിന് മുമ്പേ നമുക്ക് ഞാനൊരു 10 ഇഡിയം പറഞ്ഞാൽ നിങ്ങളൊന്ന് പഠിക്കുക കുട്ടികളെ. 10 ഇഡിയം നമുക്ക് ഈ ടോപ്പിക്കിന്റെ ഇടയിൽ കൂടെ തന്നെ വൊക്കാബുലറിയും കൂടെ പഠിച്ചു പോകാം കേട്ടോ. ഞാൻ നോർമലി ഇപ്പോൾ ഓഫ്ലൈൻ ക്ലാസ്സുകൾ എടുക്കുന്നതിൽ ഞാൻ ടോപ്പിക്കിന്റെ കൂടെ തന്നെ വൊക്കാബുലറി കുട്ടികൾക്ക് കഥ പോലെ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ നമ്മൾ ക്ലാസ്സും കൊണ്ടുപോകാം. അപ്പോൾ നമ്മൾ ക്ലാസ്സിൽ നമ്മൾ ഓരോന്നിനും കുറച്ചേ പഠിക്കുകയുള്ളൂ. നമ്മൾ ക്ലാസ്സിലേക്ക് ഓഫ്ലൈൻ ക്ലാസ് ആണെങ്കിൽ കുട്ടികളുടെ റെസ്പോൺസും കൂടെ കൊണ്ട് നമുക്ക് കുറച്ചധികം പഠിപ്പിക്കാം. അപ്പോൾ നിങ്ങൾ അത്രയും റെസ്പോണ്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ടോപ്പിക്കിന്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾ അറിയാണ്ട് വൊക്കാബുലറി ഇങ്ങനെ സെറ്റായി വരും. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടും. നന്നായിട്ട് ഉപകാരപ്പെടും. എന്ത് ചെയ്യുന്നോടെ പിള്ളേരെല്ലാം നന്നായിട്ട് അത് പഠിച്ചെടുക്കുന്നുണ്ട്. എല്ലാ വൊക്കാബുലറി എല്ലാ ടോപ്പിക്കും ഇതുപോലെ നമ്മൾ പഠിക്കും. കളക്റ്റീവ് നോൺ ആണെങ്കിൽ ഒരു 50 എണ്ണം ഒരൊറ്റ സ്റ്റെപ്പിൽ പറഞ്ഞു കൊടുക്കും. കുട്ടികളെല്ലാം 50 പച്ചവെള്ളം പോലെ പഠിക്കും. അപ്പോൾ അങ്ങനെ നമുക്കൊരു 10 എണ്ണം പഠിച്ചു നോക്കാം. നിങ്ങൾക്ക് സെറ്റായി വരുന്നുണ്ടോന്ന് നോക്കട്ടെ. നോക്കിയേ പിള്ളേരെ, അതിൽ കളറുമായിട്ട് ബന്ധപ്പെട്ട ഇപ്പം ചെയ്യുന്നുണ്ട്. ഇപ്പം മഞ്ഞ കളർ കിടക്കില്ലേ, കളറുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഇഡിയംസ് ആണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ഇന്ന് പഠിക്കുന്നത് ഒരു 10 ഇഡിയംസ് ആണ് കേട്ടോ. കളറുമായിട്ട് ബന്ധപ്പെട്ട ഒരു 10 ഇഡിയംസ് പഠിക്കാൻ കുട്ടികളെ. കളറുമായിട്ട് ബന്ധപ്പെട്ട 10 ഇഡിയംസ്. ഒന്നാമത് നോക്കിയേ, റെഡ് ലെറ്റർ ഡേ. ഒന്നാമത്തെ ഇടി അതാണ് കുട്ടികളെ, റെഡ് ലെറ്റർ ഡേ. റെഡ് ലെറ്റർ ഡേ പഠിച്ചാണേ. റെഡ് ലെറ്റർ ഡേ ഒന്നാമത്തെ കളറാണ് റെഡ് കേട്ടാ, റെഡ് ലെറ്റർ ഡേ. രണ്ടാമത്തെ റെഡ് ഇങ്ക് കേട്ടാ, റെഡ് ഇങ്ക്. റെഡ് ഇങ്ക് ഇപ്പൊ ആരും എഴുതണ്ട, എന്നോട് പറഞ്ഞാൽ മതിയേ. മൂന്നാമത്തെ റെഡ് എന്ത് ചെയ്യുന്നൂടെ, ടു ദി അല്ലെങ്കിൽ ഇന്ത്യ റെഡ്. മൂന്നാമത്താണ് ഇന്ത്യ റെഡ് കേട്ടാ, ഇന്ത്യ റെഡ്. നാലാമത്തത് റെഡ് അലേർട്ട്. റെഡ് അലേർട്ട്. അടുത്താണ് റെഡ് കാർപ്പറ്റ് കേട്ടോ, റെഡ് കാർപ്പറ്റ്. അടുത്തത് ടു സി റെഡ് കേട്ടോ, ടു സി റെഡ്. അടുത്തത് റെഡ് ടേപ്പ്. റെഡ് ടേപ്പ്. അടുത്തത് ടു പെയിന്റ് ദ ടൗൺ റെഡ്. ടു പെയിന്റ് ദ ടൗൺ റെഡ്. ടു പെയിന്റ് ദ ടൗൺ റെഡ്. ഓക്കെ, അതുപോലെ റെഡ് ലെറ്റർ ഡേ പറഞ്ഞു, റെഡ് ഇങ്ക്, ഇന്ത്യ റെഡ്, റെഡ് അലേർട്ട്, റെഡ് കാർപ്പറ്റ്, ടു സീ ദ റെഡ്, ടു സീ റെഡ്, റെഡ് ടേപ്പ്, റെഡ്, ടു പെയിന്റ് ദ ടൗൺ റെഡ്. കണ്ട, റെഡുമായിട്ട് ബന്ധപ്പെട്ട ഇഡിയംസ് ആണ് പറഞ്ഞത്. അടുത്ത് നോക്കിയോണേ, ഒന്നാമത് നോക്കിയേ, റെഡ് ലെറ്റർ ഡേ. കണ്ടല്ലോ, റെഡ് ലെറ്റർ ഡേ. കുട്ടികളെ നമ്മളൊക്കെ സ്കൂളിൽ പണ്ടത്തെ കാലത്ത് സ്കൂളിലൊക്കെ പഠിക്കാൻ പോകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എങ്ങനെയുണ്ട് പിള്ളേരെ പഠിക്കാൻ പോകുന്നത്? നമ്മൾ കാലണ്ടർ നോക്കിയാണ് പഠിക്കാൻ പോകുന്നത് കേട്ടോ. നമുക്ക് കലണ്ടറിൽ ഏറ്റവും ഇഷ്ടമുള്ള ദിവസം ഏതാണ്? ചുമന്ന അക്ഷരങ്ങൾ കൊണ്ട് എഴുതിയിരിക്കുന്ന ദിവസങ്ങളാണ് ഇല്ലേ? കാരണം ആ ദിവസങ്ങൾ എന്ത് ദിവസമാണ് കുട്ടികളെ? അവധി ദിവസമാണ് ഇല്ലേ? ആ ദിവസങ്ങൾ നമ്മളെ സംബന്ധിച്ചിട്ട് ഏറ്റവും എന്ത് ചെയ്യുന്നുണ്ട്, ഇഷ്ടമുള്ള ദിവസമാണ്. നിങ്ങൾ ആലോചിച്ചു, ഒരു കുട്ടിയെ സ്കൂളിൽ പോകാൻ വേണ്ടി ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ദിവസം ഏതാണെന്ന് ചോദിച്ചാൽ ഇഷ്ടത്തോടു കൂടി സ്കൂളിൽ പോകുന്നത് വെള്ളിയാഴ്ചയാണ്. കാരണം അടുത്ത 2 ദിവസം പോകണ്ട. ഇനി ഒട്ടും ഇഷ്ടമില്ലാണ്ട് പോകുന്ന ദിവസം ഏതാണ് നിങ്ങൾ ഞാൻ പറ? ഞായറാഴ്ച അല്ലെങ്കിൽ തിങ്കളാഴ്ചയാണ്. കാരണം പണ്ടാരെ ഇനി ഒരാഴ്ച പോകണം ഇല്ലേ? അപ്പോൾ അത് തന്നെയാണ് നമ്മളെ സംബന്ധിച്ചിട്ട് അന്നത്തെ കാലത്ത് ആ റെഡ് ലെറ്റർ എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ നോട്ട് എഴുതുന്ന സമയത്ത് റെഡ് ലെറ്റർ കൊണ്ട് എഴുതിയിടാറുണ്ട് ഇല്ലേ? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമല്ലേ? പഠിച്ചോ, റെഡ് ലെറ്റർ ഡേ, ഇമ്പോർട്ടൻ്റ് ഡേ എന്ന് പറയാം, മെമ്മറബിൾ ഡേ എന്ന് പറയാം, ഹാപ്പി ഡേ എന്ന് പറയാം. ഉറച്ചു പറഞ്ഞേ, റെഡ് ലെറ്റർ ഡേ, ഇമ്പോർട്ടൻ്റ് ഡേ, മെമ്മറബിൾ ഡേ, ഹാപ്പി ഡേ. ഒന്നും കൂടെ പറ, ഇമ്പോർട്ടൻ്റ് ഡേ, മെമ്മറബിൾ ഡേ, ഹാപ്പി ഡേ. റെഡിങ് കൊണ്ട് ഇടുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇല്ലേ? നിങ്ങളെ കല്യാണം കഴിഞ്ഞ ഡേറ്റ് റെഡ് ലെറ്റർ ഡേ ആണെന്ന് പറഞ്ഞാൽ റെഡ് ലെറ്റർ, നിങ്ങളെ സംബന്ധിച്ചിട്ട് റെഡ് ലെറ്റർ ഡേ, ചേട്ടനെ സംബന്ധിച്ചിട്ടാണെങ്കിൽ റെഡ് ലെറ്റർ ഡേ. റെഡ് ലെറ്റർ ഡേ, ഇമ്പോർട്ടൻ്റ് ഡേ, മെമ്മറബിൾ ഡേ, ഹാപ്പി ഡേ. ഇനി റെഡിങ്, രണ്ടാമത്തെ ഇടിയാണ് റെഡിങ് കേട്ടോ. റെഡിങ് എന്ന് പറഞ്ഞാൽ ചുമന്ന മഷി. പണ്ട് നമ്മൾ സ്കൂളിലേക്ക് പരീക്ഷ എഴുതുമ്പോഴേ ഇംഗ്ലീഷിൻ്റെ പേപ്പറാണെന്ന് വെച്ചു, നമ്മൾ നിറയെ എഴുതി വെച്ചു. ടീച്ചർ റെഡിങ് കൊണ്ട് ഇങ്ങനെ വരയ്ക്കും. എന്താണ്, 5 മാർക്കിൻ്റെ പരീക്ഷയിൽ നമ്മൾ മൊത്തം 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിൽ ഇങ്ങനെ വരയ്ക്കും. വരച്ചു കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് കൂടുതൽ കിട്ടുമോ കുറയോ കുട്ടികളെ?
കുറയും. എന്ത് ചെയ്യും? മാർക്ക് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും അല്ലേ? ടീച്ചർ വരയ്ക്കുന്നതനുസരിച്ച് മാർക്ക് കുറയും അല്ലേ? റെഡ് ഇങ്ക് കൊണ്ട് വരച്ചു കഴിഞ്ഞാൽ മാർക്ക് കടം പൊയ്ക്കൊണ്ടിരിക്കും അല്ലേ? റെഡ് ഇങ്ക് ഡെപ്റ്റ്. റെഡ് ഇങ്ക് എന്ന് പറഞ്ഞാൽ എന്തോ? ഡെപ്റ്റ്. റെഡ് ഇങ്ക് ഡെപ്റ്റ്. ഇൻഡി റെഡ് എന്ന് പറഞ്ഞാലും റെഡ് ഇങ്ക് എന്ന് പറഞ്ഞാലും ഡെപ്റ്റ്, കടം എന്നാണ് കേട്ടോ. റെഡ് ഇങ്ക് ഇൻഡി റെഡ് എന്ന് പറഞ്ഞാൽ ഡെപ്റ്റ്, കടം എന്നാണ്. DEBT ഡെപ്റ്റ്. മറക്കൂലല്ലോ. അപ്പം റെഡ് ലെറ്റർ ഡേ എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ഡേ, മെമ്മറബിൾ ഡേ, ഹാപ്പി ഡേ. റെഡ് ഇങ്ക് എന്ന് പറഞ്ഞാലോ ഡെപ്റ്റ്. റെഡ് ഇൻഡി റെഡ് എന്ന് പറഞ്ഞാലോ അതും ഡെപ്റ്റ് ആണ്. ഇനി റെഡ് അലേർട്ട്. ഈ മഴയ്ക്ക് പെയ്യുമ്പോൾ ഗവൺമെന്റ് എന്ത് പുറപ്പെടുവിക്കാറുണ്ട് കൂട്ടുക? റെഡ് അലേർട്ട് പുറപ്പെടുവിക്കാറുണ്ട്. എന്തിനാണ് ഈ റെഡ് അലേർട്ട്? ആറ്റിന്റെ വക്കിലൊക്കെ ആണെങ്കിൽ, ആറ്റിന്റെ കരയിലൊക്കെ ആണെങ്കിൽ മാറി താമസിച്ചോ, റെഡ് അലേർട്ട് ആണ് എന്ന് പറഞ്ഞാൽ സ്ട്രിക്റ്റ് വാർണിംഗ്. റെഡ് അലേർട്ട് എന്ന് പറഞ്ഞാൽ തുടങ്ങി വീട്ടിലൊക്കെ ചിലപ്പോഴൊക്കെ ചേട്ടൻ റെഡ് അലേർട്ട് പുറപ്പെടുവിക്കാറുണ്ട്. ഇവിടെ നിന്ന് ഇറങ്ങിയ കാലിനെ ചോട്ടി പിടിക്കും എന്നൊക്കെ പറയും. റെഡ് അലേർട്ട് എന്ന് പറഞ്ഞാൽ സ്ട്രിക്റ്റ് വാർണിംഗ്, കർശന നിർദ്ദേശങ്ങൾ. റെഡ് അലേർട്ട്, സ്ട്രിക്റ്റ് വാർണിംഗ്. റെഡ് അലേർട്ട് എന്ന് പറഞ്ഞാൽ എന്തുവാ? സ്ട്രിക്റ്റ് വാർണിംഗ്. ഇപ്പൊ ഒന്ന് ഇടിയം പറഞ്ഞേ. റെഡ് ലെറ്റർ ഡേ, ഇമ്പോർട്ടൻ്റ് ഡേ, മെമ്മറബിൾ ഡേ, ഹാപ്പി ഡേ. റെഡ് ഇങ്ക് എന്ന് പറഞ്ഞാലോ ഡെപ്റ്റ്. ഇൻഡി റെഡ് എന്ന് പറഞ്ഞാലോ ഡെപ്റ്റ്. റെഡ് അലേർട്ട് എന്ന് പറഞ്ഞാലോ സ്ട്രിക്റ്റ് വാർണിംഗ്. റെഡ് കാർപ്പറ്റ്. ഈ കാർപ്പറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് കുട്ടികളെ മീനിങ്? തറവിരി മാറ്റ് എന്നാണ്. നിങ്ങളെ വീട്ടിലേക്ക് എന്നാ കാർപ്പറ്റാണ് ഇട്ടിരിക്കുന്നത്? നിങ്ങൾ എന്നെ പറഞ്ഞാണ് കൂടിയ കാർപ്പറ്റാണോ? റെഡ് കാർപ്പറ്റൊക്കെ ഇട്ടിട്ടുണ്ടോ? ഇല്ലില്ല. എന്ത് ചെയ്യുന്നോടെ? എന്തിനാണ് ഇട്ടിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ പഴയ തുണികളായിരിക്കും, അല്ലെങ്കിൽ കീറിയ ചാക്കായിരിക്കും ഇട്ടിരിക്കുന്നത് ഇല്ലേ? പഴയത് ഇട്ടിരിക്കുന്നു. ഇനി ബന്ധുക്കളൊക്കെ വരുന്നത് കാണുമ്പോൾ ഈ കീറിയ ചാക്കും പിന്നെ അതേപോലെ തന്നെ പഴയ എന്ത് ചെയ്യുന്നോടെ തുണിയൊക്കെ എടുത്തിടുവോ? ഇല്ല. നമ്മൾ എന്ത് മാറ്റി പിടിക്കും? അതൊക്കെ മാറ്റിയിട്ട് പുതിയ കാർപ്പറ്റ് എടുത്തിട്ട് ഇല്ലേ? ബെഡ്ഷീറ്റ്. എങ്ങനത്തെ ബെഡ്ഷീറ്റാണെന്ന് തമ്പുരാൻ അറിയാം ഇല്ലേ? ബന്ധുക്കൾ വരുന്നതെന്ന് പറഞ്ഞാൽ എന്തിടും വീട്ടിലെ? പുതിയ ബെഡ്ഷീറ്റ് ഇടും. പാത്രം എന്ത് ചെയ്യും? വക്ക് പൊട്ടിയ പാത്രത്തിലായിരിക്കും എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ബന്ധുക്കൾ വരുന്നത് പറഞ്ഞാൽ അവർക്ക് പുതിയ പ്ലേറ്റിലും പാത്രത്തെയും കൊടുക്കും. ഇതൊക്കെ എന്തിനാണ് കൊടുക്കുന്നത് പിള്ളേരെ? അവർ പോകുമ്പോഴത്തേക്ക് നേരെ തിരിച്ച് വീണ്ടും പഴയ ചാക്കിനെ എടുത്തുകൊണ്ടിടും, പഴയ പാത്രങ്ങൾ തന്നെ എടുത്തുകൊണ്ട് വയ്ക്കും, പഴയ എന്ത് ചെയ്യുന്നോടെ മുഷിഞ്ഞ ബെഡ്ഷീറ്റ് തന്നെ കൊണ്ടിടുകയും ചെയ്യും ഇല്ലേ? നോക്ക്, റെഡ് കാർപ്പറ്റ്. നമ്മൾ റെഡ് കാർപ്പറ്റ് എന്തിനാണ് വീട്ടിലിട്ടത്? അപ്പോൾ ആ സമയത്ത് ബന്ധുക്കളെ സ്വാഗതം ചെയ്യാനാണ്. ഗ്രാൻഡ് വെൽക്കം. പറഞ്ഞേ, റെഡ് കാർപ്പറ്റ് ഗ്രാൻഡ് വെൽക്കം അല്ലെങ്കിൽ വാം വെൽക്കം. റെഡ് കാർപ്പറ്റ് മീൻസ് ഗ്രാൻഡ് വെൽക്കം അല്ലെങ്കിൽ വാം വെൽക്കം, ഹാർദ്രമായി സ്വാഗതം ചെയ്യുക. റെഡ് കാർപ്പറ്റ്, ഗ്രാൻഡ് വെൽക്കം അല്ലെങ്കിൽ വാം വെൽക്കം. ഇനി റെഡ് ടേപ്പ് അല്ലെങ്കിൽ ടേപ്പിസം എന്ന് പറയുന്നത്. റെഡ് ടേപ്പ് അല്ലെങ്കിൽ ടേപ്പിസം. നാളെ നിങ്ങൾ പഠിച്ച് ജോലിയൊക്കെ വാങ്ങിച്ച് സർക്കാർ ഉദ്യോഗസ്ഥരായിട്ട് മാറി കേട്ടോ. നിങ്ങൾ ഒരു ഓഫീസിൽ ചെന്നിരിക്കുന്ന സമയത്ത് നിങ്ങളെ ടേബിളിൽ ഒരു ഫയൽ കൊണ്ടുവരും, കേരള സർക്കാർ എന്ന് എഴുതിയിട്ട് ചുമന്ന നാട കൊണ്ട് കെട്ടിയിട്ടുണ്ടായിരിക്കും ഇല്ലേ? അപ്പോൾ അതിൽ എൻ്റെ പെൻഷൻ്റെ ഫയലാണെന്ന് വെച്ചോ. നിങ്ങൾ ഒപ്പിടുവോ കുട്ടികളെ? കാലമാടൻ കുറേ ഇട്ട് ഉപദ്രവിച്ചാണെന്ന് പറഞ്ഞ് ഒപ്പിടുവോ? ഇല്ല. നിങ്ങൾക്ക് ഡിലേ അടിക്കാം. ഞാൻ ഇറങ്ങി കയറിയാലും നിങ്ങൾക്ക് പറയാം അത് ശരിയായില്ല ഇത് ശരിയായില്ല എന്ന് പറഞ്ഞിട്ട് ചുമ്മാ എന്നെ ഇട്ട് നടത്തിപ്പിക്കാം ഇല്ലേ? എങ്ങനെയായാലേ ജോലിയിൽ കയറിയാലേ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ എന്തുവാ റെഡ് ടേപ്പ്? നിങ്ങൾക്ക് റെഡ് ടേപ്പുള്ള ഫയൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിലേ അടിക്കാം. റെഡ് ടേപ്പിസം, ഒഫീഷ്യൽ ഡിലേ. റെഡ് ടേപ്പ് എന്ന് പറഞ്ഞാൽ ഒഫീഷ്യൽ ഡിലേ എന്നാണ്. റെഡ് ടേപ്പ്, ഒഫീഷ്യൽ ഡിലേ. അപ്പോൾ പറഞ്ഞേ, ഒന്നും കൂടെ പറഞ്ഞേ. ഒന്നാമത്തത് റെഡ് ലെറ്റർ ഡേ എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ഡേ, മെമ്മറബിൾ ഡേ, ഹാപ്പി ഡേ. റെഡ് ഇങ്ക് എന്ന് പറഞ്ഞാൽ ഡെപ്റ്റ്. ഇൻഡി റെഡ് എന്ന് പറഞ്ഞാലും ഡെപ്റ്റ്. റെഡ് അലേർട്ട് എന്ന് പറഞ്ഞാലോ സ്ട്രിക്റ്റ് വാർണിംഗ്. റെഡ് കാർപ്പറ്റ് എന്ന് പറഞ്ഞാലോ ഗ്രാൻഡ് വെൽക്കം അല്ലെങ്കിൽ വാം വെൽക്കം. ഇനി 2C റെഡ് ഉണ്ട് പറയാൻ. ഇനി റെഡ് ടേപ്പ് എന്ന് പറഞ്ഞാലോ, റെഡ് ടേപ്പിസം എന്ന് പറഞ്ഞാലോ ഒഫീഷ്യൽ ഡിലേ. 2C റെഡ് എന്ന് പറഞ്ഞാൽ എന്താണ് കുട്ടികളെ? 2C റെഡ്. ഇപ്പം നിങ്ങൾ എന്നെ ആലോചിച്ച് നോക്കണേ, പെൺകുട്ടികളൊക്കെ ആലോചിച്ച്. നിങ്ങൾ അച്ഛൻ്റെ ഫേവറേറ്റ് ആണ് പെൺപിള്ളേരെന്നൊക്കെ പറയുന്നത്. പൊതുവേ അച്ഛനോട് നിങ്ങൾ എന്ത് പറഞ്ഞാലും അച്ഛൻ ഇങ്ങനെ കോംപ്രമൈസ് ചെയ്യും നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ആ സമയത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കട്ടെ, അച്ഛന് എന്ത് ചെയ്യുന്നൂടെ? നിങ്ങളെ കാര്യത്തിൽ ഭയങ്കര സ്വപ്നം ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയാണ് എന്ത് ചെയ്യും? പെൺകുട്ടികളൊക്കെ ഇങ്ങനെയൊക്കെ കെട്ടിച്ച് വിടണം എന്ത് ചെയ്യുന്നൂടെ? അത്തരത്തിൽ പെൺപിള്ളേരുടെ മാരേജ് എന്നൊക്കെ പറഞ്ഞാൽ അച്ഛൻ്റെ പ്രസ്റ്റീജിയസ് ഇഷ്യൂ ആണ് കേട്ടോ. എന്ത് ചെയ്യുന്നൂടെ? പെൺപിള്ളേരെയൊക്കെ ഭയങ്കര ഗ്രാൻഡായിട്ട് വിടാനും പെൺപിള്ളേരുടെ കാര്യങ്ങളിലൊക്കെ വളരെയധികം ഭയങ്കര ആഡംബരം കാണിക്കാൻ അച്ഛന് ഭയങ്കര താല്പര്യമാണ്. ആ സമയത്താണ് നിങ്ങൾ അച്ഛൻ്റെ അടുത്ത് ഭയങ്കര കമ്പനിയാണത്. അച്ഛൻ്റെ അടുത്ത് അച്ഛൻ പറയണേ ഞാൻ ഇങ്ങനെ ഒരു കമ്പനി ഉണ്ട് അച്ഛ എന്ന് പറഞ്ഞാൽ അച്ഛന് ഇഷ്ടപ്പെടുമോ? അച്ഛൻ്റെ മുഖം കയറി അങ്ങ് ചുമക്കും. അതിൻ്റെ അർത്ഥം തരാണ്ടേ? ഇഷ്ടപ്പെട്ടാ? ഇല്ല. അച്ഛന് ദേഷ്യം വരും എന്നാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നിങ്ങളെ മുഖം ഇങ്ങനെ ചുമന്നു വരികയാണ്. ചുമന്നു വരുന്നതെന്ന് പറഞ്ഞാൽ കണ്ണൊക്കെ തള്ളി ചുമന്നു വരിക. അതിൻ്റെ അർത്ഥം ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് നിങ്ങളെ മുഖമൊക്കെ ചുമന്ന് വരികയാണ്. അതിൻ്റെ അർത്ഥം എന്താ? ഇഷ്ടപ്പെടുന്നില്ല, കാലമാട മാറിക്കോ എന്നാണ് അർത്ഥമാക്കുന്നത് ഇല്ലേ? അത്രേ ഉള്ളൂ. റെഡ് 2C റെഡ് എന്ന് പറഞ്ഞാൽ ബിക്കം ആംഗ്രി. 2C റെഡ് മീൻസ് ബിക്കം ആംഗ്രി. മുഖം മാറും. എന്ത് ചെയ്യുന്നുണ്ട്? മുഖം മാറുന്നു പറഞ്ഞാൽ ദേഷ്യം വരുന്നു. 2C റെഡ് മീൻസ് ബിക്കം ആംഗ്രി. 2C റെഡ് SE ആണ്. 2C റെഡ് മീൻസ് ബിക്കം ആംഗ്രി. നമ്മൾ ഒന്നാമത്തത് റെഡ് ലെറ്റർ ഡേ, ഇമ്പോർട്ടൻ്റ് ഡേ,
റെഡ് ഇമ്പോർട്ടന്റ് ഡേ, ഹാപ്പി ഡേ, മെമ്മറബിൾ ഡേ. റെഡ് ഇങ്ക് എന്ന് പറഞ്ഞാൽ ഡെപ്റ്റ്, ഇൻ ദി റെഡ് എന്ന് പറഞ്ഞാൽ ഡെപ്റ്റ്, റെഡ് അലേർട്ട് എന്ന് പറഞ്ഞാൽ സ്ട്രിക്റ്റ് വാർണിംഗ്, റെഡ് കാർപ്പറ്റ് എന്ന് പറഞ്ഞാൽ ഗ്രാൻഡ് വെൽക്കം അല്ലെങ്കിൽ വാം വെൽക്കം, ടു സീ റെഡ് എന്ന് പറഞ്ഞാൽ ബിക്കം ആംഗ്രി, റെഡ് ടേപ്പ് എന്ന് പറഞ്ഞാൽ ഒഫീഷ്യൽ ഡിലേ. ലാസ്റ്റ് ടു പെയിന്റ് ദ ടൗൺ റെഡ്. നിങ്ങളെയൊക്കെ വീട് പെയിന്റ് ചെയ്യണ സമയത്ത് നാട്ടുകാരൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യം ഏതാണ് കുട്ടികളെ? നിങ്ങൾ തന്നെ പറ. നിങ്ങളെയൊക്കെ വീട് തകൃതിയായിട്ട് പെയിന്റ് ചെയ്യണം. നാട്ടുകാർ ചോദിക്കുന്ന ഒരു ചോദ്യം പറഞ്ഞാണ് എന്തായിരുന്നു ചോദിക്കും? അത് തന്നെ, കല്യാണം ആയാന്ന് ചോദിക്കും ഇല്ലേ? ആ വീട്ടിലൊരു മാക്രി കൊച്ചാണുള്ളെങ്കിൽ ആൾക്കാർ ചോദിക്കുന്നതാണ് കല്യാണം ആയാന്ന്. അപ്പോൾ ആൾക്കാരുടെ ചിന്ത പെയിന്റ് ചെയ്യണത് സെലിബ്രേറ്റ് ചെയ്യാനാണെന്ന്. ആൾക്കാരുടെ ചിന്ത എന്താ ഉണ്ടായി? പെയിന്റ് ചെയ്യണത് സെലിബ്രേറ്റ് ചെയ്യാനാണെന്ന്. അപ്പൊ ടു പെയിന്റ് ദ ടൗൺ റെഡ് എന്ന് പറഞ്ഞാൽ സെലിബ്രേറ്റ്. ടു പെയിന്റ് ദ ടൗൺ റെഡ് മീൻസ് സെലിബ്രേറ്റ്. അപ്പൊ ഒന്നാമത്തെ ഇടിയം റെഡ് ലെറ്റർ ഡേ, ഗ്രാൻഡ് അല്ലെങ്കിൽ എന്താ പറയാ ഇമ്പോർട്ടന്റ് ഡേ, മെമ്മറബിൾ ഡേ, ഹാപ്പി ഡേ. രണ്ടാമത്തത് റെഡ് ഇങ്ക്, ഡെപ്റ്റ്. മൂന്നാമത്തത് ഇൻ ദി റെഡ്, അതും ഡെപ്റ്റ്. നാലാമത്തത് റെഡ് അലേർട്ട്, സ്ട്രിക്റ്റ് വാർണിംഗ്. അഞ്ചാമത്തത് റെഡ് കാർപ്പറ്റ് എന്തുവാ ഗ്രാൻഡ് വെൽക്കം അല്ലെങ്കിൽ വാം വെൽക്കം. ടു സീ റെഡ് ആറാമത്തത് ബിക്കം ആംഗ്രി. ഏഴാമത്തത് റെഡ് ടേപ്പ് ഒഫീഷ്യൽ ഡിലേ. എട്ടാമത്തത് ടു പെയിന്റ് ദ ടൗൺ റെഡ് എന്താണ്? സെലിബ്രേറ്റ്. അടുത്തത് നോക്കിയേ, ഒമ്പതാമത്തതാണ് വൈറ്റ് എലിഫന്റ് കേട്ടോ. വൈറ്റ് എലിഫന്റ്. ഈ കളറുമായിട്ട് ബന്ധപ്പെട്ട ഒരു 10-25 ഇടിയും ഉണ്ട് കേട്ടോ. നമുക്കിപ്പോൾ 10 പഠിക്കാം. നമ്മൾ ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ഞാൻ കുറേ പറഞ്ഞുതരും. നിങ്ങൾക്ക് ഇനി ടോപ്പിക്കിൽ നിന്ന് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടാക്കണില്ല ഞാൻ. അപ്പോൾ നമുക്ക് അങ്ങനെ പഠിക്കുന്നത് നല്ലതാണ്. അങ്ങനെ ഇടയിൽ ഒരു 10 ഇടിയുമോ അല്ലെങ്കിൽ 10 വൊക്കാബുലറി ചേർത്ത് പഠിപ്പിച്ചു വരുന്നത് എൻ്റെ ഒരു ശീലമാണ്. അപ്പോൾ നിങ്ങൾക്കത് പറഞ്ഞു തരുന്നത് നല്ലതാണ്. നിങ്ങൾക്കത് മനസ്സിലാവും, നിങ്ങൾക്കത് ഉപകാരപ്പെടും, ഭയങ്കരമായിട്ട് ഉപകാരപ്പെടുന്ന സാധനമാണ്. നമ്മൾ അറിയാണ്ട് ഒരു ടോപ്പിക്കും കൂടെ പഠിച്ചു പോകുന്ന ഒരു സെറ്റപ്പാണ് ഈ വൊക്കാബുലറി സെറ്റ് ഇടയിൽ പറഞ്ഞു തരുന്നത്. പഠിപ്പിക്കുമ്പോൾ ഓഫ്ലൈൻ ക്ലാസ്സുകളിലാണെങ്കിൽ ഞാൻ ധാരാളം ഇങ്ങനെ കഥ പറഞ്ഞ് ഇഷ്ടം പോലെ പറഞ്ഞു കൊടുക്കും. ചിലപ്പോൾ ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് കൊണ്ട് പിള്ളേർക്ക് ഒരു 10 80 വൊക്കാബുലറി അവർക്ക് കിട്ടും. ഓക്കെ, നിങ്ങൾക്കിപ്പം നിങ്ങൾക്ക് ഇതിലെ ക്ലാസ് അല്ലേ? നോക്കിയാൽ വൈറ്റ് എലിഫൻറ്റ്. നമ്മുടെ നാട്ടിലൊരു വെളുത്ത ആന ഉണ്ടെന്ന് വെച്ചാൽ കുട്ടികളെ, പൊതുവേ ആന കറുപ്പ് കളറാണ്, വെളുത്ത ഒരു ആന ഉണ്ടെന്ന് വയ്ക്കുക. ഒരെണ്ണമേ ഉള്ളൂ. അതിനെ നമ്മൾ പുറത്തിറക്കാറുണ്ടാവും കുട്ടികളെ. ആനയെ പുറത്തിറക്കിയാൽ വെളുത്ത ആന നഷ്ടപ്പെട്ടു പോകും, അല്ലെങ്കിൽ ആന വല്ലതും വയ്യായിക വരുമെന്ന് വെച്ചാൽ പുറത്തിറക്കില്ല, തടി പിടിക്കാൻ കൊണ്ടുപോകുമോ ഇല്ലേ? ഈ ആനയെ തീറ്റിപ്പറ്റുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമാണ് കുട്ടികളെ. ഭയങ്കരമായ ചിലവാണ്. നമ്മളെ അവസ്ഥ വീട്ടിൽ ആലോചിച്ചാൽ മതി. അവസ്ഥ വീട്ടിൽ ആലോചിച്ച് വയ്ക്കാതെ ഇല്ലേ? നമ്മൾക്ക് ചിലപ്പോഴൊക്കെ വൈറ്റ് എലിഫൻ്റ് ആവാറുണ്ട്. റെയറാണ്, യൂസ്ലെസ് ആണ്, ഹൈ മെയിൻ്റെനൻസ് ഇല്ലേ? റെയറാണ്. ഇതേപോലെ ഒരു സാധനത്തിനെ വീട്ടുകാർ പറയും എങ്ങും കണ്ടിട്ടുണ്ടായിരുന്നു, ഒരു ഉപയോഗവും ഇല്ല, എന്നാൽ ഭയങ്കര തീറ്റിയാണ്. റെയർ, യൂസ്ലെസ്, ഹൈ മെയിൻ്റെനൻസ്. പറഞ്ഞേ, റെയർ, യൂസ്ലെസ്, ഹൈ മെയിൻ്റെനൻസ്. എന്നാൽ ഹൈ മെയിൻ്റെനൻസ് കേട്ടോ. എന്നാലും 9 10ാമത്തതാണ് പിങ്ക് എലിഫൻറ്റ് കേട്ടോ. പിങ്ക് എലിഫൻറ്റ്. നിങ്ങൾ എന്ത് ചെയ്യുന്നോടെ പറക്കും തളിക സിനിമ കണ്ടിട്ടുണ്ടാവിട്ടില്ല? പറക്കുന്നത് നമ്മളെ തിളക്കം സിനിമ കണ്ടിട്ടുണ്ടാവും. അതിനകത്ത് നമ്മളെ സലീം കുമാറിൻ്റെ അളിയൻ്റെ അളിയൻ ആരാണ് കുട്ടികളെ? അതായത് ദിലീപിൻ്റെ അളിയനാണ് സലീം കുമാർ എന്ന് പറയുന്നത് ഇല്ലേ? അപ്പോൾ ദിലീപിനെ ഈ മകൻ നഷ്ടപ്പെട്ടു പോയിട്ട് ദിലീപിനെ കിട്ടിയെന്ന് പറഞ്ഞു വരുമല്ല. മകൻ എന്ന് പറഞ്ഞ് ദിലീപ് വരുന്ന സമയത്ത് അളിയൻ ഒട്ടും ഇഷ്ടപ്പെടില്ല. കാരണം സലീം കുമാറിന് ആ സ്വത്തെല്ലാം കിട്ടുമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്രതീക്ഷിതമായി അളിയൻ വരുന്നത്, വട്ടനായിട്ടാണെങ്കിലും അളിയൻ വരുന്നത്. ആ സമയത്ത് അളിയന് പ്രാന്ത് കൂടി കഴിഞ്ഞാൽ അളിയൻ്റെ നോർമലി അളിയന് പ്രാന്ത് കൂടാൻ വേണ്ടിയിട്ട് എന്ത് കൊടുക്കും അളിയൻ സ്നേഹത്തോടുകൂടി? അതായത് നമ്മുടെ സലീം കുമാർ കഞ്ചാവ് കൊണ്ടു കൊടുക്കും കേട്ടോ. അപ്പോൾ ആ സമയത്ത് ഇളുത്തിരുന്ന് കഞ്ചാവ് വലിക്കുന്ന സമയത്ത് ദിലീപ് ഇങ്ങനെ ഇംഗ്ലീഷ് വലിക്കുന്നത് ഇംഗ്ലീഷ് പറയണായിട്ടുണ്ടോ പറയുന്നത്? ആ സമയത്ത് അളിയൻ വാങ്ങിച്ചിട്ട് 2 പുക എടുക്കുന്നുണ്ടോ? അളിയൻ്റെ കിളി പറക്കണിട്ടുണ്ടോ? അതുപോലെ തന്നെ അളിയൻ കുടുംബത്തിൽ ചവിട്ടി പുറത്താക്കണിട്ടുണ്ടോ? കിളി പറന്ന് ഇരിക്കണിട്ടുണ്ടോ? ആ ഒരു സീൻ ഓർക്കണം കേട്ടോ. പിങ്ക് എലിഫന്റ് ഡ്രഗ് അഡിക്റ്റ്. പിങ്ക് എലിഫന്റ് മീൻസ് ഡ്രഗ് അഡിക്റ്റ് കേട്ടോ. പിങ്ക് എലിഫന്റ് എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടേ? ഡ്രഗ് അഡിക്റ്റ്, കഞ്ചാവ്, മയക്കുമരുന്ന്, മദ്യത്തിനൊക്കെ അടിമയായിട്ടുള്ള ആൾക്കാർ. പിങ്ക് എലിഫന്റ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? 10 ഇഡിയംസ്. 10 ഇഡിയമാണ് നമ്മൾ പഠിച്ചത് കേട്ടോ. ടോപ്പിക്കിന് ഇടയിൽ ഒരു 10 ഇഡിയം മറക്കൂല. കളറുമായി ബന്ധപ്പെട്ട് 10 ഇഡിയംസ്. ഓക്കെ, അടുത്ത് നോക്കിയാണ് കുട്ടികളെ, നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. നോക്കിയേ, ഇമ്പരേറ്റീവ് സെന്റൻസ് എങ്ങനെ കണ്ടാൽ തിരിച്ചറിയാന്ന് പറഞ്ഞു? വെർബിലോ, പ്ലീസ്, കൈൻഡ്ലി, ബി, ഡോണ്ട്, ലെറ്റ് മുതലായ വാക്കിൽ തുടങ്ങുന്ന സെന്റൻസ്. ലെറ്റ് മുതലായ വാക്കിൽ തുടങ്ങുന്ന സെന്റൻസ് ഇമ്പരേറ്റീവ്. നോക്കിയേ, ഒന്നാമത്തെ ടൈപ്പാണ് പറയുന്നത് കേട്ടോ. നോക്കിയേ, വെർബ് ഒരു എക്സാമ്പിൾ നോക്കിയാണ് കുട്ടികളെ. ക്ലോസ് ദ ഡോർ കേട്ടോ. എന്തെന്ന് പഠിക്കാം? ക്ലോസ് ദ ഡോർ. കണ്ടല്ലോ കുട്ടികളെ, ക്ലോസ് ദ ഡോർ. ഏത് ടൈപ്പ് സെന്റൻസ് ആണോ? ഇമ്പരേറ്റീവ് ആണ്. ക്ലോസ് എന്ന് പറയുന്ന വെർബാണ്, ദ ഡോർ എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ആണ്. ഇത് ഒരു ഇമ്പരേറ്റീവ് ടൈപ്പ് സെന്റൻസ്. ഇക്വേഷൻ പഠിക്കുക. ഒരു ഇക്വേഷൻ വെച്ചിട്ട് ഇമ്പരേറ്റീവ് സെന്റൻസിന് എല്ലാം ചേർത്ത് ഒറ്റ ഇക്വേഷൻ പഠിക്കുക. ലോബ് V3. ഇക്വേഷൻ എങ്ങനെയാണ് കുട്ടികളെ? ലോബ് V3. പറഞ്ഞ കുട്ടികളെ,
ലോബ് V3. ഉറച്ചു പറഞ്ഞേ, ലോബ് V3. എങ്ങനെ പറയാം? L ലെറ്റ്, L മീൻസ് ലെറ്റ്, O മീൻസ് ഒബ്ജക്റ്റ്, B മീൻസ് BEB, V3 എന്ന് പറഞ്ഞാൽ വെർബിന്റെ മൂന്നാമത്തെ രൂപം. അപ്പം ലെറ്റ് ഒബ്ജക്റ്റ് ബി V3. പറഞ്ഞ കുട്ടികളെ, ലെറ്റ് ഒബ്ജക്റ്റ് ബി V3, ലോബ് V3, ലെറ്റ് ഒബ്ജക്റ്റ് ബി V3. ആദ്യം ലെറ്റ് എഴുതുക, അത് കഴിഞ്ഞിട്ട് വെർബിന് ശേഷം വരുന്ന ഒബ്ജക്റ്റ് യാതൊരു മാറ്റവും ഇല്ലാതെ എഴുതുക. അതൊരു ഒബ്ജക്റ്റ് രൂപമാണെങ്കിലും മാറ്റണ്ട, അത് അതുപോലെ എഴുതുക. BEB ചേർക്കുക, വെർബിന്റെ മൂന്നാമത്തെ രൂപം എടുത്തെഴുതുക. ലെറ്റ് ഒബ്ജക്റ്റ് ബി V3. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞു നോക്കിയാണ് കുട്ടികളെ, ചോദ്യങ്ങൾ ഉത്തരം പറഞ്ഞു നോക്കിയേ. ക്ലോസ് ദ ഡോർ, പാസീവ് പറഞ്ഞു നോക്കിയാണ് കുട്ടികളെ. ക്ലോസ് എന്ന് പറയുന്ന വെർബാണ്, ദ ഡോർ എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ആണ്. ഈ പ്ലീസ് കൈൻഡിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഒഴിവാക്കി കളയണം കേട്ടോ, അതൊന്നും വേണ്ട നമുക്ക്. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം? ലോബ് V3 വെച്ചിട്ട് ലോബ് V3. ലെറ്റ് ആദ്യം എന്ത് ചേർത്തൂടെ? ലെറ്റ് ദ ഡോർ, ഒബ്ജക്റ്റ് ഏതാ? ദ ഡോർ. ബി, അത് കഴിഞ്ഞിട്ട് V3 ഏതാണ് കുട്ടികളെ? ക്ലോസിന്റെ മൂന്നാമത്തെ രൂപം, ക്ലോസ്ഡ്. എന്തെന്ന് കിട്ടുന്നു? ലെറ്റ് ദ ഡോർ ബി ക്ലോസ്ഡ്, ലെറ്റ് ദ ഡോർ ബി ക്ലോസ്ഡ്. അടുത്ത ചോദ്യം നോക്കിയാണ്ടായി, ഓപ്പൺ ദ വിൻഡോ, ഓപ്പൺ ദ വിൻഡോ, ഓപ്പൺ ദ വിൻഡോ. ഓപ്പൺ എന്ന് പറയുന്നതോ വേർബാണ്, ദ വിൻഡോ എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ആണ്. ഓപ്പൺ ദ വിൻഡോ എങ്ങനെ പറയാടെ? ലെറ്റ് ഒന്ന് പറഞ്ഞു നോക്കിയേ, ലെറ്റ് ദ വിൻഡോ, ലെറ്റ് ദ വിൻഡോ ബി ഓപ്പൺഡ്, ലെറ്റ് ദ വിൻഡോ ബി ഓപ്പൺഡ്. വളരെ എളുപ്പം, ലെറ്റ് ദ വിൻഡോ ബി ഓപ്പൺഡ്. അടുത്ത ചോദ്യം നോക്കിയേ, ഒബേ ദ ട്രാഫിക് റൂൾസ്, ഒബേ ദ ട്രാഫിക് റൂൾസ്. ഒബേ എന്ന് പറയുന്നത് വേർബാണ്, ദ ട്രാഫിക് റൂൾസ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റ്. പാസീവ് എങ്ങനെ പറയാം? ലെറ്റ്, ലെറ്റ് ദ ട്രാഫിക് റൂൾസ്, ലെറ്റ് ദ ട്രാഫിക് റൂൾസ് ബി ഒബെയ്ഡ്. എങ്ങനെ പറയാം? ലെറ്റ് ദ ട്രാഫിക് റൂൾസ് ബി ഒബൈഡ്. അവിടെ ഉത്തരമായിട്ട് വരുന്നു. അടുത്ത ചോദ്യം നോക്കിയേ, ഫിനിഷ് ദ വർക്ക്, ഫിനിഷ് ദ വർക്ക്. ഫിനിഷ് എന്ന് പറയുന്ന വേർബാണ്, ദ വർക്ക് എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ആണ്. എങ്ങനെ പാസീവ് പറയാടെ? ലെറ്റ്, ലെറ്റ് ദ വർക്ക്, ലെറ്റ് ദ വർക്ക് ബി ഫിനിഷ്ഡ്, ലെറ്റ് ദ വർക്ക് ബി ഫിനിഷ്ഡ്, ലെറ്റ് ദ വർക്ക് ബി ഫിനിഷ്ഡ്. അവിടെ ഉത്തരമായിട്ട് വരുന്നു. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിയേ, സിങ് എ സോങ്, സിങ് എ സോങ്. എങ്ങനെ പറയാം? സിങ് എന്ന് പറയുന്ന വേർബാണ്, എ സോങ് എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ആണ്. എങ്ങനെ പറയാടെ? എ സോങ്, ഇല്ല സോറി, ലെറ്റ് എ സോങ്, ലെറ്റ് എ സോങ് ബി സങ്, ലെറ്റ് എ സോങ് ബി സങ്. പാസീവായിട്ട് മാറി. വളരെ എളുപ്പമാണ്, ചുമ്മാ എഴുതാം, കൊച്ചു പിള്ളേർക്ക് വേണമെങ്കിൽ എഴുതി കളയാം. നോക്കിയേ, സോൾവ് ദ പ്രോബ്ലം. എങ്ങനെ പാസീവ് പറയാം? സോൾവ് എന്ന് പറയുന്ന വേർബാണ്, ദ പ്രോബ്ലം എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ആണ്. പാസീവ് പറഞ്ഞാൽ വീട്ടിലെ എങ്ങനെ പറയാം? ലെറ്റ് ദ പ്രോബ്ലം, ലെറ്റ് ദ പ്രോബ്ലം ബി സോൾവ്ഡ്, ലെറ്റ് ദ പ്രോബ്ലം ബി സോൾവ്ഡ്. അടുത്ത ചോദ്യം നോക്കിയേ, വാഷ് ദിസ് പ്ലേറ്റ്, വാഷ് ദിസ് പ്ലേറ്റ്. വാഷ് എന്ന് പറയുന്ന വേർബാണ്, ദിസ് പ്ലേറ്റ് എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ആണ്. പാസീവ് പറഞ്ഞാൽ വീട്ടിലെ ലെറ്റ് ദിസ് പ്ലേറ്റ്, ലെറ്റ് ദിസ് പ്ലേറ്റ് ബി വാഷ്ഡ്, ലെറ്റ് ദിസ് പ്ലേറ്റ് ബി വാഷ്ഡ്, ലെറ്റ് ദിസ് പ്ലേറ്റ് ബി വാഷ്ഡ്. അടുത്ത നോക്കിയേ, ഡു ഇറ്റ്. പാസീവ് പറഞ്ഞേ, ഡു എന്ന് പറയുന്ന വേർബാണ്, ഇറ്റ് എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ആണ്. ലെറ്റ് ഇറ്റ് ബി, ലെറ്റ് ഇറ്റ് ബി. ഡുവിന്റെ മൂന്നാമത്തെ രൂപം ഏതാ? ഡണ്, ലെറ്റ് ഇറ്റ് ബി ഡണ്, ലെറ്റ് ഇറ്റ് ബി ഡണ്. ക്ലിയർ ആണല്ലോ? അടുത്ത് നോക്കിയേ, ഗിവ് എ പെന്ന്. പാസീവ് പറഞ്ഞേ, ഗിവ് എ പെന്ന്. ഗിവ് എന്ന് പറയുന്ന വേർബാണ്, എ പെൻ എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ആണ്. എങ്ങനെ പറയാടോ? ലെറ്റ് എ പെന്ന്, ലെറ്റ് എ പെൻ ബി ഗിവൺ, ലെറ്റ് എ പെൻ ബി ഗിവൺ. അവിടെ പാസീവായിട്ട് വരുന്നു. റൈറ്റ് ദ എക്സാം, റൈറ്റ് ദ എക്സാം. എങ്ങനെ പറയാം? റൈറ്റ് വേർബാണ്, ദ എക്സാം എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ആണ്. എങ്ങനെ പറയാം? ലെറ്റ് ദ എക്സാം, ലെറ്റ് ദ എക്സാം ബി റിട്ടൺ, ലെറ്റ് ദ എക്സാം ബി റിട്ടൺ. പാസീവായിട്ട് പറയാം, ലെറ്റ് ദ എക്സാം ബി റിട്ടൺ. നോക്കിയേ, ലെറ്റ് ഹിം ഈറ്റ് ദ ഫുഡ്. നമുക്ക് ലെറ്റ് ഹിം ഒന്നും വേണ്ട, ലെറ്റ് ഹിം ഈറ്റ് ദ ഫുഡ്. അവിടെ ലെറ്റൊക്കെ ഒഴിവായി കളയുക. നമുക്ക് ഈറ്റ് എന്ന് പറയുന്ന വേർബാണ്, ദ ഫുഡ് എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ആണ്. ഇങ്ങനെ പറയാടെ, ലെറ്റ് ദ ഫുഡ്, ലെറ്റ് ദ ഫുഡ്, ലെറ്റ് ദ ഫുഡ് ബി. ഈറ്റിന്റെ മൂന്നാമത്തെ രൂപം ഈറ്റൺ, ഈറ്റൺ ബൈ ആരാണ്ട്? ഹിം. നമ്മൾ അവിടെ സബ്ജക്റ്റ് കിടക്കുന്നുണ്ട്, ഹിം അവിടെ, ബൈ ഹിം. ലെറ്റ് ദ ഫുഡ് ബി ഈറ്റൺ ബൈ ഹിം.
ഓക്കെ ആണല്ലോ. അപ്പോൾ ഇമ്പരേറ്റീവ് സെന്റൻസിന്റെ പാസീവ് വോയിസിന്റെ ഇക്വേഷൻ എങ്ങനെ പറഞ്ഞു കൂട്ടില്ലേ? ലോബ് V3. ഉറച്ചു പറഞ്ഞേ, ലോബ് V3. എങ്ങനെ പറഞ്ഞു? ലോബ് V3. ലോബ് V3 എന്ന് പറഞ്ഞ എന്തോ? ലെറ്റ് ഒബ്ജക്റ്റ് ബി V3. പറഞ്ഞേ, ലെറ്റ് ഒബ്ജക്റ്റ് ബി V3. ഓക്കെ, അടുത്ത് നോക്കിയേ. ഇനി ഇമ്പരേറ്റീവ് സെന്റൻസിൽ ഡോണ്ടിൽ തുടങ്ങുന്ന സെന്റൻസുകൾ വരും. അപ്പൊ അത്തരം സെന്റൻസ് ചെറിയൊരു വ്യത്യാസം, ഇക്വേഷൻ സെയിം, ചെറിയൊരു വ്യത്യാസം കൊണ്ട് പഠിക്കുക. ഡോണ്ടിൽ തുടങ്ങുന്ന സെന്റൻസുകളുടെ പാസീവ്, ഡോണ്ടിൽ തുടങ്ങുന്ന ഇമ്പരേറ്റീവ് സെന്റൻസുകളുടെ പാസീവ് ആണ് പറയുന്നത്. ഡോണ്ടിൽ തുടങ്ങുന്ന ഇമ്പരേറ്റീവ് സെന്റൻസുകളുടെ പാസീവ് നോക്കിയേ. ടൈപ്പ് 2 ഇമ്പരേറ്റീവ് രണ്ടാമത്തത്. ഇത്രയേ ഉള്ളൂ. ലെറ്റ് കഴിഞ്ഞിട്ട് എന്തും കൂടി ഇട്ട് കൊടുക്കുക? ഒരു നോട്ടും കൂടി ചേർത്ത് കൊടുക്കുക. വേറെ ഒന്നുമില്ല, നമ്മൾ നേരത്തെ പഠിച്ച അതേ ഇക്വേഷൻ. ലെറ്റിന് ശേഷം എന്തും കൂടി ഇട്ട് കൊടുക്കുക? ഒരു നോട്ടും കൂടി ഇടുക. അപ്പൊ നമുക്ക് എങ്ങനെ ഇക്വേഷൻ പറയാം? ലെറ്റ് നോട്ട് ഒബ്ജക്റ്റ് ബി V3. പറഞ്ഞു കൂട്ടില്ലേ? ലെറ്റ് നോട്ട് ഒബ്ജക്റ്റ് ബി V3. ഒരു തവണ കൂടെ പറ, ലെറ്റ് നോട്ട് ഒബ്ജക്റ്റ് ബി V3. ഓക്കെ, ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്കിയേ. ഡോണ്ട്, ഒന്നാമത് ചോദ്യം നോക്കിയേ. ഡോണ്ട് സിംഗ് എ സോങ്. ഡോണ്ടിൽ തുടങ്ങുന്ന സെൻസ്. ഇപ്പൊ എന്ത് ചേർക്കാം? സിംഗ് എന്ന് പറയുന്ന വെർബാണ്, എ സോങ് എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ആണ്. പാസീവ് പറഞ്ഞു നോക്കിയാണ് കുട്ടികളെ, എങ്ങനെ പറയാം? അത് ലെറ്റ് ചേർക്കാൻ പറഞ്ഞു, ലെറ്റ്. എന്നിട്ട് നോട്ട്, ലെറ്റ് നോട്ട്. ഒബ്ജക്റ്റ് ഏതാ? എ സോങ്. ലെറ്റ് നോട്ട് എ സോങ് ബി സങ്. ലെറ്റ് നോട്ട് എ സോങ് ബി സങ്. ലെറ്റ് നോട്ട് എ സോങ് ബി സങ്. അടുത്ത ചോദ്യം നോക്കിയേ. ഡോണ്ട് സോൾവ് ദ പ്രോബ്ലം. ഡോണ്ട് സോൾവ് ദ പ്രോബ്ലം. ഡോണ്ടിൽ തുടങ്ങുന്ന സെന്റൻസ്. സോൾവ് എന്ന് പറയുന്ന വെർബാണ്, ദ പ്രോബ്ലം എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ആണ്. പാസീവ് എങ്ങനെ പറയാടെ? ലെറ്റ്, അത് കഴിഞ്ഞിട്ട് നോട്ട്. ലെറ്റ് നോട്ട് ദ പ്രോബ്ലം. ലെറ്റ് നോട്ട് ദ പ്രോബ്ലം ബി. സോൾവിന്റെ മൂന്നാമത്തെ രൂപ ഏതാ? സോൾവ്ഡ്. ലെറ്റ് നോട്ട് ദ പ്രോബ്ലം ബി സോൾവ്ഡ്. ലെറ്റ് നോട്ട് ദ പ്രോബ്ലം ബി സോൾവ്ഡ്. അടുത്ത ചോദ്യം നോക്കിയേ. ഡോണ്ട് ക്ലോസ് ദ വിൻഡോ. ഡോണ്ട് ക്ലോസ് ദ വിൻഡോ. ഡോണ്ടിൽ തുടങ്ങുന്ന സെന്റൻസ്. ക്ലോസ് വേർബാണ്, ദ വിൻഡോ എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ആണ്. പാസീവ് എങ്ങനെ പറയാം കുട്ടികളെ? എങ്ങനെ പറയാം? ലെറ്റ് നോട്ട്, ലെറ്റ് നോട്ട് ദ വിൻഡോ. ലെറ്റ് നോട്ട് ദ വിൻഡോ ബി ക്ലോസ്ഡ്. ബി ക്ലോസ്ഡ്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിയേ. ഡോണ്ട് ഡിസ്റ്റർബ് ദ പേഷ്യന്റ്. ഡോണ്ട് ഡിസ്റ്റർബ് ദ പേഷ്യന്റ്. ഡോണ്ടിൽ തുടങ്ങുന്ന സെന്റൻസ്. ഡിസ്റ്റർബ് എന്ന് പറയുന്നത് വെർബാണ്, ദ പേഷ്യന്റ് എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ആണ്. പാസീവ് എങ്ങനെ പറയാം? ലെറ്റ് ദ പേഷ്യന്റ്. ലെറ്റ് ദ പേഷ്യന്റ് ബി ഡിസ്റ്റർബ്ഡ്. Let the patient be disturbed. Let the patient be disturbed. Clear ആണല്ലോ? അടുത്ത നോക്കിയേ. Don't write an exam. Don't write an exam. Don't തുടങ്ങുന്ന സെന്റൻസ് എങ്ങനെ പറയാം? Let not. Let not. Let ഇവിടെ let the patient അല്ല, let not ഉണ്ട് കേട്ടോ. Let not the patient be disturbed. Let കഴിഞ്ഞിട്ട് നോട്ടും കൂടി ചേർത്തോണേ, ഞാൻ നോട്ട് എഴുതിയില്ല. Let not the patient be disturbed. അടുത്ത ചോദ്യം നോക്കിയേ. Don't write an exam. Let not an exam. An exam be written. Let not an exam be written. ക്ലിയർ ആണോ? അപ്പൊ ഡോണ്ടിൽ തുടങ്ങുന്ന സെന്റൻസുകളുടെ പാസീവ് വോയിസ് ലെറ്റ് കഴിഞ്ഞിട്ട് ഒരു നോട്ടും കൂടി ചേർക്കുക. അപ്പൊ ഇക്വേഷൻ എങ്ങനെ പറയാം? ലെറ്റ് നോട്ട് ഒബ്ജക്റ്റ് ബി V3. ലെറ്റ് നോട്ട് ഒബ്ജക്റ്റ് ബി V3. അടുത്ത് നോക്കിയേ. കുട്ടികളെ, ഇമ്പരേറ്റീവ് സെനൻസിൽ തന്നെ നിങ്ങൾ നോക്കിയേ. ഈ ഷട്ടപ്പ്, ഗെറ്റ് ഔട്ട്, ഇങ്ങനെയുള്ള സെനൻസുകൾ വരുന്നു. ഒബ്ജക്റ്റ് ഇല്ലാത്ത ഇമ്പരേറ്റീവ് സെനൻസുകളാണ് വരുന്നത്. ഈ സെനൻസുകൾക്ക് ഒബ്ജക്റ്റ് ഉണ്ടോ? ഇല്ല. കാരണം ഷട്ടപ്പ് എന്ന് പറയുന്ന ഒരു വെർബ് ഫോം ആയിട്ട് വന്നിരിക്കുന്നു. ഒബ്ജക്റ്റ് ഇല്ല. ഒബ്ജക്റ്റ് ഇല്ലാത്ത ഒരു ഇമ്പരേറ്റീവ് സെനൻസ് വന്നെങ്കിൽ അവയുടെ പാസീവ് വോയിസ് എങ്ങനെ എഴുതാം? അതാണ് നമ്മൾ പഠിക്കുന്നത് കേട്ടോ. ഒബ്ജക്റ്റ് ഇല്ലാത്ത, ഇതേപോലെ ഷട്ടപ്പ്, ഗെറ്റ് ഔട്ട്, കം ഇൻ, പ്ലീസ് ഗെറ്റ് ഔട്ട് എന്നൊക്കെ പറയുന്ന സെന്റൻസുകൾ വന്നു കഴിഞ്ഞാൽ എങ്ങനെ പാസീവ് എഴുതാം എന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അടുത്ത് നമ്മൾ പറയുന്നത് ഒബ്ജക്റ്റ് ഇല്ലാത്ത ഇമ്പരേറ്റീവ് സെന്റൻസുകളുടെ പാസീവ് എങ്ങനെ എഴുതാം. നോക്കിയേ, ഇത്രയുള്ള കാര്യം. ഇക്വേഷൻ പഠിക്കാം. യു ആർ റിക്വസ്റ്റഡ് ഓർ കമാൻഡഡ് ഓർ അഡ്വൈസ്ഡ്. ഇതിൽ ഏത് വേണോ ചേർക്കാം. യു ആർ റിക്വസ്റ്റഡ് ഓർ കമാൻഡഡ് പ്ലസ് 2 പ്ലസ് എ സെന്റൻസ്. സെന്റൻസ് മാറ്റമില്ലാതെ എടുത്തേക്കണം. മാറ്റമില്ല. സെന്റൻസ് എങ്ങനെ കിടക്കുന്നോ അതുപോലെ അങ്ങ് എഴുതുക. ഒരു വാക്ക് പോലും മാറ്റണ്ട. ഓക്കെ, അപ്പൊ നമ്മളൊന്ന് പറഞ്ഞു, ഒബ്ജക്റ്റ് ഇല്ലാത്ത ഇമ്പരേറ്റീവ് സെന്റൻസുകളുടെ പാസീവ് വോയിസ് എഴുതുന്ന ഇക്വേഷൻ യു ആർ പ്ലസ്
ഓർഡേർഡ് ഓർ റിക്വസ്റ്റഡ് അല്ലെങ്കിൽ കമാൻഡഡ്, എല്ലാം സെയിം മീനിങ് ആണ്. റിക്വസ്റ്റഡ് അല്ലെങ്കിൽ കമാൻഡഡ് പ്ലസ് 2 പ്ലസ് സെന്റൻസ്. സെന്റൻസ് യാതൊരു മാറ്റമില്ലാതെ എഴുതണം. പ്ലീസ് കൈൻഡ്ലി ഒക്കെ ഉണ്ടെങ്കിൽ ഒഴിവാക്കണം, കാരണം അതിന് പകരമാണ് നമ്മൾ റിക്വസ്റ്റഡ് ചേർത്തിരിക്കുന്നത്. അപ്പം യു ആർ ഓർഡേർഡ് ഓർ കമാൻഡഡ് പ്ലസ് 2 പ്ലസ് സെന്റൻസ്. അങ്ങനെയാണെങ്കിൽ സെന്റൻസ് നോക്കിയാണ് കുട്ടികളെ. എക്സാമ്പിൾ, പ്ലീസ് കം ഇൻ. പ്ലീസ് വരുന്നുണ്ട്, ഇതിൽ ഏത് ചേർക്കാം കുട്ടികളെ? റിക്വസ്റ്റ് ചേർക്കാം. അപ്പൊ നമ്മൾ പ്ലീസ് ഒക്കെ ഒഴിവാക്കി. കം ഇൻ ഇതാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടത്. എങ്ങനെ പറയാം? സോറി, റിപ്പോർട്ട് അല്ല, പാസീവ് എഴുതേണ്ടത്. എങ്ങനെ പറയാം? യു ആർ റിക്വസ്റ്റഡ്. യു ആർ റിക്വസ്റ്റഡ് ടു. സെന്റൻസ് മാറ്റമില്ലാതെ എഴുതാൻ പറഞ്ഞു. കം ഇൻ. യു ആർ റിക്വസ്റ്റഡ് ടു കം ഇൻ. യു ആർ റിക്വസ്റ്റഡ് ടു കം ഇൻ. അടുത്ത ചോദ്യം നോക്കിയേ. ഷട്ടപ്പ് എങ്ങനെ പറയാം? യു ആർ, ഷട്ടപ്പ് റിക്വസ്റ്റ് ആണ് കമാൻഡ് ആണ്? കമാൻഡ് ആണ്. അപ്പൊ യു ആർ കമാൻഡഡ് ടു ഷട്ടപ്പ്. യു ആർ കമാൻഡഡ് ടു ഷട്ടപ്പ്. യു ആർ കമാൻഡഡ് ടു ഷട്ടപ്പ്. പാസീവായിട്ട് മാറി. ഓക്കെ, യു ആർ കമാൻഡഡ് ടു ഷട്ടപ്പ്. അടുത്ത ചോദ്യം നോക്കിയേ. ഗെറ്റ് ഔട്ട്. പാസീവ് പറഞ്ഞോട്ടില്ല. ഗെറ്റ് ഔട്ട് എങ്ങനെ പറയാം? ഗെറ്റ് ഔട്ട് യു ആർ കമാൻഡഡ് ടു ഗെറ്റ് ഔട്ട്. യു ആർ കമാൻഡഡ് ടു ഗെറ്റ് ഔട്ട്. അടുത്ത് നോക്കിയേ. പ്ലീസ് സ്റ്റാൻഡ് അപ്പ്. പ്ലീസ് വരുന്നതുകൊണ്ട് റിക്വസ്റ്റഡ് ചേർക്കുക. നമുക്ക് എങ്ങനെ പറയാം? യു ആർ റിക്വസ്റ്റഡ് ടു. യു ആർ റിക്വസ്റ്റഡ് ടു സ്റ്റാൻഡ് അപ്പ്. യു ആർ റിക്വസ്റ്റഡ് ടു സ്റ്റാൻഡ് അപ്പ്. അടുത്ത ചോദ്യം നോക്കിയേ. പ്ലീസ് സ്റ്റഡി വെൽ. കണ്ടല്ലോ, പ്ലീസ് സ്റ്റഡി വെൽ. ഇപ്പൊ പ്ലീസ് ഒഴിവാക്കി. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം? യു ആർ റിക്വസ്റ്റഡ് ടു സ്റ്റഡി വെൽ. യു ആർ റിക്വസ്റ്റഡ് ടു സ്റ്റഡി വെൽ. കണ്ടോ? യു ആർ റിക്വസ്റ്റഡ് ടു സ്റ്റഡി വെൽ. ക്ലിയർ ആണല്ലോ? അപ്പം ഒബ്ജക്റ്റ് ഇല്ലാത്ത ഒരു ഇമ്പരേറ്റീവ് സെന്റൻസ് വന്നു കഴിഞ്ഞാൽ എന്റെ പാസീവ് എഴുതുന്ന ഇക്വേഷൻ എങ്ങനെയാണ് കുട്ടികളെ പറഞ്ഞേ? യു ആർ പ്ലസ് ഓർഡേർഡ് ഓർ റിക്വസ്റ്റഡ് പ്ലസ് 2 പ്ലസ് സെന്റൻസ്. പ്ലസ് 2 പ്ലസ് സെന്റൻസ്. പ്രത്യേകത, സെന്റൻസ് യാതൊരു മാറ്റവും ഇല്ലാതെ എടുത്തെഴുതുക. ഓക്കെ, ഇനി യുവർ സെൽഫ് വരുന്ന സെന്റൻസുകൾ എങ്ങനെ നമുക്ക് പാസീവ് എഴുതാം? നമുക്ക് ചോദ്യത്തിനകത്ത് യുവർ സെൽഫ് ഇതേപോലെ വരുന്ന സെന്റൻസുകൾ എങ്ങനെ പാസീവ് എഴുതാം? നോക്കിയ ഒരു ചോദ്യം, സീറ്റ് യുവർ സെൽഫ്. കണ്ട, ഇങ്ങനെ വരുന്ന സെന്റൻസുകൾ, യുവർ സെൽഫ് വരുന്ന സെന്റൻസുകൾ എങ്ങനെ നമുക്ക് പാസീവ് എഴുതാമെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ കാര്യം. ടൈപ്പ് 4 ആണ്. യുവർ സെൽഫ് വരുന്ന സെന്റൻസുകളുടെ പാസീവ് വോയിസ് എങ്ങനെ എഴുതാം? ഇതൊക്കെ ശ്രദ്ധിച്ചോണം, ഇതൊക്കെ റയർ ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. നോക്കിയേ, സീറ്റ് യുവർ സെൽഫ്, ഇങ്ങനെയുള്ള സെന്റൻസുകൾ. ഇത്രയേ ഉള്ളൂ കാര്യം. ബി പ്ലസ് V3 പ്ലസ് RPS. ബി എഴുതുക, V3 വെർബിന്റെ മൂന്നാമത്തെ രൂപം എഴുതുക, യുവർ സെൽഫ് ഒക്കെ ഒഴിവാക്കുക. അതിന് പകരം ബി V3 RPS. യുവർ സെൽഫ് ഒഴിവാക്കിയതിന് ശേഷം എന്തെങ്കിലും സെന്റൻസിൽ ഉണ്ടെങ്കിൽ എടുത്തെഴുതുക. അപ്പൊ യുവർ സെൽഫ് ഒഴിവാക്കുക, ബി കഴിഞ്ഞിട്ട് V3 എഴുതുക, റിമൈനിങ് പാർട്ട് വല്ലതും ഉണ്ടെങ്കിൽ അതുപോലെ അങ്ങ് എടുത്തെഴുതി കൊടുക്കുക. അപ്പൊ യുവർ സെൽഫ് വരുന്ന സെന്റൻസുകളുടെ പാസീവ് വോയിസിന്റെ ഇക്വേഷൻ ആണ് ബി പ്ലസ് V3 പ്ലസ് RPS. ബി പ്ലസ് V3 പ്ലസ് RPS. അങ്ങനെയാണെങ്കിൽ ആ സെന്റൻസിന്റെ പാസീവ് എന്ന് പറഞ്ഞാൽ നോട്ടിലെ സീറ്റ് യുവർ സെൽഫ്. യുവർ സെൽഫ് ഒഴിവാക്കി, ബി ചേർത്തു. ബി സീറ്റിന്റെ മൂന്നാമത്തെ രൂപം ഏതാ? സീറ്റഡ്. വേറെ RPS ഇല്ലാത്തതുകൊണ്ട് എഴുതണ്ട. പ്ലസ് ഓർ മൈനസ് ഇട്ട് പഠിച്ചോണം കേട്ടോ. ഉണ്ടെങ്കിൽ എഴുതിയാൽ മതി, ഇല്ലെങ്കിൽ എഴുതണ്ട. ബി സീറ്റഡ്. അടുത്ത ചോദ്യം നോക്കിയേ. പ്രിപ്പയർ യുവർ സെൽഫ് ഫോർ ദ ബെസ്റ്റ്. പ്രിപ്പയർ യുവർ സെൽഫ് ഫോർ ദ ബെസ്റ്റ്. കണ്ട, യുവർ സെൽഫ് വരുന്ന സെന്റൻസ് ഒഴിവാക്കി. നമ്മൾ എന്ത് തുടങ്ങി? ബി. ഇനി V3 ഏതാ? പ്രിപ്പയറിന്റെ മൂന്നാമത്തെ രൂപം പ്രിപ്പയർഡ്. ഇനി നോക്കാം, RPS കിടപ്പുണ്ട്. താഴെ കണ്ട ഫോർ ദ ബെസ്റ്റ്. ഫോർ ദ ബെസ്റ്റ് അതുപോലെ എഴുതി. ഫോർ ദ ബെസ്റ്റ്. ഫോർ ദ ബെസ്റ്റ്. ബി പ്രിപ്പയർഡ് ഫോർ ദ ബെസ്റ്റ്. അവിടെ കിട്ടി. ബി പ്രിപ്പയർഡ് ഫോർ ദ ബെസ്റ്റ്. അപ്പം യുവർ സെൽഫ് വരുന്ന സെന്റൻസുകളുടെ പാസീവ് എഴുതാൻ പറഞ്ഞാൽ യുവർ സെൽഫ് മാറ്റുക, പകരം ബി പ്ലസ് V3 പ്ലസ് ഓർ മൈനസ് RPS. ബി പ്ലസ് V3 പ്ലസ് ഓർ മൈനസ് RPS. അടുത്ത് നോക്കിയേ. സിംഗ് യുവർ സെൽഫ്. പറ, സിംഗ് യുവർ സെൽഫ്. പാസീവ് പറഞ്ഞ കൂട്ടുക. ബി ചേർത്തു, യുവർ സെൽഫ് ഒഴിവാക്കി. ബി എന്ത് ചെയ്യുന്നൂടെ? സിംഗിന്റെ മൂന്നാമത്തെ രൂപം ഏതാ? സങ്. ബി സങ്. പാസീവായിട്ട് മാറി. ബി സങ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? യുവർ സെൽഫ് വരുന്ന സെന്റൻസുകളുടെ പാസീവ് എങ്ങനെ? ബി പ്ലസ് V3 പ്ലസ് ഓർ മൈനസ് RPS. മറക്കൂലല്ലോ. ഇതൊക്കെ റാൻഡം ആണ്, റയർ ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഓർമ്മയിലിരിക്കാം. ഇങ്ങനൊരു ചോദ്യമൊക്കെ വന്നു കഴിഞ്ഞാൽ
ഇച്ചിരി സ്റ്റാൻഡേർഡ് ആണ്. ഇത്തരത്തിലുള്ള സാധനങ്ങളൊന്നും അധികം ആരും പഠിപ്പിക്കാത്തൊന്നുമില്ല. അതൊക്കെ നമ്മൾ നോക്കി വെച്ചിരിക്കണം. ഇങ്ങനെ റയറായിട്ട് വരുന്ന സാധനങ്ങളെല്ലാം ഇൻ കേസ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എഴുതിയിരിക്കണം. ഓക്കെ, അടുത്ത് നോക്കിയേ. പാസീവ് വോയിസിൽ നമ്മൾ ഏറ്റവും അവസാനം എപ്പോഴും ബൈ ആണ് ചേർക്കുന്നത് അല്ലേ? ബൈ ഹിം, ബൈ ഹെർ, ബൈ ദം, ചിലപ്പം ബൈ പേരുകളാണെങ്കിൽ അതൊക്കെ വരും. ഇനി ചില അവസരങ്ങളിൽ ബൈക്ക് പകരം എന്ത് വരും? മറ്റ് പ്രിപ്പോസിഷൻ. ബൈ ഒരു പ്രിപ്പോസിഷൻ ആണ്. ബൈക്ക് പകരം മറ്റ് പ്രിപ്പോസിഷൻസ് വരും. ഇങ്ങനെയാണെങ്കിൽ അവ ഏതൊക്കെയാണ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. ബൈ തന്നെ വരണമെന്നില്ല. ചില ചോദ്യങ്ങളിൽ ബൈക്ക് പകരം അറ്റ് വരാം, ഇന്ന് വരാം, ഓക്കെ, വിത്ത് വരാം, ഇതൊക്കെ വരാറുണ്ട്. ഇതെങ്ങനെ വരുന്നു? ഇവ ഏതൊക്കെയാണ് എന്നാണ് നമ്മൾ നോക്കുന്നത്. നോക്കിയോ, പാസീവ് വോയിസിൽ നമ്മൾ V3 ഫോമിൽ വെർബ് എഴുതി നിർത്തുമല്ല, അത് നോൺ, KNOW നോൺ എന്ന വെർബിലാണ് നിർത്തുന്നതെങ്കിൽ അതിനോടൊപ്പം നമ്മൾ ബൈ ചേർക്കരുത്, പകരം ടു ചേർത്ത് പറയണം. പാസീവ് വോയിസിൽ നമ്മൾ V3 എഴുതി നിർത്തുമല്ലോ, ലാസ്റ്റ് V3 കഴിഞ്ഞിട്ടല്ലേ ബൈ പ്ലസ് സബ്ജക്റ്റ് എഴുതുന്നത്. അപ്പം നോൺ എന്ന് പറയുന്ന വെർബ് V3യിലാണ് നിൽക്കുന്നതെങ്കിൽ ബൈ ചേർക്കരുത്, പകരം എന്ത് ചേർക്കുക? ടു ചേർത്ത് പറയുക. ഒരു ചോദ്യത്തിലൂടെ പരിചയപ്പെടാം. നോക്ക്, ഐ ഹാവ് നോൺ ഹിം. ഐ ഹാവ് നോൺ ഹിം പാസീവ് പറഞ്ഞാണ് കേട്ടല്ലേ. ഇവിടെ ഐ എന്ന് പറയുന്ന സബ്ജക്റ്റ്, ഹാവ് എന്ന് പറയുന്ന ഓക്സിലറി വെർബാണ്, നോൺ എന്ന് പറയുന്ന വെർബാണ്, ഹിം എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ആണ്. നമുക്ക് എങ്ങനെ പാസീവ് എഴുതാം? ഹാവ് വരുന്ന സെൻസിന്റെ പാസീവ് വോയിസ് എങ്ങനെയാണ് കുട്ടികളെ? പഠിച്ചതാണ്. ഒബ്ജക്റ്റ് പ്ലസ് ഓക്സിലറി വെർബ് പ്ലസ് ബീൻ പ്ലസ് V3. ഓക്കെ, നമുക്ക് ഒബ്ജക്റ്റ് ഏതാ? ഹിം. ഹിം സെന്റൻസിന്റെ തുടക്കത്തിൽ വരും, ഒബ്ജക്റ്റിന്റെ സ്ഥാനത്ത് വരുമ്പോൾ എവിടെ എന്തായിട്ട് മാറും? ഹി ആയിട്ട് മാറും. പാസീവില് ഹി ആയിട്ട് മാറും. ഹി. ഇനി അതിന്റെ ഓക്സിലറി നോക്കുക, ഐ പ്ലൂറൽ ആയതുകൊണ്ടാണ് ഹാവ് എഴുതുന്നത്. ഹി ആയപ്പം ഹാവ് എഴുതാൻ പറ്റുമോ? ഇല്ല, അതിന്റെ സിംഗുലർ ആയിട്ടുള്ള ഹാസ് എഴുതി. ഹി ഹാസ്. അതിന്റെ എന്ത് എഴുതുക? ബീൻ. ഹി ഹാസ് ബീൻ. അത് കഴിഞ്ഞിട്ട് V3 നോൺ. ഹി ഹാസ് ബീൻ നോൺ. ഇനി നമ്മൾ എന്താണ് എഴുതുന്നത്? ബൈ പ്ലസ് സബ്ജക്റ്റ് ആണ് എഴുതേണ്ടത്. ഇവിടെ നോക്ക്, ഐ ആണ് സബ്ജക്റ്റ്. ഇവിടെ നോണിലാണ് ഒരു സെന്റൻസ്, KNOWN നോണിലാണ് അവസാനിക്കുന്നതെങ്കിൽ ബൈ ചേർക്കരുത്, പകരം എന്ത് ചേർക്കാൻ പറഞ്ഞു? ടു ചേർക്കാൻ പറഞ്ഞു. അപ്പൊ നമുക്ക് എന്ത് പറയാം? ടു മീ. അവിടെ ഉത്തരം മാറ്റുക. ഐയുടെ ഒബ്ജക്റ്റീവ് ഇപ്പം മീ ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ ഇടുന്നു? ഹി ഹാസ് ബീൻ നോൺ ടു മീ. ഹി ഹാസ് ബീൻ നോൺ ടു മീ. അവിടെ ഉത്തരമായിട്ട് വരുന്നു. ഹി ഹാസ് ബീൻ നോൺ ടു മീ. അവിടെ ഉത്തരമായിട്ട് വരുന്നു. ക്ലിയർ ആണല്ലോ? ഓക്കെ, മറക്കൂല. ഈ അടുത്ത ചോദ്യം നോക്കി. ഹീസ് ഡാഷ് ടു മീ. ഹീസ് ഡാഷ് ടു മീ. കണ്ടല്ലോ കുട്ടികളെ, ഇവിടെ ടു മീ കിടപ്പുണ്ട്. അപ്പൊ നമ്മൾ നോക്ക്, ടു മീ വരണമെങ്കിൽ ടു പ്ലസ് ഒബ്ജക്റ്റ് വരണമെങ്കിൽ എന്ത് ചെയ്യണം? പാസീവ് വോയിസിൽ നോൺ വരണം, അല്ലെങ്കിൽ V3 ആണ് വരേണ്ടത്. അപ്പൊ ഇവിടെ നോക്കിയാണ്, ഇവിടെ ഇങ്ങനെ വരുന്ന ചോദ്യങ്ങളിൽ കുട്ടികൾ ഈസ് കഴിഞ്ഞിട്ട് എന്ത് എഴുതി വെക്കും? ING എഴുതും. കാരണം ഈസ് ആകുമ്പോൾ 6 വാസ് വേറെ കഴിഞ്ഞാൽ ING ആണ് വരുന്നത്. നിങ്ങൾ അപ്പൊ ഇത്തരം ചോദ്യങ്ങൾ നോക്കുക. നോയൊക്കെ ആണെങ്കിൽ ടു പ്ലസ് ഒരു ഒബ്ജക്റ്റ് രൂപമാണ് കിടക്കുന്നെങ്കിൽ അവിടെ പാസീവ് വോയിസ് ആയിരിക്കും. അവിടെ നമ്മൾ V3 എഴുതാൻ പാടുള്ളൂ. അവിടെ നോൺ വരുന്നു. കാരണം നോൺ കഴിഞ്ഞ് ടു പ്ലസ് ഒബ്ജക്റ്റ് എഴുതാം, അല്ലെങ്കിൽ ടു പ്ലസ് ഒരു ഒബ്ജക്റ്റ് രൂപം വരാം. പാസീവ് വോയിസിനെ സൂചിപ്പിക്കുന്നു. അപ്പൊ ഹീസ് നോൺ ടു മീ അവിടെ ഉത്തരമായിട്ട് വരുന്നു. ഹീസ് നോൺ ടു മീ വരുന്നു. അപ്പൊ പാസീവ് വോയിസിൽ ബൈക്ക് പകരം ടു ഉപയോഗിക്കുന്ന നല്ലൊരു കണ്ടീഷനാണ് കേട്ടോ. നല്ലൊരു ചോദ്യമാണ്, നല്ലൊരു കണ്ടീഷനാണ്. പാസീവ് വോയിസിൽ ബൈക്ക് പകരം ടു ഉപയോഗിക്കുന്നത് എങ്ങനെയാണ് കുട്ടികളെ? നോൺ എന്ന് പറയുന്ന V3 ഫോമിലെ വേർബിലാണ് നിൽക്കുന്നതെങ്കിൽ ബൈ ചേർത്ത് സബ്ജക്റ്റ് എഴുതരുത്, ടു ചേർത്ത് സബ്ജക്റ്റ് എഴുതാൻ നിൽക്കണം. ബൈ ചേർത്ത് എഴുതരുത്, പകരം എന്ത് ചേർക്കുക? ടു ചേർത്ത് സബ്ജക്റ്റ് എഴുതുക. ഓക്കെ, അടുത്ത് നോക്കിയേ. ഒബ്ജക്റ്റ് നമുക്ക് തന്നിരിക്കുന്ന സബ്ജക്റ്റ് ജീവനില്ലാത്ത വസ്തുക്കളായാൽ ബൈക്ക് പകരം എന്ത് ചേർക്കാൻ കുട്ടികളെ? ഇന്ന് ചേർത്തിട്ട് പറയാം. ജീവനില്ലാത്ത വസ്തുക്കളാണ് പ്രവൃത്തി ചെയ്യുന്നു എന്ന് പറയുന്നതെങ്കിൽ ബൈ ചേർത്ത് പറയല്, ഇന്ന് ചേർത്തിട്ട് പറയണം. അപ്പം സബ്ജക്റ്റ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന സെന്റൻസിലെ സബ്ജക്റ്റ് ഒരു ജീവനില്ലാത്ത വസ്തുവാണെങ്കിൽ നമുക്ക് എന്ത് ചേർക്കുക? ബൈ പറയരുത്, ബൈ പ്ലസ്. ഇപ്പം ബൈ ഹോം എന്ന് പറയരുത്, ബൈ അല്ലെങ്കിൽ ഇൻ ഹോം പറയണം. ബൈ ഷോപ്പ് പറയരുത്, ഇൻ ഷോപ്പ്. ഇതൊക്കെ ജീവനില്ലാത്ത വസ്തുക്കളാണ്. അപ്പൊ നമ്മൾ ഇന്ന് ചേർത്ത് പറയണം. സബ്ജക്റ്റ് ഒരു ജീവനില്ലാത്ത വസ്തുവായാൽ ബൈ ചേർക്കരുത്, പകരം ഇന്ന് ചേർക്കാം. നമുക്കൊരു എക്സാമ്പിളിലൂടെ പരിചയപ്പെടാം. ദിസ് ഷോപ്പ്, ദിസ് സബ്ജക്റ്റ് ആണ്. എന്ത് ചെയ്യുന്നൂടെ? ദിസ് അല്ല, ദിസ് ഷോപ്പ് എന്ന് പറയുന്ന സബ്ജക്റ്റ് ആണ്. സെൽസ് എന്ന് പറയുന്ന വേർബാണ്. വെജിറ്റബിൾസ് എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ആണ്. കണ്ടല്ലോ, സെൽസ് എസ്സിൽ അവസാനിക്കുന്നതാണ്. എസ്സിൽ അവസാനിക്കുന്ന വെർബ് വരുന്ന സെൻറ്റൻസുകളുടെ പാസീവ് വോയിസിന്റെ റൂൾ എങ്ങനെയാണ് കുട്ടികളെ? പറഞ്ഞു നോക്കിയേ. ഒബ്ജക്റ്റ് എങ്ങനെ? V1 അല്ലെങ്കിൽ എസ്സിൽ അവസാനിക്കുന്ന വെർബുകളാണെങ്കിൽ പാസീവ് വോയിസ് എങ്ങനെ എഴുതാം? ഒബ്ജക്റ്റ് പ്ലസ് ഓക്സിലറി വെർബായിട്ട് ഏതൊക്കെ എടുക്കാം? ഈസ്, ആം, ആർ. ഈസ്, ആം, ആർ പ്ലസ് ഈസ്, ആം, ആർ പ്ലസ് ഏതാണ് കുട്ടികളെ? V3. ഈസ്, ആം, ആർ പ്ലസ് V3. നോക്ക്, ഇവിടെ ഒബ്ജക്റ്റ് ഏതാ? വെജിറ്റബിൾസ് എഴുതി. വെജിറ്റബിൾസ്
എഴുതി. അത് കഴിഞ്ഞിട്ട് നമുക്ക് വെജിറ്റബിൾസ് സിംഗുലർ ആണ് പ്ലൂറലാണ്? പ്ലൂറലാണ്. ഈസ് ആം ആറിൽ ഏതെടുക്കാം കുട്ടികളെ? നമുക്ക് ഏതെടുക്കാം? 6 എടുക്കാം. അപ്പം വെജിറ്റബിൾസ് 6. ഇനി V3 ആണ്. V3 ഏതാ? സെല്ലിന്റെ മൂന്നാമത്തെ രൂപം സോൾഡ്. നമുക്ക് ഇനി നമ്മൾ ചേർത്ത് എഴുതുന്നത് ബൈ ചേർത്താണ് എഴുതണം. ബൈ ദിസ് ഷോപ്പ് എന്നാണ് എഴുതേണ്ടത്. ചില ക്വസ്റ്റ്യൻ ചിലപ്പോഴേ ഏതൊരു ക്വസ്റ്റ്യനും ബൈ ദിസ് എന്ത് ചെയ്യുന്നു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ബൈ ദിസ് ഷോപ്പ് എന്ന് കിടപ്പുണ്ടായിരുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ എഴുതേണ്ട ഇന്നാണ് വരേണ്ടത് കേട്ടോ. അപ്പൊ നമുക്ക് എന്ത് ചേർക്കാം? ഷോപ്പ് ജീവനില്ലാത്ത വയസ്സായതുകൊണ്ട് ഏറ്റവും ഉചിതം എന്ന് പറയുന്നത് ഇൻ ദിസ് ഷോപ്പ്. ഇൻ ദിസ് ഷോപ്പ്. ഏതൊരു പ്രീവിയസ് ചോദ്യത്തിൽ ബൈ ചേർത്തിട്ടുണ്ടായിരുന്നു. PSC തന്നെ മറ്റൊരു ചോദ്യം നടത്തിയപ്പോൾ ഇതേ ചോദ്യങ്ങൾ വേറെ വന്നപ്പം അവിടെ ഇന്നാണ് വന്നിട്ടുള്ളത്. ബൈ വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് വന്നിട്ടുണ്ടായിരുന്നു. ബൈ ചിലതിലൊക്കെ പറയാറുണ്ട്, ഒബ്ജക്റ്റിന് മുന്നിൽ ജീവനില്ലാത്ത വസ്തുവിന് ബൈ ചേർത്ത് പറയാറുണ്ട്. നിങ്ങൾക്ക് ഇനിയിപ്പം ബൈ ഇല്ല, ഇന്നാണ് കിടക്കുന്നതെങ്കിൽ നിങ്ങൾ എഴുതാതെ പോകരുത് എന്നാണ് ഉദ്ദേശിച്ചത്. ഓക്കെ. അപ്പം വെജിറ്റബിൾസ് ആർ സോൾഡ് ഇൻ ദിസ് ഷോപ്പ്. ഓക്കെ. അടുത്ത ചോദ്യം നോക്കിയേ. ക്ലാസിക്കൽ മ്യൂസിക് ഇൻട്രസ്റ്റ് മീ. കണ്ടല്ലോ, ക്ലാസിക്കൽ മ്യൂസിക് എന്ന് പറയുന്നത് സബ്ജക്റ്റ് ആണ്, ജീവനില്ലാത്ത വസ്തു. ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഒരു എന്തുകൊണ്ടേ വെർബാണ്. മീ എന്ന് പറയുന്നത് സബ്ജക്റ്റ് ആണ് അല്ലേ? എസ്സിൽ അവസാനിക്കുന്ന വെർബ് പാസീവ്. ഒബ്ജക്റ്റ് പ്ലസ് ഈസ് ആം ആർ പ്ലസ് V3. നമുക്ക് മീ ആണ് ഒബ്ജക്റ്റ്, എന്തായിട്ട് മാറുന്നു? ഐ വന്നു കഴിഞ്ഞാൽ ഈസ് ആം ആറിൽ ഏതെഴുതാം? ആം. ഐ ആം. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു? V3 ഇൻട്രസ്റ്റിന്റെ V3 ഏതാ? ഇൻട്രസ്റ്റഡ്. ഇനി അത് കഴിഞ്ഞിട്ട് എന്ത് ചേർക്കണം കൂട്ടലെ? ഇനി നമ്മൾ ചേർക്കേണ്ടത് ബൈ പ്ലസ് സബ്ജക്റ്റ്. ക്ലാസിക്കൽ മ്യൂസിക് ജീവനില്ലാത്തതുകൊണ്ട് ഇൻ ക്ലാസിക്കൽ മ്യൂസിക് എഴുതി. ഇൻ ക്ലാസിക്കൽ മ്യൂസിക്. അപ്പൊ ഐ ആം ഇൻട്രസ്റ്റഡ് ഇൻ ക്ലാസിക്കൽ മ്യൂസിക് പാസീവ് വോയിസ് ആയിട്ട് മാറി. ഓക്കെ, മറക്കല്ലേ കേട്ടോ. അടുത്ത് നോക്കിയേ. ദിസ് ഷോപ്പ് സെൽസ് നോൺ ഫിക്ഷൻ ബുക്സ്. കണ്ടല്ലോ, ദിസ് ഷോപ്പ് സെൽസ് നോൺ ഫിക്ഷൻ ബുക്സ്. ദിസ് ഷോപ്പ് എന്ന് പറയുന്നത് എന്താണ്? സബ്ജക്റ്റ് ആണ്. സെൽസ് എന്ന് പറയുന്ന വേർബാണ്. നോൺ ഫിക്ഷൻ ബുക്സ് എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ആണ്. പാസീവ് എഴുതാൻ പറഞ്ഞ എസ്സിൽ അവസാനിക്കുന്നു. ഇതേ ഇക്വേഷൻ. ഒബ്ജക്റ്റ് പ്ലസ് ഈസ് ആം ആർ പ്ലസ് V3. ഓക്കെ, എങ്കിൽ പറഞ്ഞേ നോൺ ഫിക്ഷൻ ബുക്സ്. ബുക്സ് പ്ലൂറലാണ്, അതുകൊണ്ട് നമുക്ക് ഈസ് ആം ആറിൽ ഏതെടുക്കാം? 6. നോൺ ഫിക്ഷൻ ബുക്സ് 6. ഇനി V3 ഏതാ? സെല്ലിന്റെ മൂന്നാമത്തെ രൂപം സോൾഡ്. ബൈ എഴുതാൻ പറ്റുമോ? ഷോപ്പാണ്. ഷോപ്പ് ഒബ്ജക്റ്റ് ആയതുകൊണ്ട് അല്ലെങ്കിൽ എന്തുകൊണ്ടേ ജീവനില്ലാത്ത വസ്തു ആയതുകൊണ്ട് ഇൻ ദിസ് ഷോപ്പ്. അതാണ് ഏറ്റവും ഉചിതം. ഇൻ ദിസ് ഷോപ്പ്. ചില ചോദ്യത്തിൽ ബൈ ദിസ് ഷോപ്പ് എന്നും കിടപ്പുണ്ടായിരിക്കും കേട്ടോ. അത് ഈ ചോദ്യത്തിൽ ബൈ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഏറ്റവും ഉചിതം ഇൻ ദിസ് ഷോപ്പ്. അപ്പം നോൺ ഫിക്ഷൻ ബുക്സ് ആർ സോൾഡ് ഇൻ ദിസ് ഷോപ്പ്. ക്ലിയർ ആണല്ലോ? അപ്പൊ ജീവനില്ലാത്ത വസ്തുക്കൾ വന്നു കഴിഞ്ഞാൽ എന്ത് ചേർക്കണം? ബൈക്ക് പകരം ഇന്ന് ചേർത്ത് പറയുക. ഓക്കെ. അതുപോലെ നോൺ എന്ന വെർബിലാണ്, നോൺ എന്ന V3 ഫോമിലാണ് ഒരു പാസീവ് വോയിസ് അവസാനിക്കുന്നെങ്കിൽ 2 ചേർത്ത് പറയണം. നോണിനോടൊപ്പം 2 പ്ലസ് ഒബ്ജക്റ്റ് അല്ലെങ്കിൽ സബ്ജക്റ്റ് ആണ് എഴുതേണ്ടത്. 2 കാര്യം ബൈക്ക് പകരം ഉപയോഗിക്കുന്നു, 2ഉം ഇന്നും. അടുത്ത് നോക്കിയാണ് കുട്ടികളെ, അറ്റ് ഉപയോഗിക്കുന്ന കണ്ടീഷനാണ് കേട്ടോ. അറ്റ് ഉപയോഗിക്കുന്ന കണ്ടീഷൻ. ബൈക്ക് പകരം അറ്റ് ഇവിടെ ഉപയോഗിക്കാം. പാസീവ് വോയിസിൽ സർപ്രൈസ്ഡ്, അസ്റ്റോണിഷ്ഡ്. നേരത്തെ നമ്മൾ നോൺ പറഞ്ഞില്ലേ, KNOWN നോൺ പറഞ്ഞില്ലേ, അതുപോലെ സർപ്രൈസ്ഡ് എന്ന വെർബിലാണ് ഒരു പാസീവ് വോയിസ് അവസാനിച്ചിരിക്കുന്നത്, V3 വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ അസ്റ്റോണിഷ്ഡ് എന്ന് പറയുന്ന വെർബിലാണ് ഒരു പാസീവ് വോയിസ് വന്ന് നിൽക്കുന്നത്. എങ്കിൽ നമ്മൾ അത്തരം സെന്റൻസുകളിൽ എന്ത് ചേർക്കാം? അറ്റ് ചേർത്ത് വേണം സബ്ജക്റ്റ് എഴുതാൻ. ഇപ്പൊ സർപ്രൈസ്ഡ്, അസ്റ്റോണിഷ്ഡ് ഈ വാക്കുകളോടൊപ്പം അറ്റ് ചേർത്ത് സബ്ജക്റ്റ് എഴുതണം. അവിടെ എന്ത് ചേർക്കാൻ പാടില്ല? ബൈ ചേർക്കരുത്. 2 വാക്ക് പഠിച്ചു വെച്ച്. സർപ്രൈസ്ഡ്, അസ്റ്റോണിഷ്ഡ്. എളുപ്പം. സർപ്രൈസ്ഡ്, അസ്റ്റോണിഷ്ഡ് ഈ 2 വാക്കുകൾ കഴിഞ്ഞാൽ ബൈ ചേർക്കരുത്, പകരം എന്ത് ചേർക്കുക? അറ്റ് ചേർത്ത് പറയുക. ഓക്കെ. ഇപ്പം നമ്മൾ നോൺ എന്ന് പറയുന്ന വെർബിനോടൊപ്പം 2 കഴിഞ്ഞിട്ടാണ് സബ്ജക്റ്റ് എഴുതേണ്ടത്. അതുപോലെ സർപ്രൈസ്ഡ്, അസ്റ്റോണിഷ്ഡ് എന്ന് പറയുന്ന വെർബിനോടൊപ്പം അറ്റ് ചേർത്തിട്ടാണ് സബ്ജക്റ്റ് എഴുതേണ്ടത്. വാക്ക് നോക്കിയ ഒരു എക്സാമ്പിൾ നോക്കിയേ. ഇതിന്റെ പാസീവ് എന്ന് പറഞ്ഞ് ഹിസ് ബിഹേവിയർ എന്ന് പറയുന്നത് എന്താണ് കുട്ടികളെ? സബ്ജക്റ്റ് ആണ്. സർപ്രൈസ്ഡ് എന്ന് പറയുന്നത് വെർബാണ്. മീ എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ആണ്. പാസീവ് നോക്കിയേ. സർപ്രൈസ്ഡ് V2 ആണ്. V2 വരുന്ന സെന്റൻസിന്റെ പാസീവ് നമുക്ക് എങ്ങനെ പറയാം? ഒബ്ജക്റ്റ് പ്ലസ് ഏതാണ് കുട്ടികളെ? വാസ് ഓർ വെയർ. വെയർ പ്ലസ് V3. വാസ് ഓർ വെയർ പ്ലസ് V3 അല്ലേ? അപ്പൊ നോക്കിയേ, ഒബ്ജക്റ്റ് ഏതാ? മീ എന്തായിട്ട് മാറുന്നു? ഐ. അത് കഴിഞ്ഞിട്ട് ഐയോടൊപ്പം വാസ് വെയറിൽ ഏത് നിൽക്കുള്ളൂ?
വാസ് എന്ന് നീക്കിയുള്ളൂ. ഐ വാസ്. അത് കഴിഞ്ഞിട്ട് V3 സർപ്രൈസ്ഡ് തന്നെയാണ് V3. ഐ വാസ് സർപ്രൈസ്ഡ്. ഇനി നമുക്ക് ഒബ്ജക്റ്റ് ആണ് എഴുതേണ്ടത്, സബ്ജക്റ്റ് ആണ് എഴുതേണ്ടത്. നമുക്ക് സബ്ജക്റ്റ് ഹിസ് ബിഹേവിയർ. കണ്ട, സർപ്രൈസ്ഡ് എന്ന് പറയുന്ന വെർബിലാണ് അവസാനിച്ച് കഴിഞ്ഞാൽ അറ്റ് ചേർത്ത് വേണം എഴുതാൻ. അറ്റ് ഹിസ് ബിഹേവിയർ. അറ്റ് ഹിസ് ബൈ ഹിസ് ബിഹേവിയർ എന്ന് പറയല് അറ്റ് ഹിസ് ബിഹേവിയർ. ഓക്കെ, ചില ചോദ്യത്തിൽ ബൈയും വരാം കേട്ടോ. അപ്പൊ അറ്റാണ് അവിടെ ഏറ്റവും ഉചിതം. അപ്പൊ ഐ വാസ് സർപ്രൈസ്ഡ് അറ്റ് ഹിസ് ബിഹേവിയർ. ഐ വാസ് സർപ്രൈസ്ഡ് അറ്റ് ഹിസ് ബിഹേവിയർ. ഓക്കെ, അപ്പോൾ കുട്ടികളെ നമ്മളിത് പഠിച്ചു തീർത്തത് പാസീവ് വോയിസ് ആണ്. വളരെ എളുപ്പം, വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വളരെ നിഷ്പ്രയാസം നമ്മൾ ആ പാസീവ് വോയിസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ആ 5 റൂൾ വെച്ചിട്ടാണ് നമ്മൾ എഴുതിയത്. 5 റൂൾ ഒന്ന് കുറിച്ച് വെച്ച് പഠിക്കുക. എന്ത് ചെയ്യുന്നു, നമ്മളിപ്പം എന്നോടൊപ്പം നോട്ട് എഴുതിയെടുത്തവർക്കും എന്നോടൊപ്പം ഇരുന്ന് പഠിച്ചവർക്കും അത് കിട്ടിക്കാണും. ആ 10 ഒരു ഇടിയം പറഞ്ഞിരുന്നു. ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ക്ലാസ് ഒന്ന് തീർക്കാം. പറഞ്ഞ കുട്ടികളെ, റെഡ് ലെറ്റേർഡ് എന്ന് പറഞ്ഞ എന്താണെന്ന് പറഞ്ഞു. ഇമ്പോർട്ടന്റ് റെഡിങ് എന്ന് പറഞ്ഞാലോ, റെഡിങ് പരീക്ഷ പേപ്പർ ഓർക്കാൻ പറഞ്ഞു. ഡെപ്റ്റ് ഇൻ ദി റെഡ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇൻ ദി റെഡിലാണ് അളിയാന്ന് പറഞ്ഞാൽ കടം കയറി മുടിഞ്ഞിരിക്കുന്നതാണ് കേട്ടോ. ഡെപ്റ്റ് എന്നാണ്. ടു സി റെഡ്, അച്ഛനെ നോക്കി അച്ഛനെ മുഖത്ത് നോക്കി സംസാരിച്ച മുഖം ചുമന്നാൽ ദേഷ്യം. ടു സി റെഡ് ബിക്കം ആംഗ്രി. റെഡ് കാർപ്പറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഗ്രാൻഡ് ടു വെൽക്കം. റെഡ് അലേർട്ട് എന്ന് പറഞ്ഞാലോ, സ്ട്രിക്റ്റ് വാർണിംഗ്. ടു പെയിന്റ് ദ ടൗൺ റെഡ് എന്ന് പറഞ്ഞാലോ, സെലിബ്രേറ്റ്. അതേപോലെ റെഡ് ടേപ്പ് എന്ന് പറഞ്ഞാലോ, ഒഫീഷ്യൽ ഡിലേ. വൈറ്റ് എലിഫന്റ് എന്ന് പറഞ്ഞാലോ, റെയർ, യൂസ്ലെസ്, ഹൈ മെയിൻ്റെനൻസ്. പിങ്ക് എലിഫന്റ്, ഡ്രഗ് അഡിക്റ്റ്. ഓക്കെ, സീ യു. താങ്ക് യു.